അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. വിഷയത്തിന് 2 വശങ്ങൾ അധികരിച്ചുകൊണ്ട് ഇവിടെ അവതരണം പൂർത്തിയായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി 10 മണി വരെയുള്ള 1.5 മണിക്കൂർ സമയം സംശയ നിവാരണത്തിനായി നാം മാറ്റിവെക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്മാർത്ഥമായി ദീനിയായ ഒരു മജ്ലിസ് എന്ന എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ താല്പര്യത്തോടു കൂടി ഉള്ള ചോദ്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെയായി അതിന് മറുപടികൾ നൽകുകയും ചെയ്യും. ഒരാൾക്ക് ഇത്ര ചോദ്യമേ ചോദിക്കാവൂ എന്ന പ്രത്യേകം നിബന്ധനയൊന്നും നാം വെച്ചിട്ടില്ല. ചോദ്യകർത്താക്കൾ സ്വയം പരിചയപ്പെടുത്തുക, പേരും സ്ഥലവും പറഞ്ഞ് ചോദ്യം കഴിഞ്ഞ് മറുപടി കേട്ട് ക്ലിയറായെങ്കിൽ അടുത്ത ആൾ കൈമാറുക. അതല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം, പിന്നെയും ചോദിക്കാം. ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ പിറകിൽ ആളുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കുക. അവസാനത്തെ ആൾ കഴിഞ്ഞ് സമയം ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ഈ ചോദ്യകർത്താവിന് തന്നെ വരികയും ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ദീന് ശരിയാവണ്ണം ഉൾക്കൊള്ളുവാനും അത് അവതരിപ്പിക്കുവാനും അത് ആ നിലക്ക് ബോധ്യപ്പെടാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഒന്നാമത്തെ ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏതാണ്ട് മഗ്രിബ് നിസ്കാരാനന്തരം മുതൽ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ പേര് അബ്ദുൽ ഹക്കീം, ഈരാറ്റുപേട്ട സ്വദേശിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നവോത്ഥാനത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും പേര് പറഞ്ഞ് ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനം പ്രാകൃതമായ വിശ്വാസങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു സന്തോഷത്തിന് അവസരം എന്നതാണെന്ന് തോന്നുന്നു ബാലുശ്ശേരി മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം മാറ്റത്തിൻ്റെ ഒരുപാട് അലയൊലികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിഹർ ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പ്രസംഗിച്ചവരാണ് നിങ്ങളുടെ മുൻപുള്ള നേതാക്കൾ. നിങ്ങളെങ്ങനെയാണെന്നല്ല, ഇവിടെ മരണപ്പെട്ടു പോയ മുജാഹിദ് നേതാക്കൾ പലരും, ഞാൻ ഈരാറ്റുപേട്ടയിലൊക്കെ ബാലുശ്ശേരിയുടെ വായിൽ നിന്ന് തന്നെ, ഈരാറ്റുപേട്ടയിൽ ഖത്തീബായി ജോലി ചെയ്ത ആളാണ് ബാലുശ്ശേരി. അദ്ദേഹം തിളങ്ങുന്നത് തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഇതിനെതിരായിരുന്നു. ഏതായാലും അദ്ദേഹം ഇതൊക്കെ സമ്മതിച്ച് ആ പ്രസ്ഥാനത്ത് നിങ്ങളൊപ്പം ഉണ്ട്. എൻ്റെ ചോദ്യം അതൊന്നുമല്ല, ഞാൻ ചോദിക്കാൻ ഇത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇനി കളം വരയ്ക്കുന്ന വിഷയവും അതുപോലെ തന്നെ പിന്നെ പിഞ്ഞാണ് എഴുത്തും ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നിങ്ങൾ സമ്മതിക്കും എന്നുകൂടി ഉണർത്തിക്കൊണ്ട് എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അഭൗതികമായ സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് മുജാഹിദിൻ്റെ ഖുർആൻ പരിഭാഷയിലും അതുപോലെ തന്നെ മുജാഹിദിൻ്റെ നിങ്ങളുടെ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ കേട്ടു. എന്നാൽ അഭൗതികമായ സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച പ്രവാചകന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏത് പ്രവാചകനാണെന്നൊക്കെ ഇങ്ങോട്ട് ചോദ്യം വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. എൻ്റെ ചോദ്യം ഇതാണ്: അഭൗതികമായ സഹായാർത്ഥന ശിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ അഭൗതികമായ സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച പ്രവാചകന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അൽഹംദുലില്ലാഹ്. വളരെ പ്രസക്തമായ വിഷയബന്ധിയായ ചോദ്യം തന്നെയാണ് ബഹുമാനനായ ചോദ്യകർത്താവ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പിഞ്ഞാണമെഴുത്തും ഉറുക്കും ഒക്കെ ഭാവിയിൽ നമ്മൾ അംഗീകരിക്കുന്നതാണ്. പ്രമാണമുണ്ടെങ്കിൽ അത് ഭാവിയിലും വർത്തമാനത്തിലും ഭൂതകാലത്തും മുജാഹിദീകൾ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. പ്രമാണമില്ലാത്തത് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുകയുമില്ല. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ സിഹറാവട്ടെ കണ്ണേറാവട്ടെ ഇതൊക്കെ ഞങ്ങളിവിടെ വായിച്ച് അവതരിപ്പിച്ചതൊന്നും ഞങ്ങളുടെ വകയല്ലല്ലോ. അമാനിമൊഴി അടക്കം എഴുതിയതാണ് ഇവിടെ വായിച്ചത്. അമാനിമൊഴി ഏതായിരുന്നാലും ഈ വിസ്ഡം കൂട്ടായ്മയിൽ മെമ്പർഷിപ്പുള്ള ആളല്ല എന്ന് ഉറപ്പാണല്ലോ. മരിച്ചു പോയിട്ട് തന്നെ 10 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായ ഒരു കാലത്തും സിഹറിനെയോ കണ്ണേറിനെയോ നിഷേധിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ മറവിൽ ഒരുപാട് അന്ധവിശ്വാസം നടക്കുന്നു. അതിനെ അന്നും ഇന്നും എന്നും ഇൻഷാ അല്ലാഹ് എതിർത്തിട്ടുണ്ട്, എതിർക്കുകയും ചെയ്യും. അപ്പോൾ താങ്കൾ ആമുഖത്തിന് അങ്ങനെ ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് മുജാഹിദ് ബാലുശ്ശേരി ആവട്ടെ അല്ലാത്തവരാകട്ടെ എല്ലാവരും. മാത്രമല്ല 1980കളിൽ സമസ്തയും മുജാഹിദും തമ്മിൽ വാദപ്രതിവാദത്തിന് വ്യവസ്ഥയുണ്ടായി. മലപ്പുറം ജില്ലയിൽ എടവണ്ണക്കടുത്ത് കുണ്ടുതോട് എന്ന സ്ഥലത്ത് വെച്ച്. അന്ന് അതിൽ ഒരു വിഷയം വന്നത് മന്ത്രമായിരുന്നു. അപ്പോൾ മന്ത്രം വിഷയം വന്നപ്പോൾ അന്നോട് രേഖപ്പെടുത്തി മന്ത്രം എന്ന വിഷയത്തിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ തർക്കമില്ല, അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് സംവാദം ആവശ്യമില്ല
അത് പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്, കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ, കുണ്ടുതോട് സംവാദ വ്യവസ്ഥ എന്ന പേരിൽ. അതേപോലെ നേരത്തെ പറഞ്ഞ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം, അതിൽ അവസാന അധ്യായം തന്നെ വിവിധ വിഷയങ്ങൾ എന്ന ഹെഡിങ്ങിൽ വളരെ വിശദമായി പേജുകളോളം ഈ കണ്ണേറും സിഹിറും ഒക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിശാചിനെ പേടിയില്ല എന്ന് പറയുന്നവർ അവർ മൂഢന്മാരും തൊലിക്കെട്ടി കൂടിയവരുമാണ് എന്ന് പോലും അമാനി മൗലവി റഹിമഹുല്ല അന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധ കൂട്ടായ്മയായ ഈ സംഘത്തിന് ഇന്നും പറയേണ്ടി വന്നിട്ടില്ല, ഇൻഷാല്ലാ പറയേണ്ടി വരികയുമില്ല. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിൽ പിഞ്ഞാണമെഴുത്തും അതേപോലെ കളം വരയ്ക്കലും മക്കം ഇടലും അതൊന്നും പ്രമാണബദ്ധമല്ല. പ്രവാചകൻ്റെ കൽപ്പനകളോ അധ്യാപനങ്ങളോ നിർദ്ദേശങ്ങളോ ആ വിഷയത്തിൽ ഇല്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്നിടത്ത് ഒരു സംശയമില്ലാത്ത വിധം ഞങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ചോദ്യം, അഭൗതികമായ സഹായാർത്ഥനകൾ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഇവിടെ നമ്മളൊക്കെ പറയുന്നത്. എങ്കിൽ പ്രവാചകന്മാർ പലരും അഭൗതികമായ സഹായാർത്ഥന ചോദിച്ചിട്ടുണ്ടല്ലോ, അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണെന്ന്. ഒരു പ്രവാചകനും അഭൗതികമായ സഹായം റബ്ബല്ലാത്ത ആരോടും ചോദിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഒരൊറ്റ നബിയും, അത് സുലൈമാൻ നബി ആവട്ടെ അല്ലാത്ത നബി ആവട്ടെ, ഏത് നബിയാണെങ്കിലും അഭൗതികമായ സഹായാർത്ഥന അഥവാ പ്രാർത്ഥന, അഭൗതികമായ സഹായാർത്ഥനക്കാണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത്. കാരണങ്ങൾക്കതീതമായി ചെയ്യാനുള്ള തേട്ടം, അതിനാണ് അഭൗതികമായത് എന്ന് പറയാം. കണ്ണിൽ കാണാത്തത് എന്ന അർത്ഥത്തിലല്ല, ഭൗതികമായ സംവിധാനങ്ങൾക്കതീതമായി. എൻ്റെ വിശ്വാസത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ അക്കാര്യം വിശദീകരിച്ചിരുന്നു. അഭൗതികമായ മാർഗം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾക്കതീതമായ മാർഗം എന്നാണ്. ആ കാരണങ്ങൾക്കതീതമായ മാർഗത്തിലുള്ള തേട്ടം, അതിനാണ് പ്രാർത്ഥന എന്ന് പ്രമാണമടിസ്ഥാനമാക്കി മുജാഹിദുകൾ ഇവിടെ പഠിപ്പിച്ചു പോകുന്ന 100 കൊല്ലം. അതുകൊണ്ട് തന്നെ കാരണങ്ങൾക്കതീതമായി സഹായിക്കാനുള്ള ഒരു അർത്ഥന ഒരു നബിയും റബ്ബല്ലാത്ത ഒരാളോടും നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നിർവഹിച്ച പ്രവാചകന്മാരെ പറ്റി എന്ത് ചോദിക്കുന്നുവെന്ന ചോദ്യം തന്നെ വ്യർത്ഥമാണ്. താങ്കൾ ഉദ്ദേശിച്ചത് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുലൈമാൻ നബിയും ചെയ്തിട്ടില്ല, ഒരു നബിയും ചെയ്തിട്ടില്ല എന്നാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. ബാക്കി താങ്കൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഏതായാലും ഫൈസൽ മൗലവി അല്ലേ, ഫൈസൽ മൗലവി റൂട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അല്ലേ എന്നൊക്കെ കൂടി ചോദിച്ചു. ഏതായാലും ഈ ചോദ്യം തൊടുപുഴയിൽ അല്ലേ മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ച സമയമില്ലാതെ പെട്ടെന്നൊക്കെ പോയതാണ്. ഏതായാലും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നംലിലൂടെ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുകയാണ്, ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല അയ്യഅ്തൂനി മുസ്ലിമീൻ. ബഹുമാനപ്പെട്ട ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനവുമായി ബന്ധപ്പെട്ട വിഷയം. ബിൽഖീസ് രാജ്ഞി ഇസ്ലാമിലേക്ക് വരാനുള്ള സാധ്യതകൾ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആര് കൊണ്ടുത്തരും? കൊണ്ടുത്തരുന്നത് ആരോടാണെന്ന് ചോദിക്കുകയാണ്. കേവലം സുലൈമാൻ നബിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കസേരയല്ല ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം. കിലോമീറ്ററുകൾക്കപ്പുറം, മനുഷ്യ കഴിവിന് അതീതമായൊരു കാര്യം തന്നെയാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു സിംഹാസനം ആര് കൊണ്ടുത്തരുമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം സദസ്സിനോട് ചോദിക്കുകയാണ്. ഏതായാലും അല്ലാട്ടല്ല ചോദിച്ചത്, അഭൗതികമായ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന അതിനുവേണ്ടി ആയത്തോന്നുന്നവർ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചത് അഭൗതികമായൊരു സഹായാർത്ഥനയാണ്, കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരാനാണ്. അത് കൊണ്ടുവന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അഭൗതികമായ ഈ സഹായാർത്ഥന, കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരിക ആര് കൊണ്ടുവരും എന്ന അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം സദസ്സിനോട് ചോദിച്ചു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. ആ ചോദ്യം അഭൗതികമായ ചോദ്യമല്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പഠിപ്പിച്ചത്. അത് അഭൗതിക എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒച്ചപ്പാടും ബഹളും ഈ മുഖാമുഖം അടക്കം വെക്കേണ്ടി വന്നത്. KNM ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിൻ്റെ 8-9 പേജുകളിൽ ഇതേ ആയത്തെടുത്തു വെച്ചിട്ട് മൗലവി പറയുന്നുണ്ട്, ഇത് അഭൗതിക പ്രശ്നമേ ഇതിൽ ഉദിക്കുന്നില്ല. ഇനി നമുക്ക് ആയത്തിലേക്ക് വരാം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്. ഇനി അതിനപ്പുറത്ത് കാറ്റുകളും പക്ഷികളും മൃഗങ്ങളും അടക്കം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം അയ്യുക്കും യഅ്തീനി ബി അർശിഹ, ആരാണ് ആ സിംഹാസനം എനിക്ക് കൊണ്ടുവന്ന് തരിക? ഖബൽ അൻ യഅ്തൂനി മുസ്ലിമീൻ, അവർ മുസ്ലിമായി വരുന്നതിന് മുമ്പ്. അതൊരു അഭൗതികമായ ചോദ്യമല്ലേ? അഭൗതിക മാർഗത്തിലല്ലേ അത് എത്തിക്കുക? അല്ല, അത് കാരണങ്ങൾക്കതീതമായ കാര്യമല്ല. കാരണങ്ങളെ ഉള്ളിൽ തന്നെയാണ് ആ സിംഹാസനം എത്തിക്കുന്ന ആ രീതി അവിടെ
അദ്ദേഹം ആവശ്യപ്പെട്ടതും അത് നടപ്പായതും. എങ്ങനെ? താങ്കൾ മനസ്സിലാക്കിയത് അത് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്താണ്. ശരി, 1500 കിലോമീറ്റർ അപ്പുറത്താണ്. 1500 കിലോമീറ്റർ അപ്പുറത്തായാലല്ല അഭൗതികമാവുക. നേരെ മുന്നിൽ കാണുന്ന ഒരു വസ്തു അതിന് എടുക്കാൻ ആവശ്യപ്പെട്ടാലും അഭൗതിക മാർഗത്തിലാണോ അത് ശിർക്ക് തന്നെയാണ്. അതിന് കിലോമീറ്ററൊന്നും വേണ്ട, 1 കിലോമീറ്ററും വേണ്ട. നേരെ കണ്ണിൽ കാണുന്ന ഒരു മനുഷ്യനോട് നേർക്ക് നേരെ അഭൗതിക മാർഗത്തിൽ അയാൾക്ക് സഹായിക്കാൻ പറ്റുന്ന വിശ്വസിച്ചത് ശിർക്കായി. തേടേണ്ട കാര്യമില്ല, തേടി അതും ശിർക്കായി. ഇപ്പോൾ കിലോമീറ്റർ കൂടുമ്പോൾ അഭൗതികാകുക, കിലോമീറ്റർ കുറഞ്ഞാൽ ഭൗതികാകുക, അതല്ല. അഭൗതികം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾക്കതീതം. ഇവിടെ കാരണങ്ങൾക്ക് അതീതമാണോ കാരണങ്ങൾക്ക് അധീനമാണോ? അതാണല്ലോ അടിസ്ഥാനം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ഒന്നാമത്തെ മറുപടി എവിടുന്നാണ് കിട്ടിയത്? ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നിൽപ്പെട്ടൊരു മല്ലൻ പറഞ്ഞു. ഇഫ്രീത്ത് അൽ ഖബീസ് എന്ന് തഫ്സീൽ കാണാൻ പറ്റും, ദുഷ്ടനായ ഒരു മല്ലൻ. അപ്പം അയാളൊരു സ്വാലിഹായ ഒരു മനുഷ്യനോ ഒരു വലിയോ ഒന്നല്ല, ആ പറഞ്ഞ ജിന്ന് ഖബീസായ ദുഷ്ടനായ ഒരു ജിന്ന്. ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന് അന ആതീക ബിഹി, ഞാൻ അത് കൊണ്ടുതരാം താങ്കൾക്ക്. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, താങ്കൾ ഓതി ആയത്തിൻ്റെ അടുത്ത വചനം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, താങ്കളുടെ ഈ രാജസദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാൻ കൊണ്ടുതരാം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജസദസ്സിൽ രാവിലെ ഇരുന്നാൽ സാധാരണഗതിയിൽ ഉച്ചക്കാണ് സദസ്സ് പിരിഞ്ഞ് എഴുന്നേറ്റ് പോകാറുള്ളത്. അതുകൊണ്ട് താങ്കളുടെ സദസ്സിൽ നിന്ന് താങ്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായി താങ്കൾക്ക് ഞാൻ ആ സിംഹാസനം കൊണ്ടുതരാം. എങ്ങനെ കൊണ്ടുതരാം? അഭൗതികമായിട്ടാണോ? അല്ല, പിന്നെയോ വ ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനതിന് കഴിവുള്ളവനാകുന്നു. അപ്പം ജിന്നിന് ഉള്ള കഴിവടിസ്ഥാനത്തിലാണ് ജിന്നെ പറഞ്ഞത്. അതാണ് പല കാരണങ്ങളുടെ ഉള്ളിൽ. അപ്പം എങ്ങനെ ഇപ്പം ജിന്ന് കൊണ്ടുവരിക? ജിന്നിന് മനുഷ്യന്മാരെക്കാൾ സ്പീഡുണ്ട്, നമ്മേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയും ജിന്നിന്. അവനാവട്ടെ ഇഫ്രീത്താണ്, മല്ലനാണ്. അതുകൊണ്ട് അവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം ഇവിടുന്ന് അങ്ങോട്ട് പോയി ആ സിംഹാസനം പൊക്കിയെടുത്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. സഭയിൽ നിന്ന് അതുമായി വരണം. അതിന് അവന് ആവശ്യമുള്ള സമയമാണ് ഉച്ചവരെയുള്ള സമയം. അതാണ് ഇന്നി അലൈഹി ലഖവിയ്യുൻ. ഒരാളിപ്പോൾ ഇവിടെ ചോദിക്കുക, നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണം, 1 മണിക്കൂർ കൊണ്ട് എത്ര ചെയ്യുക? ഒരു ഓട്ടോക്കാരൻ ഓട്ടോ പറയും, ഇല്ല എനിക്ക് 1 മണിക്കൂർ കൊണ്ട് കഴിയില്ല. ടാക്സി ചോദിച്ചാൽ അവനും പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് പറ്റൂല. പിന്നെ ആരോ പറഞ്ഞു ട്രെയിനുണ്ട്, എന്നാലും 1 മണിക്കൂർ കൊണ്ട് എത്തൂല, കുറച്ചുകൂടെ സ്പീഡിൽ എത്താൻ പറ്റും. ഫ്ലൈറ്റ് ആണെങ്കിൽ പക്ഷെ പറ്റിക്കൂടായില്ല, പക്ഷെ ഇവിടെ എയർപോർട്ടും ഇല്ല. അപ്പോൾ എന്നെപ്പോലെ ഇഫ്രീത്തും മിനൽ ജിന്ന് പറഞ്ഞു അന ആതീക ബിഹി, ഞാനത് കൊണ്ടുതരാം താങ്കൾ എണീക്കുന്നതിന് മുമ്പ്. എങ്ങനെ കൊണ്ടുവരിക? വ ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനതിന് കഴിവുള്ളവനാണ്. അപ്പോൾ ആ ജിന്നിൻ്റെ കഴിവാണത്. അതാ ഞങ്ങൾ പഠിപ്പിച്ചത്. ജിന്നിൻ്റെ കഴിവ് അഭൗതിക കഴിവ് എന്ന് പറയല്ല. അഭൗതിക കഴിവ് എന്ന് പറഞ്ഞാൽ അഭൗതികമായ കഴിവ് അല്ലാഹുവില്ലാത്തവർക്ക് ഉണ്ട് എന്ന് വന്നു. അപ്പം മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ച തൗഹീദ് അത് ശരിയല്ല എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും എന്ന് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അഭൗതികം ഇത്ര വലിയ വിവാദമായത് തന്നെ. അപ്പോൾ അവിടെ അഭൗതികമായ മാർഗത്തിൽ തേടിയിട്ടില്ല. ഇനി രണ്ടാമത് അത് സഹായാർത്ഥനയുമല്ല. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായാർത്ഥനയല്ല. കാരണം എന്താ? സുലൈമാൻ നബിയുടെ കീഴിലാണ് അവരൊക്കെ ഉള്ളത്. ഈ ജിന്നാവട്ടെ, ശൈത്താന്മാരാവട്ടെ, അവിടുത്തെ മനുഷ്യരാവട്ടെ, പക്ഷികളും കാറ്റുകളും അടക്കം സുലൈമാൻ നബിയുടെ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ്. തൻ്റെ കീഴിലുള്ള പ്രജകളോട് മേലുള്ള ഒരാൾ സഹായം തേടുക ചെയ്യുക, ഓർഡർ കൊടുക്കുകയോ വെല്ലുവിളിക്കുകയോ ആണ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ഒരു ഓർഡർ, അതല്ലെങ്കിൽ അല്ലാമ റാസിയൊക്കെ പറഞ്ഞതുപോലെ അതൊരു വെല്ലുവിളി. ഇന്നമാ അറാദ സുലൈമാനു ഇദ്ഹാറ മുഅ്ജിസത്തിൻ ഫതഹദ്ദാഹും അവ്വല. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്ജിസത്തിൻ്റെ മുന്നോടിയായി നടത്തിയ വെല്ലുവിളിയായിരുന്നു അത് എന്നാണ് തഫ്സീർ റാസിയിലൊക്കെ കാണാം. അപ്പോൾ ഒരു വെല്ലുവിളി ആരടാ കൊണ്ടുവരിക? അവർ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇഫ്രീത്ത് പറഞ്ഞു ഉച്ചാവുമ്പോൾ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ അതുപോലെ അതിനു മുമ്പെത്തണം. അതിന് മറുപടിയില്ല. അപ്പോൾ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങോട്ട് പറഞ്ഞു, ഖാദല്ലദി ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അന ആതീക ബിഹി ഖബ്ലൻ യർതദ്ദ ഇലൈക തർഫുക്, താങ്കളുടെ കണ്ണ് ചെമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതാര് പറഞ്ഞു? ഒന്നുകിൽ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി തന്നെ ഞാൻ കൊണ്ടുവരാം. എപ്പോൾ? കണ്ണു ചെമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ എത്തിച്ചു തരാം എന്ന് ഇഫ്രീത്തിനോട് തിരിച്ചങ്ങോട്ട് പറഞ്ഞു എന്നായിരിക്കും അപ്പോൾ അർത്ഥം. അപ്പോൾ അഭൗതികമായ കഴിവല്ലേ? കഴിവല്ല. എവിടുന്ന് കിട്ടി? ഇഫ്രീത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു വ ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാണ്. ഈ മറുപടിയിലോ ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞില്ല. അന ആതീക ബിഹി
ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക്, കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം, ഞാനത് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് സുലൈമാൻ നബി ആണെങ്കിലും ഇനി ആസിഫ് ബിൻ ബർഖിയാണെങ്കിലും ഇനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണെങ്കിലും ആരാണെങ്കിലും ശരി, അവിടെ ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ കഴിവല്ല ഉപയോഗപ്പെടുത്തിയത്. സുലൈമാൻ നബി ആണെങ്കിൽ മുഅ്ജിസത്ത്, ആസിഫ് ആണെങ്കിൽ കറാമത്ത്, രണ്ടാണെങ്കിലും അവിടെ കഴിവല്ല. ആ ഇഫ്രീത്താണെങ്കിലോ മുഅ്ജിസത്തുമല്ല കറാമത്തുമല്ല, അതവൻ്റെ കഴിവ്. അതെന്താ? വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ കഴിവുള്ളവനാണ്, വിശ്വസ്തനാണ്. ഇപ്പുറത്തോ കഴിവുള്ളവനാണെന്ന് പറഞ്ഞില്ല. മാത്രമല്ല അടുത്ത ആയത്തെന്താ? ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, തൻ്റെ മുമ്പിൽ ആ സിംഹാസനം വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. അപ്പോൾ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ മുഅ്ജിസത്ത്, ആസിഫ് ബിൻ ബർഖിയാണെങ്കിൽ കറാമത്ത്. ആ മുഅ്ജിസത്തും കറാമത്തും അവരുടെ കഴിവല്ല. അതാ ഫദ്ലുൽ ഹഖ് ഉമരി വിശാവദത്ത് പറഞ്ഞത്, അവിടെ കഴിവേ അല്ല. റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബ് ഉദ്ദേശിക്കുന്നവരിലൂടെ റബ്ബ് വെളിവാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇഫ്രീത്ത് ചെയ്യാൻ ഏറ്റതാണെങ്കിലോ അത് കഴിവാണ്. കാരണം വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ അഭൗതിക മാർഗം. അതിനാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം പറയാം. അപ്പോൾ ജിന്നിനും മലക്കിനും കാര്യകാരണ ബന്ധത്തിന് അധികമായ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് റബ്ബിനോട് തുല്യപ്പെടുത്തലായി മാറി, അത് ശിർക്കായി മാറി. ആ നിലക്കല്ല സുലൈമാൻ നബി ആവശ്യപ്പെട്ടത്. ഇവിടെ പോലും മുഖാമുഖം നടത്തിയ ആളുകൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ജിന്നും മലക്കൊക്കെ അഭൗതികമായിട്ട് ഇടപെടുന്നത് നമ്മൾ പറഞ്ഞു എന്ന രൂപത്തിൽ പിന്നെ ഇങ്ങോട്ടാക്കാനാണ് പിന്നെ ശ്രമിച്ചത്. അപ്പോൾ അത് ന്യായമല്ല. ഇവിടെ അഭൗതിക പ്രശ്നമേ ഇല്ല. അതിനാണ് ഞാൻ പറഞ്ഞത് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ചോദ്യങ്ങളും മറുപടികൾ എന്ന പുസ്തകം, അഥവാ അൽമനാറിൽ വന്ന ചോദ്യങ്ങൾ, അതിന് എ പി അബ്ദുൽ ഖാദർ മൗലവി നൽകിയ മറുപടികൾ, അത് ക്രോഡീകരിച്ച് 2 പുസ്തകങ്ങളാക്കി ഇറക്കിയിട്ടുണ്ട്. അതിന് 8-9 പേജുകളിൽ ഈ വിഷയമുണ്ട്. ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. അത് അന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവി നൽകിയ മറുപടിയാണ്. ഇവിടെ ജിന്നിൻ്റെ കഴിവിനനുസൃതമായ ശക്തിയാണ് പ്രവർത്തിക്കാധാരമായി പറഞ്ഞിട്ടുള്ളത്. അഭൗതികതര പ്രശ്നമേ ഇതിലില്ല എന്ന് തന്നെയാണ് എ പിയുടെ വാചകം. അവൻ്റെ കഴിവാണ് പ്രവർത്തിക്കാധാരമായി പറഞ്ഞത്. അത് അഭൗതിക പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അഭൗതികമായി തേട്ടം തേടിയില്ലേ, അഭൗതിക മാർഗത്തിൽ സഹായം പ്രതീക്ഷിച്ചില്ലേ എന്ന ഒന്നില്ല. അഭൗതികമായി അവിടെ ജിന്നോട്ട് പ്രവർത്തിച്ചിട്ടുമില്ല. ഇനി സുലൈമാൻ നബിയുടെ മുഅ്ജിസത്തോ ആസിഫിൻ്റെ കറാമത്തോ ആണെങ്കിൽ അത് അഭൗതിക മാർഗമാണ്. അതാവട്ടെ അവരുടെ കഴിവുമല്ല, അള്ളാഹു നേരെ അത് നടപ്പാക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞത്. മാത്രവുമല്ല ഒറ്റ കാര്യം കൂടി, ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അവിടെ കാണാം ആസിഫ് ആണെങ്കിൽ എങ്ങനെ, അവിടെ ആസിഫ് ബിൻ ബർഖിയ പ്രാർത്ഥിച്ചതാണ് എന്ന് പറയുന്നു. അദ്ദേഹം വുളൂ ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് ഷാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു, എന്നിട്ട് ദുആ ചെയ്തു എന്ന് പറയുകയും ആ പ്രാർത്ഥന അടക്കം ഇബ്നു കസീർ റഹിമഹുല്ല തഫ്സീറിൽ എടുത്ത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് കല്ലിനുമില്ല, മരത്തിനുമില്ല, ജിന്നിനുമില്ല, മനുഷ്യനുമില്ല, പിശാചിനുമില്ല, മലക്കിനുമില്ല, ആർക്കുമില്ല. അത് ആർക്കുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ അവിടെ ശിർക്ക് വന്നു. ആ അർത്ഥത്തിൽ തേടുന്നുവോ അത് പ്രാർത്ഥനയായി, അത് ശിർക്ക്. അത് കല്ലിനോട് തേടിയാലും മരത്തിനോട് തേടിയാലും എന്നൊക്കെ പറഞ്ഞ് ക്ലിപ്പിട്ടല്ലോ, അതൊക്കെ തന്നെ വിഷയം, അതൊക്കെ അത് തന്നെ വിഷയം. അപ്പോൾ ആരോട് എന്നല്ല, എന്തിനോട് എന്നതല്ല, എപ്പോഴെന്നതല്ല, എന്തിന് എന്നതല്ല, അവൻ അഭൗതിക മാർഗത്തിലെ തേട്ടമാണോ അതിനാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അത് അമ്പിയാക്കൾ റബ്ബിനോട് മാത്രമേ തേടിയിട്ടുള്ളൂ. അതുകൊണ്ട് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ശിർക്ക് ചെയ്തിട്ടില്ല. സാധാരണ സമസ്തക്കാരുമായി തർക്കമുള്ള ഇസ്തിഗാസ എന്നത് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുമില്ല. ഒന്നുകിൽ വെല്ലുവിളിയാണ്, അതല്ലെങ്കിൽ സുലൈമാൻ നബിയുടെ ഓർഡറാണ്, താഴെയുള്ള തൻ്റെ പ്രജകളായ ആളുകളോടുള്ള ഓർഡറാണത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഓർഡറാണെങ്കിലും അതല്ല ചോദ്യമാണെങ്കിലും, ഓർഡറിലും ഒരു ചോദ്യമുണ്ടല്ലോ. നമ്മുടെ ചർച്ച അതല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ മുഅ്ജിസത്ത് കൊണ്ട് സഹായിച്ചോ എന്നവിടെ നിൽക്കട്ടെ. സുന്നികൾ വിശ്വസിക്കുന്നു മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച അഭൗതികമായ സഹായാർത്ഥന. നിങ്ങളവിടെ അഭൗതികം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ അഭൗതികം ഇല്ല എന്ന് പറയുക? അഭൗതികം നമുക്കറിയാം. നമ്മളൊക്കെ ചോറ് തിന്നുന്നവരാണ്. എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം നമുക്കറിയാം. അവിടെ നടന്നത് അഭൗതികമായ സഹായാർത്ഥന അല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? കിലോമീറ്റർ, നിങ്ങൾ നേരത്തെ പറഞ്ഞു മീറ്റർ കണക്കിനല്ല, നമുക്കറിയാം മീറ്റർ കണക്കിനല്ല ശിർക്ക്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. മീറ്റർ കണക്കിനോ വെളിയിലോ പറച്ചിലോ അല്ല ശിർക്ക്. വമൻ നസ്റു ഇല്ലാ മിൻ ഇന്ദില്ല, എല്ലാ സഹായത്തിൻ്റെയും കേന്ദ്രം അള്ളാഹു ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോട് സഹായം ചോദിക്കുമ്പോഴും
അത് ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടുത്തെ നമ്മുടെ ചർച്ച അഭൗതികമായ ഒരു സഹായാർത്ഥന. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതും കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സിംഹാസനം, തൊട്ടടുത്താണെങ്കിൽ പിന്നെ അവിടെ അത്ഭുതമില്ല. കാരണം ഒന്നെടുത്തു തരാൻ പറയാൻ അത്ഭുതമല്ല. ഈ കസേര എനിക്ക് വേണമെന്ന് പറയൽ അത്ഭുതമല്ല. നേരെ മറിച്ച് അവിടെ ഇരിക്കുന്നൊരു കസേര ഇദ്ദേഹത്തിനോട് ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറയൽ അതൊരു അഭൗതികം തന്നെയാണ്. ഈ അഭൗതികമായ സഹായാർത്ഥനയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചോദിച്ചത്. കൊണ്ടുവന്നവർ ആരുമാകട്ടെ, ഏതായാലും അമാനി മൗലവി അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചർച്ച അഭൗതികമായൊരു സഹായാർത്ഥന ഇത് നടത്താൻ പാടില്ല എന്ന് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വിശദീകരണത്തിൽ മുജാഹിദ് പഠിപ്പിക്കുന്നു. ഇതാണ് എൻ്റെ ചോദ്യം. സുഹൃത്ത്, അതാണ് പറഞ്ഞത്. അഭൗതികമായി ചോദിച്ചിട്ടില്ല, അഭൗതികമായ ചോദ്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ഭൗതികമാണ്. 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ സുലൈമാൻ നബിയുടെ ആ സദസ്സിലുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം. 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം എനിക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ കൊണ്ടുവരാൻ പറ്റുന്നവർ അവിടെയുണ്ട്. കാരണം സുലൈമാൻ നബിയുടെ സദസ്സിൽ മനുഷ്യന്മാർ മാത്രമല്ല, അവിടെ ജിന്നുകളുണ്ട്, അവിടെ പിശാചുക്കളുണ്ട്, കാറ്റുണ്ട്, പക്ഷിയുണ്ട്, മൃഗങ്ങളുണ്ട്. അതൊക്കെ സുലൈമാൻ നബിയുടെ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ്. അതിൽ കാറ്റിനെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്താണ്? ഒലി സുലൈമാൻ റീഹ ഉദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്ർ. പ്രഭാതത്തിൽ ഒരു മാസം സഞ്ചരിക്കുന്ന കാറ്റ്, പ്രദോഷത്തിൽ ഒരു മാസം സഞ്ചരിക്കുന്ന കാറ്റ്. ആ കാറ്റിനെ ശ്രദ്ധിക്ക്. ഒലി സുലൈമാൻ റീഹ, സുലൈമാൻ നബിക്ക് നാം കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു. എങ്ങനെ? ഉദുവുഹാ ശഹ്റുൻ, ആ കാറ്റ് ഒരു പ്രഭാതത്തിൽ ഒരു മാസം സഞ്ചരിക്കും, ഒരു മാസത്തെ വഴിദൂരം താണ്ടും. വറവാഹുഹാ ശഹ്റുൻ, തിരിച്ച് വൈകുന്നേരം ഒരു മാസത്തെ വഴിദൂരം താണ്ടും. അങ്ങനത്തെ കാറ്റ് സുലൈമാൻ നബിൻ്റെ കീഴിലുണ്ട്. ആ കാറ്റിനും പോയി കൊണ്ടുവരാൻ പറ്റും. വേണമെങ്കിൽ ഒരു ഒറ്റ പ്രഭാതം കൊണ്ട് ഒരു മാസത്തെ ദൂരം സഞ്ചരിക്കുന്ന കാറ്റ്, ആ കാറ്റ് അവിടെ പോയിട്ട് ആ സിംഹാസനം കാറ്റിൻ്റെ പാറിക്കൊണ്ടുവന്നു. അഭൗതികമാണോ? അല്ല. അതേ സുലൈമാൻ നബിയുടെ കീഴിൽ ജിന്നുകളുണ്ട്. ആ ജിന്നിൽ പല സൈസുണ്ട്. ആ ജിന്നിൽ വികലാംഗന്മാരുണ്ടാവും, ആ ജിന്നിൽ മല്ലന്മാരുണ്ടാകും, അതിൽ കഴിവുള്ളവനും കഴിവില്ലാത്തവനൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇഫ്രീത്ത് മിനൽ ജിന്ന് പ്രത്യേകം പറഞ്ഞത്. എല്ലാ ജിന്നും അത് പറഞ്ഞിട്ടില്ല. ജിന്നിൽപ്പെട്ടൊരു മല്ലൻ അവൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. എപ്പോഴേക്ക്? ഉച്ചയാകുമ്പോഴേക്ക്. അതാണ് എൻ്റെ ഭൗതികത. അതാണ് ഭൗതികത. ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ എത്തിക്കാം. എപ്പോൾ എങ്ങനെ എത്തിക്കാം? അവൻ നേരെ അങ്ങോട്ട് പോകും. ഓക്കെ, അത് മതി, ഉച്ചയാകുമ്പോഴേക്ക് കിട്ടിയാൽ മതി എന്ന് മറുപടി കിട്ടിയാൽ ഇഫ്രീത്ത് നേരെ അങ്ങോട്ട് പറക്കും. അവിടെ ചെന്ന് ആ സിംഹാസനം പൊക്കിയെടുത്ത് അതുമായി വന്ന് ഇവിടെ എത്തിച്ചു കൊടുക്കും. അതാണ് ഭൗതികത. അതിനവന് വേണ്ട സമയമാണ് ഉച്ചവരെ. അന ആതീക ബിഹി, ഞാനത് കൊണ്ടുവരാം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, താങ്കൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ രാവിലെ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നാൽ ഉച്ചക്കാണ് എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ രാജസദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതാണ് ഭൗതികത. എങ്ങനെ കൊണ്ടുവരും? ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാണ്. സുലൈമാൻ നബി ചോദിച്ചത് എനിക്ക് എങ്ങനെ കഴിവുണ്ടാകുക? അഭൗതിക കഴിവ് അല്ലാഹുവിനുള്ളൂ എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആ കവിയെ ഏതല്ല, അഭൗതികമായ കഴിവല്ല. അഭൗതികമായ കഴിവാണെങ്കിലോ മായം ലിക്കുന മിൻ കിത്മീർ, ആ ഇഫ്രീത്തിനും എന്തില്ല? മായം ലിക്കുന മിൻ കിത്മീർ, കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല. ആ ഇഫ്രീത്താണെങ്കിലും ഉച്ചയാകുമ്പോഴേക്ക് അവിടെ പോയി സിംഹാസനം പൊക്കിക്കൊണ്ട് വരാമെന്ന് ഏറ്റ ആ ഇഫ്രീത്തിനോടുള്ള പ്രാർത്ഥിച്ചാൽ നമുക്ക് ഓതാനുള്ള ആയത്തതാ, മായം ലിക്കുന മിൻ കിത്മീർ, കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പോഴത്തും ചോദിക്കായി, അത് ശരിയല്ല കേട്ടോ, കാരക്കക്കുരുവിൻ്റെ പാടില്ലെന്ന് പറയാൻ പറ്റൂലല്ലോ. ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, പിന്നെ എങ്ങനെ ഇവിടെ കഴിവില്ല എന്ന് പറയാൻ? അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ കഴിവ് വേറെ, ഇല്ല എന്ന് പറഞ്ഞ കഴിവ് വേറെ. ഉണ്ട് എന്ന് പറഞ്ഞ കഴിവേതാ? ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനതിൽ കഴിവുള്ളവനാണ്. ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാവോ? ഇല്ല. ആ ഇഫ്രീത്തിന് ഉച്ചയാകുമ്പോഴേക്ക് അത് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല, തൗഹീദാണ്. എന്നാൽ അഭൗതികമായ മാർഗത്തിലാണെങ്കിലോ മായം ലിക്കുന മിൻ കിത്മീർ, കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പം അഭൗതികമായി ഈ കസേര അപ്പുറത്തേക്ക് മാറ്റിയിടാൻ പറ്റുന്ന വിശ്വസിച്ചാൽ ശിർക്കായി. അതാണ് ഞാൻ പറഞ്ഞു കിലോമീറ്റർ വേണ്ടാന്ന്. തൊട്ട് മുമ്പ് കാണുന്ന കസേര അപ്പുറത്തേക്ക് മറിച്ചിടാൻ അഭൗതികമായി കഴിയും, കാരണങ്ങളില്ലാതെ കഴിയുമെന്ന് പറഞ്ഞാൽ ശിർക്കായി. ആ ജിന്ന് വിചാരിക്കുക അതങ്ങോട്ട് പോട്ടെ, പണി പോകും. ഇല്ല, അങ്ങനെ കാരണമില്ല. അങ്ങനെ കാരണമില്ല. അതിങ്ങോട്ട് മാറി നിൽക്കട്ടെ, അപ്പം മാറി നിൽക്കുക. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ കാരണമില്ല. പിന്നെന്താ കാരണം? അവിടെ പോയി ആ സിംഹാസനം പൊക്കി ഇവിടെ കൊണ്ടുവരുന്നു. അതിനവന് കഴിവുണ്ട്. ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കല്ല.
എന്നാൽ ആ കഴിവ് മൊയ്തീൻ ഷെയ്ഖിനുണ്ട് വിശ്വസിച്ചാലോ ഷിർക്കായി. അതാ വ്യത്യാസം. അല്ല സുന്നാളെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒമൻ നസ്റുല്ലാമിൻ എന്തില്ല പഠിച്ചോന്നിനെ സഹായിക്കുന്നതെന്ന് വിശ്വസിച്ചാൽ പിന്നെ എവിടെയും പോയി തേടാന്നല്ല. പഠിച്ചോന്നിനെ സഹായിക്കുന്നത് ലോകത്ത് ഒട്ടുമിക്ക ആൾക്കാരും വിശ്വസിക്കുന്നത്. നിരീശ്വരവാദികളിൽ തുച്ഛം ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇമാം റാസി പറഞ്ഞല്ലോ, വഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാബിഹി ഫിൽ ഇൽമി വൽ ഹിക്മതി വൽ ഖുദ്റതി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. കഴിവിലും അറിവിലും അതേപോലെ ഹിക്മത്തിലുമൊക്കെ അള്ളാഹ്ക്ക് തുല്യനാകുന്ന മറ്റൊരു പങ്കുകാരൻ ഉണ്ടെന്ന് ലോകത്തിനെ വരെ ഒരാളും വിശ്വസിച്ചിട്ടില്ല എന്ന് ഇമാം റാസി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുന്നുമുണ്ട്. അതുകൊണ്ട് അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ജിന്നിനുമില്ല, അത് മലക്കിനുമില്ല, അത് സുലൈമാൻ നബിക്കുമില്ല, ഒരു പ്രവാചകന്മാർക്കുമില്ല. അതുകൊണ്ട് മുഴുവത്ത് കറാമത്ത് കൊണ്ട് അമ്പിയാവുലാക്കന്മാർ സഹായിക്കാൻ കഴിയും എന്ന വിശ്വാസം ശരിയല്ല. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അവിടെ സമസ്തയ്ക്ക് വെച്ചത് ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അങ്ങനെ കഴിവ് അവർക്കില്ല. സുലൈമാൻ നബിയുടെയും കഴിവല്ല. ഇനി ആ സിംഹാസനം കൊണ്ടുവന്നത് സുലൈമാൻ നബി ആണെങ്കിൽ പോലും സുലൈമാൻ നബിയുടെ കഴിവല്ല. അതാ റാസിയൊക്കെ ബലപ്പെടുത്തിയത്. റാസി റഹിമഹുല്ലാ ആരാ കൊണ്ടുവന്നത് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ബൽ ഹുവ സുലൈമാനു നഫ്സു, സുലൈമാൻ നബി തന്നെയാണ് അത് കൊണ്ടുവന്നത്. വഹാദൽ ഖൗലു അഖ്റബു, ആ അഭിപ്രായമാണ് സത്യത്തോട് കൂടുതൽ അടുത്തത്. ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ. എന്നിട്ട് അദ്ദേഹം 5 കാരണം നിരത്തി വെച്ചിട്ട് പറയാ, ഈ 5 കാരണം കൊണ്ട് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് കൊണ്ടുവന്നത്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു എന്ന് വിശ്വസിച്ചാൽ സുലൈമാൻ നബിക്ക് അബൗദിക കഴിവുണ്ടെന്ന് വരൂല. സുലൈമാൻ നബിയുടെ മുഴുവത്തായിട്ട് കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ആ സിംഹാസനോട് എത്തി എന്ന് തന്നെ വിചാരിക്കാം. എത്തിയിട്ടുണ്ട്, സത്യമാണ്. അത് സുലൈമാൻ നബിയുടെ മുഴുവത്താണെങ്കിൽ അപ്പോൾ സുലൈമാൻ നബിക്ക് അബൗദികമായ കഴിവുണ്ട് വന്നില്ലേ? ഇല്ല, സുലൈമാൻ നബിയുടെ കഴിവല്ല. അതുകൊണ്ടാണ് ജിന്ന് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? ഞാൻ കഴിവുള്ളവരാണ്. എന്നാൽ കണ്ണു ചെമ്മി തുറക്കും മുമ്പ് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോഴോ ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞില്ല. അതാ വ്യത്യാസം. ആ കഴിവ് സുലൈമാൻ നബിക്കില്ല, അത് അള്ളാഹ്ക്കേ ഉള്ളൂ. അപ്പോൾ സുലൈമാൻ നബിയുടെ മുഴുവത്തായിട്ട് അള്ളാഹുടെ വെളിവാക്കി. അല്ലെ ആസഫിൻ്റെ കറാമത്തായിട്ട് പടച്ചോടെ കൊണ്ടുവന്നിർത്തു. ആസഫ് ദുആ ചെയ്തു, വുളൂ ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഉത്തരമായി റബ്ബെടുത്തിച്ചു കൊടുത്തു. ആസഫിൻ്റെ കഴിവല്ല. അതുകൊണ്ട് അതിവിടെ എത്തിയപ്പോൾ ഹാറാമിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. എന്നെ പരീക്ഷിക്കാൻ. എന്താ പരീക്ഷണം? അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ, ഞാൻ നന്ദി കേട് കാണിക്കുമോ എന്നെന്നെ പരീക്ഷിക്കാൻ റബ്ബ് തന്ന ഔദാര്യമാണ് എന്ന് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ അഭൗതികമായ തേട്ടം ഉണ്ടായിട്ടില്ല, അഭൗതികമായ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ആർക്കാണ് ചെയ്യാൻ പറ്റുക എന്ന വെല്ലുവിളി ഒന്നുകിൽ, അല്ലെങ്കിൽ തൻ്റെ പ്രജകളോടുള്ള ഒരു കൽപ്പന, ഒരു ഓർഡർ, അതുമായിരിക്കാം. രണ്ടാണെങ്കിലും അഭൗതികമായ സഹായാർത്ഥന ഇല്ല. അഭൗതിക മാർഗത്തിൽ അല്ല അവിടെ ഇഫ്രീത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. എന്നാൽ കറാമത്തോ മൊഴിതത്തോ ആണെങ്കിൽ അഭൗതിക മാർഗമാണ്. അതാവട്ടെ അവിടെ കഴിവുമല്ല, റബ്ബ് നേരിട്ട് നടപ്പാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കറാമത്ത് മുഴുവത്ത് എന്ന കഴിവിൻ്റെ സ്ഥാനത്തിൽ അവർ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസം ശരിയല്ല, അത് ശിർക്കാണ്. അത് റബ്ബിനോട് അവരെ തുല്യപ്പെടുത്തലാണ്. എന്നാൽ ആ ജിന്നിന് ഉച്ചയാകുമ്പോഴേ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. ആ കഴിവ് അഭൗതിക കഴിവല്ലാത്തത് കൊണ്ട് ജിന്നും മലക്ക് അഭൗതിക എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചോദ്യം അവിടെ പ്രസക്താവും. കഴിഞ്ഞ ആഴ്ച വന്നൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിരുന്നു. ഇനി അടുത്ത ആഴ്ച ഉണ്ട്, അന്ന് വന്നാലും കുഴപ്പമില്ല, അപ്പോഴും പറ്റും. നേരെ മറിച്ച് കാരണം എന്താ അവർ പറഞ്ഞത് ജിന്നും മലക്ക് അഭൗതികമാണെന്ന്. ഇവിടെ മടവൂർ വിഭാഗവും ഇപ്പോൾ KNM സ്വന്തമാക്കിയ സംഘടനാ പക്ഷപാതികളും ഒക്കെ പറയുന്നത് ജിന്നും മലക്കിൻ്റെയും കഴിവ് അഭൗതികമാണ്. അപ്പോൾ അവിടെ പോയി ചോദിക്കാം, ഇന്നി അലൈഹി ഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാണെന്ന് ഖുർആനിൽ അവിടെ പറഞ്ഞല്ലോ. അപ്പോൾ ജിന്നിന് കഴിവുണ്ടെന്ന് വന്നല്ലോ. ജിന്ന് അബൗദിക നിങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അബൗദിക കഴിവ് അല്ലാഹ് അത്രയ്ക്ക് ഉണ്ടെന്ന് വന്നില്ലേ? അപ്പം നിങ്ങൾ 100 കൊല്ലം പറഞ്ഞ തൗഹീദ് പൊളിഞ്ഞില്ലേ എന്ന് വേണമെങ്കിൽ അവിടെ പോയി ചോദിക്കാം. നമ്മളെ സംബന്ധിച്ച് ഇതിന് ഒരു പ്രയാസവുമില്ല. AP അബ്ദുൽ ഖാദർ മൗലവി അന്ന് എഴുതി വെച്ച മറുപടി അങ്ങനെ തന്നെ എടുത്തുദ്ധരിച്ചാൽ തന്നെ പൂർണ്ണമായി എന്നാണ് സൂചിപ്പിച്ചത്. അല്ലാഹു അഅലം. അപ്പോൾ ഏതായാലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചോദ്യം അഭൗതികമല്ല, അത് ഭൗതികമാണെന്ന രീതിയിൽ പറഞ്ഞു നിൽക്കുന്നു. അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് താങ്കൾ സാന്ദർഭികമായൊരു കാര്യം ഉണർത്തി. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്തുള്ള എല്ലാ മുശ്രിക്കും അവർ അവരുടെ മറ്റ് ബിംബങ്ങളെയൊക്കെ ആരാധിക്കുമ്പോഴും അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമ്പോഴും ആ വിഷയത്തിൽ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്ന രീതിയിൽ ഇമാം റാസിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു. മക്ക മുശ്രിക്കീങ്ങൾക്കും അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അതല്ല പറഞ്ഞു, അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, വേണമെങ്കിൽ പറഞ്ഞോളാം. പറഞ്ഞതല്ല,
പറഞ്ഞത് വഅലം അന്നഹു ലൈസ ഫിൽ ആലിമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാബിഹി ഫിൽ ഇൽമി വൽ ഹിക്മത്തി വൽ ഖുദ്റത്തി വൽ വുജൂദ് വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. അതാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന് ശരീക്കുണ്ട് എന്ന വിഷയത്തിൽ തർക്കമില്ലെന്നാ? അല്ല, അതല്ല. ഞാൻ വിശദീകരിച്ചു തരാം. നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അല്ല, അങ്ങനെയാണ് ആ കിതാബിന് കാണുന്നത്. അതായത് അള്ളാഹുവിനോട് അറിവിലും കഴിവിലും അസ്തിത്വത്തിലും അതേപോലെ ഹിക്മത്തിലും തുല്യനായ മറ്റൊരു പങ്കാളിയുണ്ട് എന്ന് ലോകത്ത് ഇന്നേ വരെ ഒരാളും വിശ്വസിച്ചിട്ടില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുന്ന ഈ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, അഥവാ സുന്നികൾ വിശ്വസിക്കുന്ന വിശ്വാസം. അള്ളാഹുവിന് വുജൂദ്, ഖിദം, ബക്കാ, മുഖാലഫത്ത്, ഇങ്ങനെ 20 സിഫത്ത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇതേ സിഫത്ത് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരാളെ ലോകത്തൊരു ഹിന്ദുവും ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ ആശയം അങ്ങനെ പോകുന്നത്? അതുമല്ല. അങ്ങനെ നിങ്ങളുടെ ആശയം പോകുന്നത് അല്ല. റാസി ഇമാം പറഞ്ഞ ഉദാഹരണം എനിക്കൊന്നിപ്പോൾ കാണണം. അതിനെ പറഞ്ഞു വഅലം അന്നഹു ലൈസ ഫിൽ ആലമി കിതാബുണ്ടോ? സൂറത്ത് ബഖറയിൽ. അല്ല, റാസി ഇമാമിന്റെ വിശദീകരണം. അതിനെ പറഞ്ഞു വഅലം അന്നഹു തഫ്സീർ ഒന്ന് കാണണോ? അതിനെ പറയുന്നത് തഫ്സീറായി പറയണത് കേൾക്കി. വഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാബിഹി ഫിൽ ഇൽമി വൽ ഹിക്മത്തി വൽ ഖുദ്റത്തി വൽ വുജൂദി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആന. ഇതായത്തല്ലേ? ഇത് തഫ്സീറല്ലേ? ആ തഫ്സീറാ കാണണമെന്ന് പറഞ്ഞു. കാണണമെന്നോ? കിതാബ് കൊണ്ടുവന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ പറഞ്ഞോളി, അപ്പൊ കാണിച്ചു തരാം. എങ്ങനെ കിതാബ് ഇല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പറഞ്ഞോളി. കിതാബ് ഉണ്ടോന്ന് സ്ഥിരപ്പെടുത്തണം. കിതാബിന് ശരി, നിങ്ങൾ കിതാബ് ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോളിന്ന്. തല്ലപ്പോ ആവശ്യമുള്ളൂ. എപ്പോൾ അന്വേഷിക്കണം? നിങ്ങൾ അന്വേഷിച്ചോളി, എപ്പോഴും അന്വേഷിച്ചോളി. നിങ്ങൾക്ക് ഇത് നെറ്റിന്റെ അപ്പടിച്ചപ്പ് കിട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അടിച്ചത് കിട്ടും. ഈ ഭാഗത്ത് അടിച്ചു നോക്കി, അപ്പൊ കിട്ടും. എന്നാൽ ഇമാം റാസി റളിയല്ലാഹു അടക്കം ലോകത്തുള്ള മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അടക്കം വിശ്വാസം മക്കാ മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞു. അന്നഹ തളുറു വതൻഫഉ വതശഫഉ ബിഗൈരി ഇദ്നില്ലാ വതശഫഉ ബിഗൈരി ഇദ്നില്ലാ. അല്ലാഹുവിന്റെ അനുമതി കൂടാതെ സഹായിക്കുമെന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അവർ അവരുടെ ബിംബങ്ങളെ ആരാധിച്ചപ്പോഴും അവർ ശിർക്ക് ചെയ്യുമ്പോഴും അവർ വിശ്വസിച്ചത് അന്നഹ തളുറു ഉപകാരം ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാക്കും, തൻഫഉ ഉപകാരം ചെയ്യും. ലാത്തയും അതുപോലുള്ള ബിംബങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു ഈ ബിംബങ്ങൾക്കൊക്കെ സ്വന്തമായി കഴിവുണ്ടെന്നാണ്. എത്രത്തോളം എന്ന് റാസി ഇമാം പറഞ്ഞു. ഇമാം റാസി തഫ്സീറാണ്. സ്വന്തമായി കഴിവുണ്ടായിരുന്ന ബിഗൈരില്ല, അള്ളാഹിന്റെ അനുമതി കൂടാതെ, അള്ളാഹിന്റെ സഹായം കൂടാതെ. അള്ളാഹിന്റെ അനുമതി കൂടാതെ കഴിവില്ലാതെ. അനുമതി എന്ന് പറഞ്ഞാൽ കഴിവല്ല. പിന്നെന്താ? അതാണ് അവിടെ പേടിച്ച് നിൽക്കി. ഞാൻ പറഞ്ഞിരുന്നോളി, ഞാൻ പറഞ്ഞുതരാം. വതിൽക സിഫാത്തുല്ലത്തി തഖയ്യലുഹാ ഫി അസ്നാമിഹിം. നിങ്ങൾ ഉദ്ധരിച്ച ഉദ്ധരണിയുടെ ആദ്യ ഭാഗം അതാണ്. വതിൽക സിഫാത്തുല്ലത്തി തഖയ്യലുഹാ ഫി അസ്നാമിഹിം അന്നഹാ തളുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇബാദത്ത്. വതിൽക സിഫാത്തുല്ലത്തി തഖയ്യലുഹാ ഫി അസ്നാമിഹിം. അവർ അവിടെ വിഗ്രഹങ്ങൾക്ക് ഉണ്ട് എന്ന് സങ്കല്പിച്ച വിശേഷണങ്ങൾ. അതെന്താ? അന്നഹാ തളുറു, ആ വിഗ്രഹങ്ങൾ ഉപദ്രവം ചെയ്യും. വതൻഫഉ, അവർ ഉപകാരവും ചെയ്യും. വതശ്ഫഉ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശയും ചെയ്യും. എങ്ങനെ ശുപാർശ ചെയ്യും? ബിഗൈരി ഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ ശുപാർശ ചെയ്യും. അനുമതി അവിടുക്ക, അനുമതി ശുപാർശയ്ക്കാണ്, ദുർറിലേക്കല്ല. അന്നഹാ തളുറു, അവർ ഉപദ്രവം ചെയ്യും. വതൻഫഉ, ഉപകാരം ചെയ്യും. വതശ്ഫഉ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശയും ചെയ്യും. ബിഗൈരി ഇദ്നിഹി, അള്ളാഹിൻ്റെ അനുവാദം കൂടാതെ. അപ്പോൾ ശുപാർശ ചെയ്യാൻ അനുവാദം കിട്ടേണ്ടതില്ല. അതാ പഠിച്ചോൻ ഗണ്ണിച്ചത്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ആരുണ്ട് ശുപാർശ ചെയ്യാൻ അള്ളാഹിൻ്റെ അനുമതി ഇല്ലാതെ? അതാ മക്കത്തെ മുസ്ലിം വിശ്വാസം. ഇവിടെ മക്കത്തെ മുസ്ലിം വിശ്വാസം അല്ലേ അർത്ഥം? നമ്മൾ സുലൈമാൻ നബി ഞങ്ങൾ വിടല്ലേ, നമുക്ക് അതാകെ പ്രതീക്ഷ ഉള്ളത്. സുലൈമാൻ നബി വന്നാൽ നമുക്ക് എല്ലാം ക്ലിയർ ആവും. നിങ്ങൾക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പോൾ മക്കത്തെ മുസ്ലിമിനെ വിശ്വസിക്കാൻ പോകല്ലേ? അപ്പോൾ നമ്മൾ വിഷയം ഇതാണല്ലോ. നിങ്ങൾ ഇത് ക്ലിയർ ആയെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടുത്തേക്ക് പോകാം. ഏതായിരുന്നാലും ഇവിടെ മക്കയിലെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പിഴച്ച വിശ്വാസമുണ്ട്, തർക്കമൊന്നുമില്ല. ഓല് ബിംബുണ്ടാക്കിയിട്ടുണ്ട്, ബിംബത്തിനെ ആരാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിനൊക്കെ അവർ ആരാധിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി, ഒരു ചെയ്ത് ശിർക്ക് തന്നെയാണ്. ഇവിടെ വിഷയതല്ല. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഉദ്ധരണി എന്തിനാ പറഞ്ഞത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ? അള്ളാഹുവിൽ നിന്നാണ് എല്ലാ സഹായവും എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരോട് തേടിയാലും ശിർക്കാവൂല എന്ന് പറഞ്ഞത്. അത് ശരിയല്ല എന്ന് പറയാനാ ഞാനിത് പറഞ്ഞത്. അല്ല, മക്കത്തെ മുസ്ലിക്ക് വിഷയം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാനിത് പറഞ്ഞത് അതിനാണ്. അള്ളാഹുവിനെപ്പോലെ അറിവുള്ള, അള്ളാഹുവിനെപ്പോലെ കഴിവുള്ള, അള്ളാഹുവിനെപ്പോലെ വുജൂദുള്ള, അള്ളാഹുവിനെപ്പോലെ ഹിക്മത്തുള്ള ഒരു ശരീക്ക്, ഒരു പങ്കുകാരൻ
റബ്ബിനുണ്ട് എന്ന് ലോകത്തൊരാളും വിശ്വസിച്ചിട്ടില്ല. വഹാദ മിമ്മാലം യൂജദ് ഇലൽ ആൻ, ഇന്നേ വരെ അത് ഉണ്ടായിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പം അള്ളാനെ പോലെ അറിവുണ്ട്, അള്ളാനെ പോലെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്ന് പറയാൻ വകുപ്പില്ല. അതിനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലോകത്താരും ശിർക്ക് ചെയ്തില്ല, പറഞ്ഞിട്ടില്ല. പോട്ടെ, വിഷയം അതല്ല. ഇവിടെ വിഷയം എന്താണ്? നിങ്ങൾ നമ്മൾ ഭൗതികങ്ങളെ വിഷയം എടുത്തത്. ജിന്നിൻ്റെ കഴിവ് ഭൗതികമാണോ അഭൗതികമാണോ ഈ ചോദ്യം ചോദിച്ചതിനാണല്ലോ. സുലൈമാൻ നബി ശിർക്ക് ചെയ്തോ, സുലൈമാൻ നബി അഭൗതികമായ സഹായം തേടിയില്ലേ, അതാണല്ലോ വിഷയം. അതാണ് നമുക്ക് ആദ്യം ക്ലിയർ ആക്കേണ്ടത്. അത് നിങ്ങൾ ക്ലിയർ ആയെങ്കിൽ അൽഹംദുലില്ലാ, നല്ല കാര്യം. നമ്മൾ നിങ്ങളെ ആക്ഷേപിക്കാൻ പറയല്ലോ കേട്ടോ, ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചോദ്യം തുടങ്ങിയ എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് അഭൗതികമായി സഹായം തേടിയ അമ്പിയാക്കളെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നാ. അതിനാണ് ഞാൻ എന്തു പറഞ്ഞത്? ഒരു നബിയും അങ്ങനെ തേടിയിട്ടില്ല, ഒരു നബിയും തേടിയിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് സുലൈമാൻ നബി സത്വസാൻ തേടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. സുലൈമാൻ നബി തേടിയ തേട്ടവും അഭൗതികമായ തേട്ടമല്ല. നേരെ മറിച്ച് സുലൈമാൻ നബിയുടെ മുമ്പിൽ മനുഷ്യർ മാത്രമല്ല, ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്, കാറ്റുണ്ട്, പക്ഷിയുണ്ട്, മൃഗമുണ്ട്. ഇതെല്ലാം സുലൈമാൻ നബി കീഴ്പ്പെടുത്തപ്പെട്ടവയാണ്. അതുകൊണ്ടും അവിടെയുള്ള മനുഷ്യന്മാരെ കഴിവല്ല അവിടുത്തെ ജിന്നിന്. ആ ജിന്നിൽ തന്നെ സാധാരണ ജിന്നിൻ്റെ കഴിവല്ല ജിന്നിൽപ്പെട്ട ഇഫ്രീത്തിന്. അതേപോലെ കാറ്റിന് മനുഷ്യൻ്റെ കഴിവല്ല, അവിടുത്തെ പക്ഷികൾക്ക് മനുഷ്യൻ്റെ കഴിവല്ല. ഓരോന്നിനും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ആ കഴിവുകളെയാണ് ഭൗതിക കഴിവ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത്. ഇപ്പം കാറ്റിന് കഴിവുണ്ട്. എങ്ങനെ? ഒരു മാസത്തെ ദൂരം പ്രഭാതത്തിൽ സഞ്ചരിക്കുന്നു, ഒരു മാസത്തെ ദൂരം പ്രദോഷത്തിലും സഞ്ചരിക്കുന്നു. അത് മനുഷ്യന് കഴിയില്ല. അത് മനുഷ്യനപ്പുറത്തുള്ള കഴിവ്, മനുഷ്യന് അതീതമായ കഴിവാണ്. അതുകൊണ്ട് കാറ്റിന് ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാവോ? ഇല്ല. അതേപോലെ മരംകൊത്തിയാണ് അവിടെ പോയിട്ട് വിവരം കൊണ്ടുവന്നത്. ഹുദ് മരംകൊത്തിയാണ് അവിടെ ചെന്ന് വിവരവുമായി വന്നത്. ഞാൻ അവിടെ ഒരു രാജ്ഞിയെയും കൗമിനെയും കണ്ടു സൂര്യനെ ആരാധിക്കുന്നവരായിട്ട്. അത് മരംകൊത്തിയ വിവരം കൊടുത്തത്. അപ്പോൾ ആ കഴിവ് മനുഷ്യനുണ്ടോ? അവിടെ പോയി വിവരം കിട്ടി പാറി വന്ന് കൊടുക്കാൻ മനുഷ്യന് കഴിയോ? ഇല്ല. അത് അഭൗതിക കഴിവാണോ? അല്ല. അത് മരംകൊത്തിയുടെ വ്യവസ്ഥയാണ്, മരംകൊത്തിക്കുള്ള കഴിവാണ്. എന്നതുപോലെ ഇഫ്രീത്തും മിനൽ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാം. അപ്പം ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നോ? ഇല്ല. ജിന്നിന്, ആ ഇഫ്രീത്തിന് അങ്ങനെ കഴിവുണ്ട്. ഉച്ചയാകുമ്പോഴേക്ക് സഭയിൽ ചെന്ന് സിംഹാസനം പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ ആ ഇഫ്രീത്തിന് കഴിയും എന്നൊരാൾ വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. എന്നാൽ മുഹീദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് വിശ്വസിച്ചാലോ? ശിർക്കാണ്. അവിടെ വ്യത്യാസപ്പെടുന്നത്. ഞാൻ പറഞ്ഞു ഇരുന്നോടെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവിടെ മുഹീദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഇനി ആ ഇഫ്രീത്ത് മരിച്ചു വിചാരിക്കുക. ആ ഇഫ്രീത്ത് സുലൈമാൻ നബിയുടെ കാലത്തല്ലേ, ഒരിക്കൽ എത്ര ആയുസ് നമുക്ക് അറിയില്ല. ആ ഇഫ്രീത്ത് മരിച്ചു പോയി വിചാരിക്കുക. ആ മരിച്ചു പോയാലും ആ ഇഫ്രീത്തിന് ഇപ്പോഴും വേണമെങ്കിൽ അവിടെ പോയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിച്ചാലോ? ശിർക്ക് വന്നു. ആ മരിച്ച ഇഫ്രീത്തിന് കഴിയുന്ന വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. എന്നാൽ അന്ന് സുലൈമാൻ നബിയുടെ മുമ്പിലുള്ള ഇഫ്രീത്ത് അപ്പറഞ്ഞ കാര്യം ഉച്ചയാവുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ കാര്യം വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. എന്തുകൊണ്ട്? വഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനതിൽ കഴിവുള്ളവനാണ്. എന്നാ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാൻ പറ്റുമോ? ഇല്ല. മുഹീദ്ദീൻ ശൈഖ് കറാമത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. കറാമത്ത് ഉണ്ടെങ്കിൽ പോലും മുഹീദ്ദീൻ ശൈഖിനെ കഴിവല്ല. അതുകൊണ്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ അവർ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്. കുപ്പിക്കുള്ളിൽ വസ്തു കാണും പോലെ മുഹീദ്ദീൻ ശൈഖ് കൽബ് കാണും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശിർക്കാണ്. എന്നാൽ രക്തം സഞ്ചരിക്കുന്നത് പിശാച് സഞ്ചരിക്കും എന്ന് വിശ്വസിച്ചാലോ? അത് ശിർക്കല്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് മക്കത്തെ മുസ്ലിക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് പോകാം. ഈ വിഷയത്തിൽ താങ്കൾക്ക് തൃപ്തമായോ? അതല്ല കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇനി അതല്ല അത് കൂടുതൽ പഠിക്കണം എന്നൊക്കെ തൽക്കാലം മാറ്റിവെച്ച് മറ്റു ഭാഗത്തേക്ക് പോവുകയാണോ? എങ്കിൽ നമുക്ക് വിരോധമില്ല. അങ്ങനെ വിഷയം മാറുകയാണെങ്കിൽ പിറകുള്ള ആളുകളോട് കൂടി സമ്മതം ചോദിച്ച് അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഫൈസൽ മൗലവിയുടെ മറുപടി: ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഫ്രീത്തിനെ മാത്രം ഫോളോ ചെയ്തല്ല ചോദിച്ചത്. നിങ്ങളിപ്പം ഇന്നഹു ലഖവീൻ ആ ആയത്തിൽ കിടന്നിട്ട് മനുഷ്യർക്കില്ലാത്ത കഴിവ് മലക്കുകൾക്കല്ല കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? അതെ. അതുപോലെ തന്നെ ജിന്നുകൾക്ക് മറ്റൊരു കഴിവുണ്ട്. മനുഷ്യരിൽ തന്നെ വ്യത്യസ്ത മനുഷ്യരുണ്ട്. നമ്മുടെ ചർച്ച അതല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളെ ഫോളോ ചെയ്തിട്ടല്ല ചോദിച്ചത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ സാധാരണ അത് മനുഷ്യനോടല്ലേ ചോദിച്ചത്? അല്ല, മനുഷ്യരോട് മാത്രം അല്ല ജിന്നിനോട് മാത്രമല്ല, എല്ലാവരും. ഞാൻ പറയട്ടെ, നമ്മുടെ ചർച്ച ഇപ്പം ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യനാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിനാണ് നമ്മൾ അസാധാരണം എന്ന് പറയാറുള്ളത്, അല്ലേ? അല്ല, അതായിക്കോളുന്നില്ല.
അതായിക്കൊള്ളുന്നില്ല, ആകാൻ സാധ്യതയില്ലേ? അതാണ് ഇപ്പം എങ്ങനെ വേർതിരിക്കുക? എന്താണ് ശിർക്കും തൗഹീദും വേർതിരിഞ്ഞിട്ട് അതല്ല മാനദണ്ഡം. ശിർക്കും തൗഹീദും അടിസ്ഥാനം ഞാൻ പറഞ്ഞു, അതല്ല വിഷയം. എൻ്റെ ചോദ്യം സാധാരണം അസാധാരണം, ഇവിടെ അസാധാരണമല്ല എന്ന് നിങ്ങൾ പറയാൻ അതിനുവേണ്ടി കുറേ വാദങ്ങൾ പറയുന്നു, ഞാനത് അസാധാരണമാണെന്ന് പറയുന്നു. അപ്പോഴാണ് എൻ്റെ ചോദ്യം, സാധാരണം അസാധാരണം എന്ന് നമ്മൾ പറയുന്നത് മനുഷ്യ കഴിവിനതീതം, മനുഷ്യ കഴിവിനപ്പുറം, സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത് അതിനപ്പുറത്തുള്ളതാണ് സാധാരണം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം ഇവിടെ ഇഫ്രീത്തിനോട് മാത്രം ഫോളോ ചെയ്തിട്ടല്ല ചോദിച്ചത്, സദസ്സിനോടാണ്. സദസ്സിൽ മനുഷ്യരുണ്ട്, ജിന്നുണ്ട്, മറ്റു പലരുമുണ്ട്. സുലൈമാൻ നബിക്ക് ഒരുപാട് പേരെ സ്വാധീനിച്ചുള്ള കൊടുത്തിട്ടുണ്ട്. ഇവിടെ സുലൈമാൻ നബി അസാധാരണമായ, സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അത്ഭുതകരമായ, കാര്യകാരണങ്ങൾക്ക് അതീതമായ ഒരു സംഭവം തന്നെയാണ് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത്. ഇതാണ് ചോദിച്ചത്. ഇത് സദസ്സിനോടാണ് ചോദിച്ചത്. അവിടെ ജിന്നുണ്ട്, മനുഷ്യരുണ്ട്. ഇഫ്രീത്ത് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ആസഫിന് ബർഹിയ പറഞ്ഞത്, അദ്ദേഹം കൊണ്ടുവന്നത് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് ഇപ്പുറമാണ്. സുഹൃത്ത്, ഇതിലേ പറഞ്ഞത് തന്നെയല്ലേ അസാധാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് കഴിയാത്തത്. അത് ആരാ അസാധാരണം? മനുഷ്യൻ്റെ അസാധാരണം. മനുഷ്യന്മാർ മാത്രമുള്ള സദസ്സിനോടാണ് ചോദ്യമെങ്കിൽ അത് മനുഷ്യന് കഴിയാത്തല്ലേ വേണേൽ ചോദിക്കാം. ഇനി മനുഷ്യന്മാർ മാത്രമല്ല സദസ്സിൽ, താങ്കളും പറഞ്ഞല്ലോ, അതാണ് അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി. ആ സമൂഹത്തോട് മൊത്തത്തിലാണ് ചോദിക്കുന്നത്. അയ്യുക്കും യഅ്തി, നിങ്ങളിൽ ആരാണ് കൊണ്ടുവരിക? അപ്പോൾ ആ സദസ്സിൽ ആർക്കും പറ്റും പറയാൻ. അവിടുത്തെ മനുഷ്യർക്ക് പറ്റുമോ? അപ്പോൾ ഒറ്റെങ്കിലും പറയും, പക്ഷെ മനുഷ്യർക്ക് പറ്റൂല, അവരാരും പറഞ്ഞില്ല. അവിടെ വേറെ കുറേ ജിന്നുകളുണ്ട്, ആ ജിന്നാക്കും കഴിയില്ല, അവിടെ അവരും പറഞ്ഞില്ല. അതിൽപ്പെട്ട മല്ലൻ അവന് കഴിയും, അപ്പോൾ പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്കും എത്തിക്കാം. അത് പോരാ, അതിന് മുമ്പേ വേണം, പിന്നെ മറുപടി ഇല്ല, അപ്പോൾ ആർക്കും കഴിയില്ല. എന്നാൽ ശരി, ഒന്നുകിൽ മുഴുജത്ത് അല്ലെങ്കിൽ കറാമത്ത്, അപ്പോൾ അഭൗതികാണ്. പക്ഷെ സുലൈമാൻ നബിയുടെ കഴിവല്ല. സുലൈമാൻ നബിയുടെ മുഴുജത്തായിട്ട് റബ്ബർ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കണ്ണ് ചെമ്മി തുറക്കും മുമ്പ്, എങ്കിൽ അത് അഭൗതികമാണ്. പക്ഷെ സുലൈമാൻ നബിയുടെ കഴിവല്ല. ഇനി ആസഫാണെങ്കിൽ ആസഫ് വുളൂ ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, ഷാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു, ദുആ ചെയ്തു. ആ പ്രാർത്ഥന അടക്കം തഫ്സീർ ഇബ്നു കസീറിലുണ്ട്. അപ്പം കറാമത്താണ്, ദുആക്കുള്ള ഇജാബത്താണ്, ആസഫിൻ്റെ കഴിവല്ല. അതാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഇഫ്രീത്ത് പറഞ്ഞു എന്ന് പറയുന്നു, മറ്റാരും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞു. അത് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞത് ഇഫ്രീത്ത് പറഞ്ഞു, മറ്റാരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. മറ്റുള്ള ആസഫിന് പറയുക പറഞ്ഞു, ഞാൻ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് ഇപ്പം കൊണ്ടുവരാം. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ താഴെ തോന്നിയില്ലേ, കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ പറഞ്ഞു, അന ആതീക ബിഹി, ഞാനത് കൊണ്ടുതരാം, ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, കണ്ണു ചെമ്മി തുറക്കും മുമ്പ്. ശരി, അത് ആരാണ് ആ ആള്? പിന്നെ നോക്കേണ്ടതാണല്ലോ. കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വ്യത്യസ്ത വ്യാഖ്യാനമുണ്ട്. ഒന്ന് സുലൈമാൻ നബി തന്നെ. എന്തുകൊണ്ട്? ഒരു നബി ജീവിച്ചിരിപ്പുള്ള ഒരു സദസ്സിൽ കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം ആ നബി തന്നെയായിരിക്കും. കാരണം ആ നബി പഠിപ്പിച്ചു കൊടുത്ത ഇൽമേ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു പ്രവാചകനും അല്ലാത്തവരും ഒന്നിച്ചുള്ള സദസ്സിൽ കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം സുലൈമാൻ നബി. ഇത് എൻ്റെ ന്യായമല്ല, റാസി പറഞ്ഞ ന്യായമാണ്. നേരത്തെ പറഞ്ഞല്ലോ, വഹാദൽ ഖൗലു അഖ്റബു ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ ഈ അഭിപ്രായമാണ് ശരി. അതിൽ ഒരു കാരണം റാസി പറഞ്ഞതാണ്, ഇൽമും മിന കിതാബ് എന്ന് പറഞ്ഞാൽ അത് നബി ഉണ്ടാകുമ്പോൾ നബി തന്നെയാണ്, അല്ലാത്തവർക്ക് നബിയിൽ നിന്ന് കിട്ടിയ ഇൽമേ അവർക്ക് ഉണ്ടാവുള്ളൂ. 2, അത് കണ്ടപ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് പറയുന്നു സുലൈമാൻ നബി. അപ്പോൾ സുലൈമാൻ നബി തന്നെയാണ് ആ മുഴുജത്ത് പ്രകടമായത് എന്ന് അതിൽ തെളിവാണ്. ഇങ്ങനെ തുടങ്ങി 5 ന്യായം റാസിനെത്തുന്നു. ഇനി സുലൈമാൻ നബി അല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം ആസഫ് ബിൻ ബർഖിയ, റാസി തന്നെ ഉണ്ട് അഭിപ്രായമുണ്ട്, ഇബ്നു കസീർ അഭിപ്രായമുണ്ട്, ഒട്ടുമിക്ക തഫ്സീർ അഭിപ്രായമുണ്ട്. ആസഫാണെങ്കിൽ എന്ത് ചെയ്തു? ആസഫ് എന്തു പറഞ്ഞില്ല? ഞാനതിന് കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ടില്ല. ഇഫ്രീത്ത് പറഞ്ഞപ്പോഴോ ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞു. ആസഫിന് കറാമത്തുണ്ടെന്ന് വന്നാൽ പോലും ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞു കറാമത്ത് അവരെ കഴിവല്ല. പിന്നെ എന്താ ചെയ്തത്? അദ്ദേഹം വുളൂ ചെയ്യുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഷാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, എന്നൊരു ദുആ ചെയ്യുന്നു. ആ ദുആക്ക് ഉത്തരമായി റബ്ബ് അത് എത്തിച്ചു കൊടുക്കുന്നു. അല്ലാതെ അത് എൻ്റെ കഴിവാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇഫ്രീത്ത് എന്ത് പറഞ്ഞു? ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു. അതാണ് വ്യത്യാസം. അപ്പോൾ പിന്നെ അസാധാരണം എന്ന് പറഞ്ഞത് സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ എല്ലാവരുമുണ്ട്.
അവിടെ മനുഷ്യൻ്റെ സാധാരണം വെച്ചിട്ട് അവിടുത്തെ അസാധാരണം അളക്കാൻ പറ്റൂല. അവിടെ അസാധാരണം എന്ന് പറയുമ്പോൾ ആ സദസ്സിൽ കൂടിയ എല്ലാവരുടെയും കഴിവിനപ്പുറത്താണ്. അപ്പോൾ ആ സദസ്സിൽ കൂടിയക്ക് എന്താ കഴിയുക അതവർ പറഞ്ഞു. അതിനപ്പുറം വേണം, അത് കണ്ണ് ചെമ്മിത്രക്കുമ്പോൾ എത്തിക്കാം. അത് കഴിവാന്ന് പറഞ്ഞോ? ഇല്ല, അത് കഴിവല്ല. അത് ദുആ ചെയ്ത് ദുആയുടെ ഉത്തരമായി അതവിടെ എത്തിയതാണ്. അതുകൊണ്ടാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കാം. ഇഫ്രീത്ത് അത് പറയുമ്പോൾ സുലൈമാൻ നബി സമ്മതിച്ചു വിചാരിക്കാം, ശരി ഉച്ചയാകുമ്പോഴേക്ക് മതി, നീ കൊണ്ടുപോവാ എന്ന് പറഞ്ഞവൻ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാ, ആൾ ഉഷാറാണല്ലോ, ഞാൻ അത്ര പ്രതീക്ഷയില്ല എന്നല്ലേ പറയാം. കാരണം അത് അവൻ്റെ കഴിവാണ്, അതാണ് കഴിവ്. അപ്പോൾ അവിടെ അഭൗതികം എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. ഏതായിരുന്നാലും അഭൗതികമായി റബ്ബല്ലാത്ത തേടാൻ ഇത് തെളിവല്ല. അതിനാണ് അതൊക്കെ കൊണ്ടുവരുന്നത്. അഭൗതികമായി റബ്ബല്ലാത്തോട് തേടാൻ ഇത് തെളിവല്ല. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടില്ല, ലോകത്ത് ഒരു നബിയും തേടിയിട്ടില്ല, ഒരു അഹ്ലുസുന്നയുടെ ഇമാമും അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അഭൗതികമായ തേട്ടം എന്നാൽ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. കാരണം അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യർക്കുമില്ല, അമ്പിയാവിനുമില്ല, ഔലിയാവിനുമില്ല, ശുഹദാവിനുമില്ല, സ്വാലിഹുകൾക്കുമില്ല, കല്ലിനുമില്ല, മരത്തിനുമില്ല, ഒന്നിനുമില്ല. ഉണ്ട് എന്ന് എപ്പോൾ വിശ്വസിച്ചോ അവിടെ ഖുദ്റത്ത് എന്ന വിശേഷണത്തിൽ പങ്കുചേർത്തു. ഒരു കല്ലിന് അഭൗതിക കഴിവുണ്ട് എന്നൊരുത്തം വിശ്വസിച്ചാൽ ആ കല്ലിനെ റബ്ബിൻ്റെ ഖുദ്റത്ത് എന്ന വിശേഷത്തിൽ പങ്കുചേർത്തു. ഒരു നബിക്ക്, ഒരു വലിയന്, ഒരു മഹാന്, ഒരു മലക്കിന്, ഒരു ജിന്നിന് അഭൗതികമായ കഴിവുണ്ട് എന്ന് എപ്പോൾ വിശ്വസിച്ചുവോ അവിടെ ഖുദ്റത്ത് എന്ന അള്ളാൻ്റെ വിശേഷണം അവർക്ക് വകച്ചു കൊടുത്തു. അവൻ തേടണമെന്നില്ല, തേടിയാൽ രണ്ടാമത്തെ ശിർക്ക്, തേടിയിട്ടില്ലെങ്കിൽ തന്നെ ആ വിശ്വാസം ശിർക്ക്. അതുകൊണ്ടാണ് ആ വിശ്വാസപ്രകാരമാണോ തേട്ടം എങ്കിൽ പ്രാർത്ഥന ശിർക്ക്, ആ വിശ്വാസമൊന്നുമില്ല എങ്കിലോ അത് ശിർക്ക് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവിടെയാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് സൂചിപ്പിച്ച് ഇനി വാർത്ത കൊടുക്കുക. ഇത്രയും സമയമായില്ലേ. എൻ്റെ പേര് സലീം, ഈ വടുതല സ്വദേശി തന്നെ. ഫൈസൽ മുസ്ലിയാരുടെ വിഷയാവതരണം അവസാന ഭാഗം കേട്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം, അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ വഫാത്തിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്നെ ശിർക്കാണ് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അത് നേരത്തെ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വരെ കല്യാണം കഴിക്കുകയും അങ്ങനെ വരാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മണിയറയിൽ വന്നിരിക്കുകയില്ല എന്ന് പറഞ്ഞതാണ്. ഈ സി പിയുടെ ഒരു ക്ലിപ്പിംഗ് കാണിച്ച് സി പി ഇങ്ങനെ കണ്ണേറുള്ള ആൾക്കാരെ കൊണ്ട് നിർത്തിയ പോരെ തേങ്ങ ഇടാനൊന്നും സി പി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിനെ ആക്ഷേപിക്കുകയും ചെയ്തു. അതിരിക്കട്ടെ. ഞാനൊരു 2001 കാലഘട്ടത്തിൽ ശബാബ് സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. അന്ന് ശബാബിൽ വന്നൊരു ലേഖനം, അന്ന് മുജാഹിദ് 6 ആയിട്ടില്ല, ഫൈസൽ മുസ്ലിയാരൊന്നും ഉണ്ടോയെന്നറിയില്ല മുജാഹിദിൽ, എന്നാലും ബാക്കി എല്ലാവരും ഒന്നിരിക്കുന്ന സമയമാണ്. ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ വഫാത്തിൻ്റെ ഒരു സമയം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ അവിടുത്തെ അന്നത്തെ IS വിപ്ലവകാരികൾ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ സമീപത്തേക്ക് നായില റളിയല്ലാഹു അൻഹ കടന്നു പോവുകയാണ്. നായില റളിയല്ലാഹു അൻഹക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ നോമ്പാണ്. മഹാനവറുകൾക്ക് നോമ്പ് തുറക്കാനുള്ള അവസരം ഈ വിപ്ലവകാരികൾ നൽകിയില്ല. നായില റളിയല്ലാഹു അൻഹയെ നോമ്പ് തുറക്കുന്ന സമയത്ത് വിപ്ലവകാരികൾ അങ്ങോട്ട് കടത്തിവിട്ടില്ല. മഹദി അവറുകൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മഹദി അവറുകൾ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഈ മേൽപ്പടി തടങ്കലിൽ വെച്ചിരിക്കുന്ന വീടിൻ്റെ പിറകുവശത്തു കൂടി മഹാൻ്റെ സമീപത്ത് വരികയും മഹാനോട് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കൊടുക്കുകയും ചെയ്തു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ നോമ്പ് തുറന്നു നായില. അപ്പോൾ മഹദിയായ നായില റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങ് എങ്ങനെ തുറന്നു? അപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഈ വീടിൻ്റെ മുകളിൽ നിന്ന് എത്തി നോക്കി. അള്ളാഹുവിൻ്റെ റസൂല് 18 വർഷം മുമ്പ് വഫാത്തായിപ്പോയ റസൂലുള്ള ഒരു പാത്രം വെള്ളവുമായിട്ട് ഈ വീടിൻ്റെ മുകളിൽ നിന്ന് എന്നിലേക്ക് എത്തി നോക്കി. ഞാൻ വെള്ളം കുടിച്ചു, നോമ്പ് തുറന്നു നായില എന്ന് പറഞ്ഞു. ഇത് പി മുഹമ്മദ് കുട്ടശ്ശേരിയാണ് എഴുതിയെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഹയാത്തിലുണ്ട്. അദ്ദേഹം ശിർക്കൻ വിശ്വാസക്കാരനാണോ? അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ ഹാഫിദ് ഇബ്നു കസീറിൻ്റെ അൽ ബിദായത്ത് വൻ നിഹായ നോക്കിയാണ് ഞാൻ എഴുതിയതെന്ന് പറഞ്ഞു. അന്നേരം ഇബ്നു കസീർ ഇതിൽ കുറ്റവാളിയാണോ, ശിർക്ക് പ്രചരിപ്പിച്ച വ്യക്തിയാണോ? ഇതിൻ്റെ ഇബ്നു കസീറിൻ്റെ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ പറയുന്നു, വകദാലിക സുആലു ബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിഗൈരിഹി ഹാജതുഹു ഫത്ഖുല്ലാ ബിഹി ഖദ് വഖഅ കസീറാ. അള്ളാഹുവിൻ്റെ റസൂലിനോടോ അതുപോലെ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ധാരാളം സഹായം ചോദിച്ചതായിട്ട് തെളിവുകളുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ആ ഇബാറത്ത് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടതാണ് വായിച്ചോളൂ. ശരി, ഇബ്നു കസീറും തെറ്റുപറ്റിയിട്ടില്ല,
പി മുഹമ്മദ് കുട്ടശ്ശേരിക്കും തെറ്റുപറ്റിയിട്ടില്ല, ഷബാബിലും തെറ്റുപറ്റിയിട്ടില്ല. ഷബാബിൽ ആ ലേഖനം വന്നപ്പോൾ അന്ന് അതിലെ ഒരു ഭാഗം വിട്ടുപോയി. നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ. അവിടെ ആ ഷബാബ് വന്നിട്ട് തൊട്ടടുത്ത ഷബാബിൽ മറ്റൊരു ലേഖനം വന്നിരുന്നു. EKM പന്നൂരാണ് അന്നത് എഴുതിയത്. ഈ ലേഖനം വന്ന തൊട്ടടുത്ത ആഴ്ചയിൽ EKM പന്നൂർ മറ്റൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഉസ്താദിൻ്റെ കയ്യിൽ ഷബാബ് എന്നായിരുന്നു. ഉസ്താദിൻ്റെ കയ്യിൽ ഷബാബ്. അദ്ദേഹം ഒരു സങ്കല്പ കഥ എഴുതിയ പള്ളിയിലെ ഉസ്താദ് ഷബാബും വെച്ച് വരിക. അപ്പോൾ ശിഷ്യ ചോദിക്കുക, അല്ല ഉസ്താദ് എന്താ വഹാബികളെ മാസിക കയ്യിൽ? എടാ ഇതിലൊരു മുതലുണ്ട്, ഇപ്പം മിണ്ടണ്ട, 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരും. ഇപ്പം പറഞ്ഞാൽ എന്താ? ഇപ്പം പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ ഷബാബുണ്ട്, അവർ എടുത്തു നോക്കും. അപ്പം ഇപ്പം പറയേണ്ട, 5 വർഷം കഴിഞ്ഞാൽ നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ എന്താ ഉസ്താദേ? അപ്പോൾ ഈ സംഭവം എടുക്കുന്നു. ഇങ്ങനെ ഒരു ലേഖനം തൊട്ടടുത്ത ലക്കത്തിൽ വന്നു. അപ്പോൾ അവിടെ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകരെ സ്വപ്നം കണ്ടു എന്നതാണ് ഇബ്നു കസീർ ഉദ്ധരിച്ചത്. അൽ ബിദായത്തു വന്നിഹായയിൽ സ്വപ്നം കണ്ടു, സ്വപ്നത്തിലാണ് ആ വിഷയം. അവിടെ നബി തങ്ങൾ പറഞ്ഞു, അൻത തുഫ്തിറു ഇൻദനാ, നിനക്ക് ഞങ്ങളടുത്ത് നാളെ നോമ്പ് തുറക്കാം എന്നാണ്. പിറ്റേന്നാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത് സ്വപ്നം കണ്ടു എന്നാണ്. അപ്പോൾ സ്വപ്നം കണ്ടു എന്ന ഭാഗം ആ ലേഖനത്തിൽ വന്നില്ല. അതാണ് ഉസ്താദ് വല്ല നേട്ടമായി കണ്ടതായി അന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പന്നൂർ എഴുതിയത്. എന്നിട്ടാണ് പിന്നൊരു ലക്കത്തിൽ അത് പ്രത്യേകം എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ആ സംഭവം, ഇന്ന ഭാഗം വിട്ടുപോയിട്ടുണ്ട് എന്ന് പ്രത്യേകമായി എടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് വിഷയം. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഓടുമ്പുറത്ത് വന്നിട്ട് ഓടെടുത്ത് വെള്ളമിറക്കി കൊടുത്തു എന്നൊന്നുമല്ല. അങ്ങനെയാണ് റസൂലാക്കി നയിക്കുന്നതിന് വന്നത്. എന്തിനാ അപ്പോൾ ഉസ്മാൻ അഫ്ഫാൻ്റെ വീട്ടിലേക്ക് മേലെ കൂടി വരുന്നത്? അങ്ങനത്തെ ഒന്നുമില്ല. അത് സ്വപ്നം കണ്ടതാണ്. അത് വിഷയമുണ്ട്. ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിലുണ്ട്. അപ്പം അങ്ങനെ സ്വപ്നം കണ്ടു, നബി അങ്ങനെ സ്വപ്നത്തിൽ കാണും, നബി വെള്ളം തന്നു എങ്കിൽ സ്വപ്നം കാണാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റും. ഒരാൾ സ്വപ്നം കണ്ടു വിചാരിക്കുക, സ്വപ്നം കാണാൻ പറ്റൂല എന്നിങ്ങനെ പറയാം? അത്രേ അതിലുള്ളൂ. സ്വപ്നം കണ്ടു എന്നേ ഉള്ളൂ. സ്വപ്നത്തിൽ വെള്ളം തന്നു, ഓക്കെ, നമുക്ക് വാങ്ങാം, നമുക്ക് കുടിക്കാം, അത്രേ അതിലുള്ളൂ. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഇനി ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ഉദ്ധരണി ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിലാണതുള്ളത്. പല ആളുകളും ഖബറിങ്ങളിൽ പോയി തേടിയിട്ട് അവർക്ക് ഉത്തരം കിട്ടിയതായി പല സംഭവങ്ങളും പറയുന്നു. ഇതിന് ശേഷം അദ്ദേഹം പറഞ്ഞെന്താണ്, അതുകൊണ്ടൊന്നും ആ ഇസ്തിഗാഥ ശരിയാന്ന് പറയാൻ പറ്റൂല എന്നാ. അതാ പിന്നെ പറയണത്. ഒരാളുടെ പോയി, നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ചെന്നൈ അബൂബക്കർ ഹാജി പണ്ട് ഗുരുവായൂർ പോയി തുലാഭാരം നടത്തി, അയാൾക്ക് മക്കളുണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായി സന്താനമില്ല. പല സിദ്ധന്മാരെയും തങ്ങന്മാരും ഒക്കെ പോയി കണ്ടു, ഒരു പ്രയോജനമില്ല. അവസാനം അദ്ദേഹത്തെ അയൽവാസി പറഞ്ഞു, നിങ്ങൾ ഗുരുവായൂർ വരി, ഒന്ന് തുലാഭാരം നടത്തിയാൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവും. അപ്പം അദ്ദേഹം ഒന്ന് ശങ്കിച്ചു, അവിടെ പോകാൻ പറ്റുമോ? ഏതായാലും പോയി. അദ്ദേഹം തുലാഭാരം നടത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി. പത്രങ്ങൾക്ക് വലിയ ന്യൂസായി വന്നു. അന്ന് സമസ്ത പറഞ്ഞു അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയിയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഞാൻ ജാളത്തിലൊക്കെ പോയി, എവിടെയൊക്കെ പോയി പറഞ്ഞു, അതൊന്നുമില്ല, ഇവിടെ പോയി പറഞ്ഞപ്പോൾ ഇത് മാത്രം ശിർക്ക് എങ്ങനെ എന്ന് അദ്ദേഹം ചോദിച്ചതെന്ന് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇനി കിട്ടില്ലെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇബ്നു തൈമിയ്യ ശേഷം വിശദീകരിക്കുന്ന ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ എന്തുകൊണ്ടാണ് കിട്ടുന്നത്? അദ്ദേഹം 2-3 വജഹുകൾ പറഞ്ഞു. ഒന്നുകിൽ വഖദ് യകൂനു സബബുഹു ഇൽത്തിറാറുദ്ദാഇ, ഒരു പക്ഷേ പ്രാർത്ഥിച്ചവൻ്റെ ഇൽത്തിറാറായിരിക്കാം കാരണം. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅഅഹു വയക്ഷിഫു സൂഅ എന്ന ആയത്തു പ്രകാരം ദുരിതത്തിലകപ്പെട്ട ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല ഉത്തരം ചെയ്യും. അപ്പോൾ ഇവൻ പ്രയാസത്തിലകപ്പെട്ടവൻ അവിടെ പോയി തേടിയപ്പോൾ പഠിച്ചോ ഉത്തരം കൊടുത്തതാ, ഖബറിന് ഉത്തരം കിട്ടിയതല്ല. അതല്ലെങ്കിൽ ഒരു പക്ഷെ അവന് പരീക്ഷണമായിരിക്കാം. അവൻ അവിടെ പോയി തേടുമ്പോൾ റബ്ബ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നോക്കട്ടെ അവന് ഇവിടുന്ന് കിട്ടിയെന്നാണോ വിശ്വസിക്കുന്നത് അതോ പഠിച്ചവനിലേക്കാണോ വിശ്വാസം പോകണത് എന്ന ടെസ്റ്റുമാവാം. വഖദ് യകൂനു ലഹു അസ്ബാബുൻ ഉഖ്റ, മറ്റു ചില കാരണങ്ങളും ഉണ്ടാവാം. വഖദ് ഖാല തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലൻ നുമിദ്ദു ഹഉലായി വഹഉലായി മിൻ അതാഇ റബ്ബിക് വമാ കാന അതാഉ റബ്ബിക മഹ്ളൂറ എന്ന ആയത്ത് കൂടി എടുത്ത് കൊടുത്തിട്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ആ ഭാഗം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി തേടി അവിടെ ഉത്തരം കിട്ടി, അവിടെ രോഗം സുഖപ്പെട്ടു, ഒരു ആവശ്യം നിറവേറി എന്നതുകൊണ്ട് അക്കാര്യം ശരിയാണ് എന്നതിന് അത് പ്രമാണമല്ല എന്ന് പഠിപ്പിച്ച ആളാണ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള. ഇനി തിരിച്ചമ്മ ആലോചിച്ച് നോക്കുക, ഒരുത്തന് പോക്കറ്റ് അടിച്ചു, ആ കാശും കൊണ്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. നമ്മൾ പറഞ്ഞു എടാ പോക്കറ്റ് അടിക്കാൻ പാടില്ല. ഓൻ പറയാ എന്താ പോക്കറ്റ് അടിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ വിശപ്പ് മാറിയല്ലോ. വിശപ്പ് മാറിയോ, എന്നാൽ കുഴപ്പമില്ല എന്ന് പറയോ? അപ്പോൾ വിശപ്പ് മാറിയോ ഇല്ല എന്നുള്ളതല്ല, ഓൻ ചെയ്ത പണി ശരിയാണോ എന്നതാണ്. ഒരുത്തം കല്യാണം കഴിഞ്ഞു 25 കൊല്ലമായി, കുട്ടികളൊന്നുമില്ല. അവസാനം അയൽപ്പക്കത്തെ പെണ്ണിൻ്റെ കൂടെ പോയി, അതിൽ കുട്ടി ഉണ്ടായി. അപ്പം പറയാം എടാ ചെയ്യാൻ പാടില്ല, വ്യഭിചാരല്ലേ. അവൻ പറയാം അല്ല എനിക്ക് കുട്ടി ഉണ്ടായല്ലോ, എന്നാ പ്രശ്നമില്ല എന്ന് പറയോ? അപ്പം കാര്യം നിറവേറി എന്നതല്ല ഒരു കാര്യം ശരിയോ തെറ്റോ എന്നതിൻ്റെ മാനദണ്ഡം. കാര്യം ഒരുപക്ഷെ നിറവേറിയേക്കാം, ചിലപ്പോൾ പൈശാചിക സഹായമായേക്കാം,
ചിലപ്പോൾ റബ്ബിൻ്റെ പരീക്ഷണമായേക്കാം, ചിലപ്പോൾ അവൻ്റെ ഖദർ സാന്ദർഭികമായി ഒത്തുവന്നതായിരിക്കാം. റബ്ബ് നിശ്ചയിച്ചത് കുട്ടി ഉണ്ടാവാൻ ആ സമയം, അതേ സമയത്തായിപ്പോയി യാദൃച്ഛികമായി അവൻ അവിടെ പോയി പറഞ്ഞത്. ആ പോയതുകൊണ്ടല്ല കിട്ടിയത്, അല്ല തീരുമാനിച്ച സമയമായപ്പോൾ കിട്ടിയതാണ്. ഞങ്ങളൊക്കെ നാട്ടിൽ പറയും ചക്ക ഇട്ടപ്പോൾ മുയൽ കിട്ടിയത്. അത് വിചാരിച്ച് പിന്നെ മറ്റൊരുത്തം പോയി ചക്ക ഇട്ടാൽ കിട്ടിക്കൊള്ളുന്നില്ല. അത് ഒരുത്തൻ ചക്ക ഇട്ടപ്പോൾ അറിയാതെ മുയലിൻ്റെ പുറത്ത് വീണുപോയി, അങ്ങനെ മുയലിനെ കിട്ടി എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറഞ്ഞത്. അപ്പോൾ ഏതായിരുന്നാലും ആ പറഞ്ഞ ഇബ്നു തൈമിയ്യയോ ആ പറഞ്ഞ ഇബ്നു കസീറോ അത് എടുത്തുദ്ധരിച്ച ശബാബോ റബ്ബല്ലാത്തവരോട് തേടാൻ തെളിവായിട്ടല്ല അതൊന്നും പറഞ്ഞത്. ഇബ്നു കസീറും പറഞ്ഞിട്ടില്ലല്ലോ എവിടെയും ഇത് വെച്ചിട്ട് നമുക്ക് നബിയോട് തേടാം, നബി സഹായിക്കും, നബി എങ്ങനെ വരും എന്ന് ഇബ്നു കസീർ പഠിപ്പിച്ചില്ല, ഇബ്നു തൈമിയ്യയും പഠിപ്പിച്ചില്ല. ശബാബിൽ ലേഖനം ശബാബും അത് സ്ഥാപിക്കാനല്ല പറഞ്ഞത്. ഉസ്മാൻ അഫ്ഫാൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സവിശേഷത, അദ്ദേഹത്തിൻ്റെ മേന്മകൾ, മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം കണ്ട ഈ സ്വപ്ന കഥ എടുത്തുദ്ധരിച്ചത്. അല്ലാഹു അഅലം. പറയാൻ അല്ല ഈ മറ്റേ കുട്ടശ്ശേരി ആ ഭാഗം സ്വപ്നം കണ്ടാണെന്ന് വിട്ടുപോയെന്ന് പറയുമ്പോൾ ഇത് പ്രൂഫ് വായിക്കാതല്ലോ. അല്ല, മറ്റൊരക്കത്തിൽ വന്നു, പിന്നെ കൊടുത്തു, തിരുത്തു കൊടുത്തവിടെ ഇരിക്കട്ടെ. കാര്യം അത്രയും ബോധമില്ലാതല്ല എഴുതിയ കാര്യം. ഇത്ര റസൂലുള്ള വന്ന് വെള്ളം കൊടുത്തെന്ന് നേരെ, അല്ലെങ്കിൽ പിന്നെ അന്നേരം നമ്മുടെ വിശ്വാസത്തിന് എതിരില്ല എന്നെങ്കിലും ചിന്തിക്കണ്ടേ? സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുകയല്ലേ മനുഷ്യൻ. സ്വപ്നം എന്നുള്ള വാക്കോടെ വിട്ടുപോയി, വിട്ടുപോയപ്പോൾ എന്താ ചെയ്യാ? അതിരിക്കട്ടെ. ശരി. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ മറ്റവരോട് ചോദിച്ച ചോദ്യം തന്നെയാണ് കാര്യം. പിന്നെ ഇപ്പം അത് ചോദിക്കണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ കാര്യം ഇപ്പം ഗുരുവായൂരെ കാര്യം പറഞ്ഞപ്പോൾ തുലാഭാരം നടത്തുന്നതും കബറിങ്ക പോണതും ഒരേപോലെ ഒരുപോലല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞത് അങ്ങനെ കാര്യം സാധിച്ചത് കൊണ്ട് രണ്ടും ശരിയാവണമെന്നില്ല, രണ്ടും ഒരുപോലെ. അപ്പം ഞാനിനി ഒരുപാട് വ്യത്യാസം. അകലാട് സംവാദം വളരെ കൃത്യമായിട്ട് 2-3 പ്രാവശ്യം കണ്ടതാണ് ഞാൻ. അപ്പോൾ അതിനകത്ത് ദഹബി ഇമാമിനെ കുറിച്ച് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ഖാത്തിമത്തുൽ വിഷയം പറഞ്ഞോളി. ഒരുപാട് ഫളായിൽ പുള്ളിയുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ മഹാനായ ഈ പറഞ്ഞ അവിടെ ചോദിച്ചു ചോദ്യല്ലേ മുഹമ്മദ് മുൻകദിന്റെ വിഷയമല്ലേ? ഞാനത് വിശദീകരിക്കണം. അവിടെ പറഞ്ഞ മറുപടി മതി, ഒരു പറഞ്ഞ മറുപടി ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവരൊക്കെ ഇത് ബോധമില്ലാതെ തന്നെ എഴുതുന്നത്. കാര്യം എഴുതി കഴിയുമ്പോണ്ടല്ല ഇത് ബാക്കിയുള്ളവർക്ക് തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പൊ സുന്നികളാണ് നിങ്ങൾ പറയുന്നത് സുന്നികൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്നാ പറയുന്നത്. ഈ പണ്ഡിതന്മാർ ഇതിന് ഉത്തരവാദിയല്ലേ? അല്ലേ? കാരണം എന്തറിയോ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളവിടെ ചോദിച്ചു, മമ്മൂട്ടി മുസ്ലിയാർ മറുപടിയും പറഞ്ഞു. ആ മറുപടി ശരിയാണ്. ആ വിഷയത്തിൽ ഹാഫിദുൽ ദഹബി സീറോ അലാമിൻ നുബലയിൽ ഉദ്ധരിച്ച മുഹമ്മദുൽ മുൻകദിൻ്റെ ഒരു വിഷയം, ആ വിഷയം നിങ്ങൾ വിചാരിക്കുന്ന ഇസ്തിഗാസ തന്നെയല്ല, നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ദഹബിക്കും അല്ല, മുഹമ്മദുൽ മുൻകദിനും അല്ല. ഒന്നും സംഭവം സ്വഹിയല്ല, സ്ഥിരപ്പെട്ടതല്ല. അത് അവിടെ തന്നെ പ്രത്യേകം പറഞ്ഞു തരികയും ചെയ്തു. അതിന് റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞ് അവിടെ ഇങ്ങനെ യഅ്ഖൂബ് തമീമി എന്ന റാവിയുണ്ട് എന്നും അത് ശരിയല്ല എന്നും അന്ന് ആ സ്റ്റേജിൽ പറഞ്ഞു. ആ മറുപടി ക്ലിയറാണ്, കൃത്യമാണ്, നമുക്കിന് പക്ഷപാതിത്വമൊന്നുമില്ല. അതേസമയം സമസ്തക്കാരും മുജാഹിദും തർക്കമുള്ള ഇസ്തിഗാസയാണോ അവിടെ? അല്ല, അങ്ങനത്തെ വിഷയം അവിടെ ഇല്ല. അവിടെ നബിനോട് പോയി സഹായം തേടുന്നില്ല. നേരത്തെ ഇസ്തഅൻതു ബി ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് തേടിയെന്നല്ല, നബിൻ്റെ ഖബറിങ്ങിൽ പോയി എന്തായിരുന്നു ഞാൻ ഇസ്തിഗാസ നടത്തുന്നത്. അതെന്താ? അവിടെ പോയി നിൽക്കുന്നു, അപ്പോൾ ആശ്വാസം കിട്ടുന്നു. അല്ല, നബിനോട് തേടിന് അവിടെ ഉണ്ടോ ആ ഇസ്തിഗാസ? അതുകൊണ്ട് തന്നെ ദഹബി ഇത് ഉദ്ധരിച്ച ദഹബി ഇസ്തിഗാസനെ അംഗീകരിച്ചാളോ എതിർത്താളോ? ഇത് അംഗീകരിച്ച ദഹബി അന്ന് ആ മറുപടിക്ക്, മമ്മൂട്ടി മുസ്ലിയാരുടെ മറുപടിക്ക് ശേഷം എഴുന്നേറ്റുന്ന അനീഫ് കായക്കൂടി പ്രത്യേകം പറയും ചെയ്തു. സുന്നാൾ പണ്ട് പറയലുണ്ട്, ദഹബിൻ്റെ പേര് പറഞ്ഞാൽ ദഹബിയുടെ കാര്യം ദഹാബാണെന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ് കായക്കൂടി എന്ന് പറഞ്ഞത്. അതൊക്കെ ക്ലിയറാണ്, അതിലൊന്നും ഞങ്ങളും കായക്കൂടി തർക്കമൊന്നുമില്ല. മറ്റൊരുത്തെ പ്രശ്നമുള്ളൂ. അപ്പോൾ അവിടെ പറഞ്ഞ മറുപടി കറക്റ്റിന് വെറുതെ എല്ലാ മുഖാമുഖത്തിലും വന്നിട്ട് ഒരേ ചോദ്യം വെറുതെ ചോദിച്ച് സമയം കണ്ട ആവശ്യം. അപ്പോൾ ദഹബി ഒരിക്കലും നിങ്ങൾ ഇസ്തിഗാസ പഠിപ്പിച്ച ആളുമല്ല, അത് എതിർത്ത ആളാണ്. ആ ഇസ്തിഗാസ പറ്റൂല പറഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ദഹബി നിങ്ങൾക്ക് സ്വീകാരനാവാത്തത്. അകലാട് സംവാദം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടെങ്കിൽ, അകലാട് സംവാദത്തിൽ ദഹബിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി സംസം വെള്ളം കുടിച്ചിട്ട് ദഹബിയെപ്പോലെ മെമ്മറി തരുന്നതിന് പ്രാർത്ഥിച്ച ആളാണ് എന്ന്. അത് നിങ്ങൾക്ക് കിട്ടിയത് എൻ്റെ വാക്കുന്ന സംവാദത്തിൽ നിന്ന്. അകലാട് സംവാദത്തിൽ ഞാൻ പറഞ്ഞ വാചകം അത്. ഞാൻ ആ മുഖാമം കേട്ടപ്പോൾ വിചാരിച്ചു അയാൾ എൻ്റെ ഇത് കേട്ടിട്ടാണ് പറയണത് എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഞാൻ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ പറയില്ല. അപ്പോൾ ആ ദഹബിയെ അവിടെ ഉദ്ധരിച്ചപ്പോൾ അന്ന് ഓല് പറഞ്ഞ എന്താ? ഹേയ് ദഹബി സ്വീകാരനല്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു, അപ്പോഴേ ഞാൻ പറഞ്ഞത് അസ്ഖലാനി ദുആ ചെയ്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഉദാഹരണം എന്താ അറിയോ, ഒരാൾ അങ്ങനെ ദുആ ചെയ്തതുകൊണ്ട് മാത്രമേ അയാൾ സ്വീകാരനാവൂതല്ലോ എന്നാണ്. നിങ്ങൾ ആ സംവാദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് കാണും. സഖാഫിയോട് പറഞ്ഞതാണ് അസ്ഖലാനി അങ്ങനെ ദുആയിരുന്നു എന്ന് വിചാരിക്കുക, എന്നാലും അതുകൊണ്ട് ദഹബി വലിയ ആളെന്നാവും. ഇന്നലെ മുമ്പ് പ്രത്യേകം എടുത്ത് പറഞ്ഞു. ചിലപ്പോൾ അമുസ്ലിങ്ങളായ ആളുകൾ, ഒരു ഉദാഹരണം പറഞ്ഞു വന്ന്, എന്തോ ഒരു രാമനോ എന്തൊരു പേരും പറഞ്ഞു. ഒരു അമുസ്ലിമായ ഒരാൾ, അയാൾ നല്ല മനുഷ്യനാ, അയാൾക്ക് ഭയങ്കര മെമ്മറിയാ, ആ മെമ്മറി എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾ നല്ല ആളാന്ന് വരുമോ എന്നുവരെ അന്ന് സഖാഫി പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദഹബിനെ സ്വീകാരനായി മാറാത്തത്? ദഹബി ഇസ്തിഗാസ പറ്റൂല എന്നുള്ളതാണ്. ഈ സംഭവം ഉദ്ധരിച്ച ദഹബി ഇസ്തിഗാസ പറ്റൂല എന്നാണ് പഠിപ്പിക്കുന്നത്.
അപ്പം പിന്നെ ദഹാബി കുറ്റക്കാരനല്ല. ദഹാബി ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ മുഹമ്മദിന് മുൻകദിർ ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലേക്ക് ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത് വേറെ കാര്യം, ദുർബലമാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ പണ്ട് ഈ യായ്ബാദൊക്കെ പറയുമ്പോൾ പറയും സ്വഹീ ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ സംഭവം ഇല്ല, ദുർബലമാണ്. ഇനി അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, ദഹാബി ഉദ്ധരിച്ചില്ലേ, അപ്പോൾ ദഹാബി ഷിർക്ക് എന്ന് പറയണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞ ഇസ്തിഗാസ ഇബ്നു മുൻകദിർ ഉദ്ധരിച്ചിട്ടേ ഇല്ല, ഉദ്ദേശിച്ചിട്ടില്ല. മുഹമ്മദ് മുൻകദിറിൻ്റെ വിശ്വാസം പറഞ്ഞിടത്തോ അദ്ദേഹത്തിന് അഖീദ പറഞ്ഞിടത്തോ എവിടെയും മുഹമ്മദ് മുൻകദിർ അറിയപ്പെടാത്ത ആളൊന്നുമല്ലല്ലോ. നിങ്ങൾ അവിടെ തന്നെ പറഞ്ഞല്ലോ ബുഖാരിയിൽ എത്ര സനദിലുണ്ട്, മുസ്ലിമിൽ എത്ര സനദിലുണ്ട് നോക്കി നിങ്ങളെ ഈ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അറിയപ്പെട്ട മുഹമ്മദ് മുൻകദിറിൻ്റെ എല്ലാ താരീഖും ലഭ്യമായെടുത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് അഖീദ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇസ്തിഗാസ ചെയ്യാന്ന് പഠിപ്പിച്ചത് ഒന്നുമില്ലല്ലോ. നേരെ മറിച്ച് അദ്ദേഹത്തിന് ഈ ഒരു വിഷയം ദുർബലമായ പരമ്പരയിൽ അവിടെ വരുന്നു. അതും നമ്മൾ തമ്മിൽ തർക്കള ഇസ്തിഗാസയോ ആ നിൽക്കുന്ന സഹായാർത്ഥനയോ എവിടുന്ന് വിളിച്ചാലും കാണുന്നോ കേൾക്കുന്നോ അറിയുന്നോ ഇടപെടുന്ന വിശ്വാസമോ അതൊന്നും അവരാരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദിന് മുൻകദിറിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ ഇസ്തിഗാസക്ക് ന്യായമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ന്യായമല്ല എന്ന് അവിടെ പറഞ്ഞ് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അപ്പോൾ അതിന് വീണ്ടും ഇനി പഠിത്തച്ചുണ്ട് അവിടെയും പോയി ചോദിക്കേണ്ട നിങ്ങൾ ഇതെന്നെ മതി. നിങ്ങൾ എല്ലാ മുഖാമത്തിനും പോയി ഇങ്ങനെ ചോദിച്ചിട്ട് ഒരേ ചോദ്യം ഒരേ ഉത്തരം. അപ്പോൾ ചോദിക്കാൻ വേണ്ടി മാത്രം ചോദിക്കുക എന്നുള്ളത് അത് നല്ല സ്വഭാവമല്ല. നിലച്ച് കാര്യം ചോദിച്ചു, ഉത്തരം കിട്ടി, ശരി, ആ ഉത്തരം നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, അത് വേറെ കാര്യം. അല്ലാതെ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, ഈ ആഴ്ച ചോദിച്ചു, അടുത്ത ആഴ്ച ഇനി ചോദിക്കുക, അതങ്ങനെ കാലാകാലം ഒരു ചോദ്യം പോയി നടക്കുക എന്നിട്ടുണ്ടെങ്കിൽ അതൊരു മര്യാദയല്ലല്ലോ, ശരിയല്ല എന്നാണ് സൂചിപ്പിക്കുക. വേറെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി. നിങ്ങൾ ഹാക്കിം തങ്ങൾ മുസ്തദഖിലെ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞ് ഹാക്കിം തങ്ങൾ ദഈഫാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അതിൻ്റെ ഇസ്നാദ് സ്വഹീഹാണെന്നാണ് ഹാക്കിം തങ്ങൾ. ഇബ്നു തൈമിയ്യ പറഞ്ഞേക്കുന്നത് ഹാക്കിം തങ്ങൾ സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ്. എന്നാലും സ്വഹീഹല്ല, എന്നാലും സ്വഹീഹല്ല പറഞ്ഞത് അതവിടെയും പറഞ്ഞത്. ഹാക്കിം സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സ്വഹീഹല്ല. കാരണം എന്താ? ഇമാം ഹാക്കിം മുതസാഹിലാണ്. അഹ്ലുസുന്ന അംഗീകരിച്ച വിഷയമാണത്. അഹ്ലുസുന്നക്ക് അംഗീകാരമുണ്ട്. തസ്ഹീഹ് തളഈഫിന്റെ വിഷയത്തിൽ ഇമാം ഹാക്കിം മുതസാഹിലാണ്. 2, ഇമാം ഹാക്കിമിന് അൽ മുസ്തദർക്ക് സ്വഹീഹ് എന്ന കിതാബിലാണ് വന്നത്. അൽ മുസ്തദർക്ക് എന്ന കിതാബ് ഇമാം ഹാക്കിം രചിക്കാൻ ആരംഭിക്കുന്നത് 70 വയസ്സിന് ശേഷമാണ്. 70 വയസ്സിനു ശേഷമാണ് ഇമാം ഹാക്കിം ആ കിതാബിൻ്റെ രചന ആരംഭിക്കുന്നത്. സ്വാഭാവികമായി ഇമാം ഹാക്കിമിന് 70 വയസ്സിന് ശേഷം ഓർമ്മ സംഭവിച്ചിട്ടുണ്ട്, അതിന് മെമ്മറി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കിതാബിൽ ഒരു ഭാഗത്ത് സ്വഹീഹ് എന്ന് പറഞ്ഞത്, മറുഭാഗത്ത് അദ്ദേഹം തന്നെ ദഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ദഈഫ് പറഞ്ഞത് അപ്പുറത്ത് അദ്ദേഹം സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോധപൂർവമല്ല, അതിന് അദ്ദേഹം കുറ്റക്കാരനല്ല, അദ്ദേഹത്തിന് അതിനും കൂലിട്ടും. ഗവേഷണമാണ്, തെറ്റുപറ്റിയ കൂലി കിട്ടും. അതുകൊണ്ടാണ് ഇമാം ഹാക്കിമിനെ മുസ്തദറക്കിൽ ഹാക്കിം മാത്രം ഒരു കാര്യം സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹായി അഹ്ലുസുന്ന അംഗീകരിച്ചിട്ടില്ല. അതിന് പിന്നെ ശേഷമുള്ള പണ്ഡിതന്മാർ പരിശോധന നടത്തണം. അങ്ങനെയാണ് ഇമാം ഹാക്കിമിനെ മുസ്തദറക്ക് പിന്നീട് പരിശോധിച്ചത്. ആ പരിശോധനയിലാണ് ഇമാം ദഹബിയാണ് ചെയ്തത്. ഇമാം ദഹബിയാണ് ഹാക്കിമിൻ്റെ മുസ്തദർക്ക് പരിശോധിച്ചത്. അങ്ങനെ ഇമാം ദഹബി അതിന് തൈലീക്കോട് കൂടി അത് എഴുതി. അതിന് ഇമാം ദഹബി കൂടി എന്ത് പറഞ്ഞു അതാണ് പിന്നെ പരിഗണിക്കുക. അതുകൊണ്ടാണ് സ്വഹഹുൽ ഹാക്കിമു വവാഫഖഹു ദഹബി എന്നാണ് കാണുക, അല്ലെങ്കിൽ സ്വഹഹുൽ ഹാക്കിമു വലൈസ സ്വഹീഹൻ എന്നാ കാണുക. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇമാം ഹാക്കിം ഒരു കാര്യം സ്വഹീഹ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യം സ്വഹീഹാവില്ല. ഇനി ഒരാൾ സ്വഹീഹ് പറഞ്ഞാൽ സ്വഹീഹ് എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം സ്വഹീഹാവോ? സ്വഹീഹ് സ്ഥാപിക്കണം, അത് സ്ഥാപിച്ചിട്ടില്ല. അത് ഈ വിഷയമല്ല, അത് ആദം നബിയുടെ തപസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അവിടെ അതൊന്നും വകുപ്പില്ല. ഇമാം ഹാക്കിം സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹസനും സ്വഹീഹല്ല. ഇമാം ഹാക്കിം ദഈഫ് എന്ന എല്ലാ സാധനവും ദഈഫും അല്ല. ഇമാം ഹാക്കിമിന് അവിടെ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സയ്യിദ് ബിൻ അസ്ലം എന്ന റാവി ആദ്യ റിപ്പോർട്ടിലുണ്ട്. ആദം നബിയുടെ തപസ്സുൽ പറഞ്ഞ വിഷയത്തിൽ അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം എന്ന റാവി, ഞാൻ അവിടെ പറഞ്ഞ വാചകതാണ് അഖലാട് സംവാദത്തിൽ. അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം എന്ന റാവിയുണ്ട്. ആ റാവി വഴിക്കാണ് ഈ സംഭവം വരുന്നത്. അതേ റാവിയെപ്പറ്റി ഇമാം ഹാക്കിം അതേ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഹുവ വ അബൂഹു ദഈഫാനി, അദ്ദേഹവും അതിൻ്റെ വാപ്പയും ദുർബലന്മാരാണ് എന്ന് അതേ ഹാക്കിം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഹാക്കിം തന്നെയാണ് ആ അബ്ദുറഹ്മാൻ സയ്യിദ് ബിൻ അസ്ലമിൻ്റെ അതേ പരമ്പരയിൽ ഈ ഹദീസ് എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത് ഹാക്കിം പറഞ്ഞത് ഹാക്കിമിൻ്റെ കിതാബിൽ തന്നെ അതിനെതിരായ പരാമർശമുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് എല്ലാം ഞങ്ങൾ ഒന്നുകൂടെ മനസ്സ് വെച്ച് സ്വസ്ഥമായി അത് കേട്ടാൽ ആ ഭാഗം ക്ലിയർ ആകും. ശരി, നമ്മളെ കാരണങ്ങൾ ചോദിച്ചോട്ടെ, അദ്ദേഹം കുറേ നേരമായി കാത്തിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ നദൂർ നഗർ സ്വദേശിയാണ്. കുഞ്ഞുമദീൻ എന്നാണ് എൻ്റെ പേര്. സൂറത്ത് ജിന്നിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. അതായത് ആണുങ്ങളായിട്ടുള്ള മനുഷ്യർ ആണുങ്ങളായിട്ടുള്ള ജിന്നുകളോട് സഹായം തേടാറുണ്ട്, അങ്ങനെ അവരുടെ അഹങ്കാരം വർദ്ധിപ്പിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ
ആ ചോദ്യം ശരിയല്ല, അവരോട് സഹായം ചോദിക്കുന്നത് ശരിയല്ല എന്നൊരു ധ്വനിയല്ലേ രക്ഷിതാവിൻ്റെ വാചകങ്ങളിൽ നിലനിച്ച് നിൽക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. അതെ, തീർച്ചയായും ആ ചോദ്യം ശരിയല്ല. ആ ചോദ്യം ഷിർക്കാണ്. ആ ചോദ്യം ഷിർക്കാണ്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖ എന്ന സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത പണിയാണ്. അവർ ഒരു വഴിക്ക് യാത്ര പോകുമ്പോൾ, ചില പ്രത്യേകമായ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ജിന്നുകളുടെ കേന്ദ്രമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ അവർ പറയും അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ പ്രദേശത്തെ ജിന്നുകളുടെ നേതാവിനോട് ഞാൻ അഭയം തേടുന്നു എന്നവർ പറയും. ചില റിപ്പോർട്ടിൽ എൻ്റെ സമ്പത്തിനോ എൻ്റെ മക്കൾക്കോ എൻ്റെ കാലികൾക്കോ വല്ല വിപത്തും വരുന്നതില്ലെന്ന് ഞങ്ങൾ കാവലിനെ തേടുന്നു എന്ന് പറയുമെന്നും അതിന് തഫ്സീറിൽ ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സഹായാർത്ഥന തെറ്റാണ്, അത് ഷിർക്കാണ്, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് തങ്ങൾ പ്രായം മാനിച്ചുകൊണ്ട് പറയുന്നു. ഇവിടെ വന്ന് പ്രസംഗിച്ചു പോണ പല ആളുകളുടെയും വിശകലനത്തിൽ നിന്ന് താങ്കളെപ്പോലുള്ള പല മാന്യന്മാരായ ആളുകളും ധരിച്ചു വെച്ച ധാരണയാണ് നമ്മൾക്ക് ജിന്നോട് തേടാന്ന് പറയുന്നവരാണ്, തേടിയാൽ കുഴപ്പമില്ല പറയുന്നവർക്ക്. അതൊക്കെ ഞാൻ നേരത്തെ എൻ്റെ വിശ്വാസത്തിൽ പറഞ്ഞു. ആ പറയുന്നവരൊക്കെ ശുദ്ധ കളവ് പ്രചരിപ്പിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ ഈ ഇസ്തിആദത്ത്, ഈ സഹായാർത്ഥന, ഈ അഭയതേട്ടം അത് ഷിർക്ക് തന്നെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പ്രസംഗിക്കുന്ന മനുഷ്യന്മാർ ഞങ്ങളൊക്കെ ഈ വിഷയം. എന്നിട്ടും ചില മനുഷ്യന്മാർ വെറുതെ സ്റ്റേജിന്മേൽ കയറിയിട്ട് ഒരു ജിന്നവാദിയാണ്, ജിന്നെ വിളിച്ചാൽ പ്രശ്നമില്ല പറയുന്നവരാണ്, ജിന്നോട് സഹായം തേടാൻ പറയുന്നവരാണ് പറയുന്നുണ്ടെങ്കിൽ അത് നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നു എന്നാണ് ഞാൻ നേരത്തെ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എനിക്ക് ബോധ്യമുണ്ട് അത് പ്രസംഗിക്കുന്ന ഹനീഫ് കായക്കൂടി, അത് പ്രസംഗിക്കുന്ന അനസ് മൗലവി അടക്കമുള്ള ആളുകളെ നാളെ മഹ്ശറിൽ ഞങ്ങൾ പരാതി പറയും അവർക്കെതിരെ. റബ്ബിനോട് പറയും, റബ്ബെ ഞങ്ങളെപ്പറ്റി ഇല്ലാത്തത് നൂറുകണക്കിന് വേദികളിൽ ആയിരക്കണക്കിനായ മനുഷ്യന്മാരെ, സാധുക്കളായ സാധാരണക്കാരൻ നിസ്വാർത്ഥരായ ആളുകളെ വഞ്ചിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ പറഞ്ഞവരാണിവർ. അതുകൊണ്ട് ഞങ്ങൾക്കതിന് തിരിച്ച് കിട്ടണമെന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ പറയും. അവരെ ഹസനത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങും. ഞങ്ങളെ സയ്യത്ത്, ഞങ്ങളെ തിന്മകൾ അവർക്ക് കൊടുക്കേണ്ടി വരും റസൂല പഠിപ്പിച്ച ഹദീസ് പ്രകാരം. അപ്പം അങ്ങനത്തെ ധാരണ ഇല്ല. ഈ പറഞ്ഞ ഇസ്തിആദത്ത് ഷിർക്ക് തന്നെയാണ്. അതൊരിക്കലും ചെയ്യാവതല്ല, ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ വകുപ്പേ ഇസ്ലാമിൽ ഇല്ല. ഒരു ഇസ്തിആദത്തും പാടില്ല. ജിന്നോടുള്ള ഒരു ബന്ധവും ഒരിടപാടും ഒരു സഹായാർത്ഥനും ഒരർത്ഥത്തിലും ഈ ഇസ്തിആദത്തൊന്നുമില്ല, ഇബാദത്തുമില്ല, ദുആഇല്ല, ഒന്നുമില്ല. വെറുതൊരു ബന്ധമാണെങ്കിൽ അതുപോലും പാടില്ല എന്നാണ്. വെറുതൊരു ബന്ധം, പ്രാർത്ഥിക്കാൻ പോകണില്ല, സഹായം ചോദിക്കാൻ പോകണില്ല, ജിന്നോട് ചെറിയ ഇടപാടുകൾ നടത്തുന്നു, അതുപോലും പാടില്ല. അതെല്ലാം നിഷിദ്ധമാണ്, എല്ലാം ഹറാമാണ്. ദുആ ആണോ ഇബാദത്താണോ എങ്കിൽ ഷിർക്കാണ്. ദുആ ആണ്, ഇബാദത്താണ്, അഭൗതികത കൽപ്പിച്ചുകൊണ്ടാണോ ഷിർക്കാണ്. അതൊന്നുമല്ല, കേവലമായ ചില ഇടപാടും ബന്ധങ്ങളാണോ അതുപോലും നിഷിദ്ധമാണ്, അത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ആയത്തും സമാനമായ ആയത്തുകളും ഹദീസുകളും പണ്ഡിതന്മാരുടെ അധ്യാപനങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ലാജിദ് എന്നാണ്. എൻ്റെ സ്വദേശം വടുതല തന്നെയാണ്. വിശ്വാസവും അന്ധവിശ്വാസവും എന്ന ഈ ടോപ്പിക്ക് വളരെ പ്രസക്തമായ ടോപ്പിക്കാണ്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് വെച്ചിട്ട് മുഖാമുഖം നടത്തിയ ഈ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. എനിക്ക് കഴിഞ്ഞ 1-ാം തീയതി ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായി. എൻ്റെ വീട്ടിലെ അയൽവാസികളുമായി എനിക്ക് കാര്യമായ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1-ാം തീയതി അവർ വന്നിട്ട് അവരുടെ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതിന് കാരണം എൻ്റെ മാതാവ് അവർക്കെതിരെ സിഹിർ ചെയ്യുന്നു എന്നാണ് അവരുടെ ആരോപണം. വളരെ അധികം മോശമായ ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മാതാവിനോട് സംസാരിച്ചത്. അതിനുശേഷം ഞാൻ വന്നപ്പോൾ എൻ്റെ അയൽവാസികളായ 2 പേർ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ സിഹിർ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളാണ്. പിന്നെ ഞങ്ങളുടെ പിതാവിന് മാനസിക പ്രയാസങ്ങളുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് മാനസിക പ്രയാസങ്ങളുണ്ട്, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയാസങ്ങൾ, വളരെയധികം വൈകാരികമായിട്ടൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ പിന്നീട് അതിന് ശേഷം അത് ഒരുപാട് തെളിവുകളൊക്കെ, വ്യാജമായ തെളിവുകൾ, ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ല, കാരണം എൻ്റെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അതൊക്കെ വ്യാജമായ തെളിവുകളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പിതാവ് ഇപ്പോൾ മരിച്ചിട്ട് 10 വർഷം ആവാറായി, ഇപ്പോൾ 30 വർഷം മുമ്പ് അവർക്ക് സിഹിർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ അവർക്ക് തെളിവ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ അവർ പറയുന്നത് എന്നെ സഫ്വാൻ എന്ന് പറയുന്ന പൂച്ചാക്കലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോകാം,
പിന്നെ എന്നിട്ട് ഇത് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു സഫ്വാൻ്റെ അടുത്ത് വരേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ എൻ്റെ 1-2 സുഹൃത്ത് ഷിജു എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു പിന്നെ കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ആ ഷിജു എന്ന് പറഞ്ഞ സുഹൃത്തിനോടൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള അറിവുകളല്ലാതെ അവന് യാതൊരു വിധ അറിവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഞാനിത് ശരിക്കും ഞാൻ ഒരു സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ്. പിന്നെ അതിനുശേഷം എൻ്റെ അയൽവാസികൾ മുഖേന തന്നെയാണ് ഞാൻ ഈ KNM-യുമായൊക്കെ ബന്ധപ്പെടുന്നതും KNM-ൻ്റെ പള്ളിയിലൊക്കെ പോകുന്നതൊക്കെ. പിന്നെ ഈ സുഹൃത്തുക്കളെല്ലാം ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസം അവർ വീട്ടിലുണ്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഇവർ വീട്ടിൽ ഭയങ്കര ശബ്ദത്തിൽ എല്ലാ ദിവസവും, അപ്പോൾ നമ്മൾ ഈ ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് ഇത് ചിന്തിക്കുന്നത്. ഭയങ്കര സൗണ്ടിലാണ് ഇങ്ങനെ ഖുറാനൊക്കെ വെക്കുന്നത്. ഖുറാൻ നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, നല്ല കാര്യം അൽഹംദുലില്ലാ. പക്ഷേ ഇങ്ങനെ സൗണ്ടിൽ ഖുറാനൊക്കെ വെക്കേണ്ടതുണ്ടോ? അതുപോലെ എൻ്റെ കസിൻസിനോടൊക്കെ ഇവർ പറഞ്ഞത് ഇവരുടെ വീട്ടിൽ ജിന്ന് ഹാജരാക്കി, അതെനിക്ക് വ്യക്തമായ തെളിവില്ല, ജിന്ന് ഹാജരാക്കി, അതിന് സഫ്വാൻ എന്തോ കണക്ഷനൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇവർ വീടിൻ്റെ ടൈൽസിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ പിന്നെ തകിടൊക്കെ അവർക്ക് കിട്ടി. പിന്നെ പോലീസ്, ഞാൻ എന്തായാലും എൻ്റെ മാതാവിനെ പ്രൊട്ടക്ഷന് വേണ്ടി പോലീസ് കംപ്ലയിൻ്റൊക്കെ കൊടുത്തിരുന്നു. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കേസുമായിട്ടൊന്നും പോയില്ല, കാരണം എനിക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇൻഷാ അല്ലാ എൻ്റെ മാതാവ് വളരെയധികം മാനസികമായി വളരെയധികം വേദനിക്കുന്നുണ്ട്. ഇതൊരു പിന്നെ നിരപരാധിയായ ഒരു വ്യക്തിയാണ് എൻ്റെ മാതാവ്. കാരണം ഇങ്ങനൊരു വിഷയം ചെയ്തിട്ടേ ഇല്ല. ഇവർ പറഞ്ഞു മോഷണം ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അയൽവാസികളോടൊക്കെ ചോദിച്ചു, അയൽവാസികളിൽ നിന്ന് മോഷണമൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും അയൽവാസികൾക്ക് അറിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ സാഹിബ് ഇപ്പോൾ പറഞ്ഞു ഈ പരലോകത്ത് പിന്നെ അനസ് മൗലവിയെയും പിന്നെ അതുപോലെ ഹനീഫ് കായക്കുടിയെയും മൗലവിയെയൊക്കെ കാണുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പരലോകത്തേക്ക് വെച്ചിരിക്കുന്ന വിഷയമാണിത്. ഇതിനെ ആസ്പദമാക്കി ഞാൻ പ്രാദേശികമായ ആളുകളൊക്കെ ചോദിച്ചു. അവർക്കൊന്നും വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയില്ല അവരിൽ നിന്നും. ഇവിടുത്തെ സഹോദരൻ ഹാരിസിനോട് ചോദിച്ചു, പിന്നെ അങ്ങനെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു. പക്ഷേ എനിക്കൊരു വ്യക്തമായ മറുപടി കിട്ടിയില്ല. ഇതൊരു നല്ല വേദിയാണ്, എനിക്കൊരു ആധികാരികമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, അൽഹംദുലില്ലാ. താങ്കളുടെ മാതാവ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് ഗൗരവമേറിയ ആരോപണമാണ്. ഇൻഷാ അല്ലാ അത് അവർ വന്ന് പൊരുത്തപ്പെടിച്ച് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നുവെങ്കിൽ പരലോകത്ത് അവർക്ക് കുറ്റത്തിൽ നിന്ന് മുക്തമാവാം. അല്ലാത്ത കാലത്തോളം തീർച്ചയായും പരലോകത്ത് അതിൻ്റെ പുണ്യം തിരിച്ചു കിട്ടും ഇൻഷാ അല്ലാ. കാരണം ഒരു വിശ്വാസിയെയും നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ ആ വിശ്വാസി ആ വിഷമം വെച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ അവൻ അത് പൊരുത്തപ്പെട്ട് കൊടുക്കാത്ത കാലത്തോളം നാളെ പരലോകത്ത് വെച്ച് അത് തീർക്കേണ്ടി വരും. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ ഇടപാടുകളും ഈ ദുനിയാവിൽ വെച്ച് തീർത്തുകൊള്ളുക. കാരണം പരലോകത്ത് ദീനാറോ ദിർഹമോ ഇല്ല, അവിടെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മർദ്ദിതൻ അവൻ്റെ തിന്മകൾ മർദ്ദിച്ചവൻ്റെ പേരിലേക്ക് കെട്ടിവെക്കും, മർദ്ദിച്ചവൻ്റെ നന്മകൾ മർദ്ദിതനും തിരിച്ചു കൊടുക്കപ്പെടും. അങ്ങനെ അവസാനം എല്ലാ നന്മയും നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നവരുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ മാതാവ് നിരപരാധിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ആരോപണം സഹിക്കാൻ കഴിയില്ല, വലിയ വിഷമമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക, അതിന് ഹക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുക. കേസ് കൊടുക്കുക തന്നെ വേണ്ടത്. ആരായാലും കേസുമായി മുന്നോട്ട് പോവുക, അവ ബോധ്യപ്പെടും. ചിലപ്പോൾ സിഹറും ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആളെ പൊട്ടീസാക്കാൻ വേണ്ടി അവർ തന്നെയും വല്ല പണിയും ഒപ്പിച്ചിട്ടുണ്ടാവാം. അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. എന്താണെങ്കിലും ഒന്ന് നിയമ നടപടിയുമായി പോവുക, അത് കേസ് കൊടുക്കുക, അതിൻ്റെ പിന്നാലെ തന്നെ പോവുക. അതാരാണെങ്കിലും അവർ പിടിക്കപ്പെടട്ടെ, അതാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ ഒരു വിഷയം മറയാക്കിക്കൊണ്ട് സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്ന് പറയണോ? വേണ്ട, സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. സിഹിറിൽ ഉപയോഗിക്കുന്നത് പിശാചിനെ തന്നെയാണ്. ഒരാൾ സിഹിർ ചെയ്യുന്നുവെങ്കിൽ അയാൾ ഉപയോഗിക്കുന്നത് ശൈത്താനെ തന്നെയാണ്. കാരണം സിഹിറാകുന്നത് പിശാചുമായി ബന്ധിക്കുമ്പോഴാണ്. KNM-ൻ്റെ പാഠപുസ്തകത്തിൽ 4ാം ക്ലാസ്സിലെ സ്വഭാവ പാഠത്തിൽ ഇപ്പോൾ ഈ മാസം കൂടി പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, പിശാച് സേവയിലൂടെ നടത്തുന്ന ഗൂഢ പ്രവർത്തനങ്ങൾക്കാണ് സിഹിർ എന്ന് പറയുന്നത്. അടുത്ത മാസം മുതൽ ആ പുസ്തകം പിൻവലിച്ച് മടവൂർ വിഭാഗത്തിൻ്റെ പുസ്തകം കയറ്റാൻ പോവുകയാണ്. അതിനു പകരം ഇപ്പോഴത്തെ ബുക്കിലുണ്ട്, 4ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്വഭാവ പാഠം എന്ന പുസ്തകത്തിൽ സിഹിർ എന്ന അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ ആദ്യ വരി അതാണ്, പിശാച് സേവയിലൂടെ ചെയ്യുന്ന ചില ഗൂഢ പ്രവർത്തനങ്ങൾക്കാണ് സിഹിർ എന്ന് പറയുന്നത്. അപ്പോൾ സിഹിർ ചെയ്യുമ്പോൾ സാഹിറിനെ ശൈത്താൻ സഹായിച്ചേക്കാം, അത് അഭൗതികമായ സഹായമല്ല. ശൈത്താനെ കൊണ്ട് എന്താണോ ചെയ്തു കൊടുക്കാൻ കഴിയുക അതവൻ ചെയ്തു കൊടുക്കും. എന്തിനാണ് ശൈത്താൻ സഹായിക്കുന്നത്? യഥാർത്ഥത്തിൽ അത് സഹായമല്ല, ഉപദ്രവമാണ്. കാരണം ശൈത്താൻ്റെ ഉദ്ദേശം ഒന്ന് ഇവനെ ശിർക്കിലേക്ക് എത്തിക്കുക എന്നതാണ്. ഈ മനുഷ്യനെ ശിർക്കിലേക്ക് എത്തിക്കുക, ഇവൻ്റെ തൗഹീദ് പഠിപ്പിക്കുക, അവൻ നരകത്തിലേക്ക് എത്തിക്കുക, അതാണ് ശൈത്താൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി ശൈത്താൻ്റെ ഏജൻ്റായി വർക്ക് ചെയ്യുന്ന ആളാണ് സാഹിർ.
സിഹിർ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ അത് പിശാച്ചിൻ്റെ ഏജൻസിയാണ്. അയാൾ മുസ്ലിം ആവട്ടെ അല്ലാത്തവരാവട്ടെ തങ്ങളോ ബീവിയോ എന്തോ ആയിക്കോട്ടെ, സിഹിർ ചെയ്യുന്ന ഒരാൾ പിശാച്ചിൻ്റെ ഏജൻസിയാണ്. നബി തങ്ങൾ പറഞ്ഞു, മൻ സഹറ ഫഖദ് അശ്റക്, ആര് സിഹിർ ചെയ്തോ അവൻ ഷിർക്ക് ചെയ്തു. അല്ല, സിഹിർ ആകണമെങ്കിൽ സിഹിർ ചെയ്യുന്ന ആൾ ഷിർക്ക് ചെയ്തിരിക്കണം. പിശാചിനെ പൂജിക്കണം, അവനെ പ്രീതിപ്പെടുത്തണം, അവനെ ആരാധിക്കണം, അവന് കൽപ്പനയ്ക്ക് വഴങ്ങണം. അങ്ങനെ അവൻ്റെ സ്വന്തം ആളായി മാറി അവൻ്റെ ഏജൻസിയായി മാറുകയാണ് സാഹിർ. അപ്പോൾ ഏജൻറ്റിന് തൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ചില നിർദ്ദേശങ്ങൾ, ചില സഹായങ്ങൾ, അതാണ് സിഹിറിൽ സംഭവിക്കുന്നത്. അതാ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ 102-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹിർ, പിശാചുക്കൾ ജനങ്ങളെ സിഹിർ പഠിപ്പിക്കുന്നു. പിശാചുക്കൾ ജനങ്ങളെ സിഹിർ പഠിപ്പിക്കുന്നു. അപ്പോൾ പിശാചുക്കളാണ് സിഹിർ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഉസ്താദുമാർ. ഈ ആയത്ത് തെളിവാക്കിക്കൊണ്ട് സൗദി അറേബ്യയുടെ മുൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ പറയുന്നു, അശയാത്തീനു ഹുമുൽ അസാത്തിദ, പിശാചുക്കളാണ് ഉസ്താദുമാർ. ഷയാത്തീനുൽ ജിന്നി യുഅല്ലിമൂന ഷയാത്തീനൽ ഇൻസി, ജിന്നിൽപ്പെട്ട ശൈത്താന്മാർ മനുഷ്യരിൽപ്പെട്ട ശൈത്താന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ സിഹിർ ചെയ്യുന്ന സാഹിർ ശൈത്താനാണ്, അവനെ സഹായിക്കുന്നതും ശൈത്താനാണ്. ഒന്ന് മനുഷ്യ പിശാച്ച്, മറ്റൊന്ന് ജിന്നു പിശാച്ച്. അവർ തമ്മിലുള്ള കരാറാണ് സിഹിറിൽ നടക്കുന്നത്. അതിന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ മുഖ്യശത്രു എന്ന പുസ്തകം വായിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് ആ വിഷയം കിട്ടും. അതേപോലെ അമാനിമലയുടെ ഖുർആൻ പരിഭാഷയിൽ വളരെ വിശദമായി അദ്ദേഹം ഈ വക വിഷയങ്ങൾ രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. അതാണ് സിഹിറിൽ സംഭവിക്കുന്നത്. പക്ഷേ സിഹിർ ചെയ്യുന്ന സാഹിറിനെ സഹായിക്കുന്ന ശൈത്താൻ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈ മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. അവിടെ സിഹിർ ചെയ്യുന്നവൻ നരകത്തിലേക്ക് എത്തും, അവൻ ശിർക്ക് ചെയ്യും. 2, അവനെ ഉപയോഗപ്പെടുത്തി ആ നാട്ടുകാർ ശിർക്കിൽ കൊണ്ടുപോവുക. ഈ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട്, ശൈത്താൻ്റെ ഏജൻസിയാണ് സിദ്ധന്മാരൊക്കെയും, ബീവിമാർ, തങ്ങന്മാർ, ആ വ്യത്യസ്ത പേരിൽ വരുന്ന സിദ്ധവേഷം കെട്ടി വരുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ പിശാചിൻ്റെ ഏജൻസിയാണ്. ആ ഏജൻസിയെ ഉപയോഗപ്പെടുത്തി നാട്ടുകാരെ പരമാവധി ശിർക്കിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അയാളടുത്ത് പോകും, അയാൾ തകിടോ മറ്റോ കൊടുക്കും, തൽക്കാലം സുഖപ്പെടും. കാരണം എന്താ, അയാൾ ശൈത്താൻ്റെ ഏജൻസിയാണ്. അവിടെ പോയി പറയുമ്പോൾ അയാളും ശൈത്താൻ തമ്മിൽ കരാറുണ്ട്, ഇതാ ഇവൻ ഇവിടെ എത്തി, അവൻ ശിർക്ക് ചെയ്യാൻ തയ്യാറായി, ഇനി അവനെ പ്രയാസപ്പെടുത്തണ്ട. അപ്പോൾ തൽക്കാലം ശൈത്താൻ മാറിക്കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് എന്നേക്കുമായി ആയിരിക്കില്ല. ഇവൻ നരകത്തിലേക്ക് എത്തുന്നത് വരെ ആ 2 ഏജൻറ്റുമാർ തമ്മിൽ കരാർ സ്ഥാനത്തിൽ വർക്ക് ചെയ്യും. അങ്ങനെ ഈ സിദ്ധൻ അവിടെ ശിർക്കിലേക്കുള്ള ഏജൻ്റായി മാറും. ഇയാൾക്ക് പിന്നെ അസുഖം വന്നാൽ ഇയാൾ പറയും, അന്ന് അവിടെ പോയിട്ട് മാറിയത്, നമുക്കവിടെ പോയി നോക്കാമെന്ന് പറയും. അയൽവാസിക്ക് ഇനി വേറെ പ്രശ്നം വന്നാൽ ഇവൻ പറഞ്ഞു കൊടുക്കും, നീ അവിടെ പോയിക്കോ, അവിടുന്ന് സുഖപ്പെടും, എനിക്കവിടെ പോയിട്ടാ സുഖപ്പെട്ടത്. അപ്പോൾ അവനും പോകും. അങ്ങനെ ഓരോരുത്തരും പരസ്പരം നെറ്റ്വർക്കായി വർക്ക് ചെയ്ത് ഒരു ഏജൻറ്റിൻ്റെ പണിയെടുത്ത് ആ നാട്ടുകാരെ പരമാവധി ശിർക്കിലേക്ക് എത്തിക്കാൻ അവിടെ ശ്രമിക്കും. അതാണ് സിഹിർ. ആ സിഹിർ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല. ചെയ്തവനും ചെയ്യിച്ചവനും അവൻ നമ്മിൽപ്പെട്ടവനല്ല. നേരത്തെ ഹദീസുകൾ ഉദ്ധരിച്ചു, ലേസമിന്ന മൻ സഹറ ഔ സുഹിറല, സിഹിർ ചെയ്തവൻ വിശ്വാസിയല്ല. ആർക്ക് വേണ്ടി സിഹിർ ചെയ്തോ അവനും വിശ്വാസിയല്ല. അപ്പോൾ താങ്കളുടെ മാതാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൗരവമാണ്, ഇസ്ലാമിന് പുറത്തു പോകാൻ പര്യാപ്തമാണ്. താങ്കളുടെ മാതാവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വലിയ ആരോപണമാണ് താങ്കളുടെ മാതാവിനെതിരെ അവർ ഉന്നയിക്കുന്നത്, അത് ശരിയുമല്ല. ഇനി അങ്ങനെ സിഹിർ ചെയ്തു എന്ന് വന്നാൽ അതിന് മറ്റൊരു സാഹിറിനെ പോയി കാണതല്ല അതിനുള്ള പരിഹാര മാർഗം. വേറൊരാളെ പോയി കണ്ട് പ്രതിവിധി തേടതല്ല. 2 പ്രതിവിധിയാണുള്ളത്. 3 പ്രതിവിധിയാണുള്ളത്. 2 നമുക്ക് അനുവദനീയമാണ്, 1 പാടില്ല. 3 പ്രതിവിധി സിഹിർ പൊളിക്കാൻ. 1, അതിനേക്കാളും വലിയ സിഹിർ അങ്ങോട്ട് ചെയ്യാം. ആൾ കാഫിറായി പോകും, നരകത്ത് പോകും, ചിലപ്പോൾ തൽക്കാലം രക്ഷപ്പെടും. കാരണം ഈ ശൈത്താൻ നരകത്ത് പോകാൻ പിടിക്കുമ്പോൾ അതിലും വലിയ ശൈത്താനെ പോയി പിടിക്കുക. അവൻ്റെ ലക്ഷ്യം എന്താണ്? ഇവനെ നരകത്ത് കൊണ്ടുപോകാൻ. ഇവൻ്റെ ലക്ഷ്യവും നരകത്ത് കൊണ്ടുപോകാൻ. അപ്പോൾ ഇവന് അതിലും വലിയ ശൈത്താനത്തിൽ എത്തുമ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിൻ്റെ ലക്ഷ്യം അവൻ നരകത്തേക്ക് എത്തിക്കതല്ലേ, ഇതാ അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അവൻ നരകത്ത് പോകാൻ റെഡിയാണ്, അവിടെ ഇനി ഓനെ പ്രയാസപ്പെടുത്തണ്ട. നമ്മളുടെ പാർട്ടിക്കാരൊക്കെ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഇടങ്ങാറുണ്ടെങ്കിൽ നേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളിപ്പിക്കും. അപ്പോൾ അവിടുന്ന് പോകാൻ നമ്മളെ സ്വന്തം ആളാണ്, അയാളെ ഇടങ്ങാറാക്കണ്ട, ഓക്കെ എല്ലാം കഴിഞ്ഞു. അതാണ് ഒരു പണി ചെയ്യാൻ പാടില്ല. അതോടുകൂടി അവൻ ശിർക്കിലായി, അവൻ നരകം നിർബന്ധമായി. 2, സിഹിർ എങ്ങനെ ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തകർക്കുക. പക്ഷെ ബോധ്യപ്പെടാൻ നമുക്ക് നിർവാഹമില്ല. ചില ഊഹങ്ങളും ധാരണകളും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രകാരം തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ സിഹിർ ചെയ്താൽ സ്വയം സമ്മതിച്ചു, ഞാൻ സിഹിർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതും കളവായിരിക്കാം, അതും കളവാകാം, തൽക്കാലം പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി വമ്പ് ചെയ്തൊരു തട്ടിപ്പായിരിക്കാം. അപ്പോൾ അത് ഉറപ്പിക്കാൻ നമുക്ക് മാർഗമില്ല. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തകർത്താൽ മതി. പ്രവാചകർക്കെതിരെ ജൂതന്മാർ സിഹിർ ചെയ്തു.
അത് എങ്ങനെയാണ് ഇത് നബിക്ക് അള്ളാഹു തആല വഹയി നൽകി. 2 മലക്കുകളെ പറഞ്ഞയച്ചു. ലബീദുൽ ആസം ചെയ്തുവെന്ന് പറഞ്ഞു, ഉപയോഗിച്ച വസ്തുക്കൾ പറഞ്ഞു, ഇന്ന കിണറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചുവെന്ന് പറഞ്ഞു. സ്വഹാബത്തിനെ പറഞ്ഞയച്ചു നബിതങ്ങൾ. അവിടെ പോയി തെരഞ്ഞു, കിണറ്റിൽ നിന്ന് വസ്തുക്കൾ കിട്ടി, നശിപ്പിച്ചു. ആ ശല്യം അവസാനിച്ചു. അപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ട് കിട്ടിയാൽ അത് തകർത്താൽ ആ സിഹിറിൻ്റെ സ്വാധീനം ഇല്ലാതാകും. പക്ഷെ നമുക്കതിന് മാർഗമില്ല. പിന്നെ നമുക്കുള്ള വഴി റബ്ബിലേക്ക് അഭയം തേടുക. കാരണം പിശാചിനെ മറികടക്കാൻ, പിശാചിനേക്കാളും അപ്പുറത്ത് പിശാചിനെ സിട്ടാവിനോട് തേടലാണ് നമുക്കുള്ള മാർഗം. ശൈത്താൻ എടുങ്ങാറാക്കാൻ വരും, ഒരു മനുഷ്യൻ എടുങ്ങാറാക്കാൻ വരികയാണെങ്കിൽ നമ്മൾ നേരെ കാണാൻ പറ്റും. ശൈത്താൻ ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോൾ നേരെ കാണാൻ കഴിയില്ല. അപ്പോൾ റബ്ബിനോട് കാവലിനെ തേടുക, ശൈത്താനെ ബോധ്യപ്പെടുത്തുക, ഞാൻ ശിർക്ക് ചെയ്യൂല, എന്നെ എന്ത് പ്രയാസപ്പെടുത്തിയാലും വേണ്ടില്ല, ശിർക്കിലേക്ക് ഞാനില്ല, തങ്ങളടുത്തേക്ക് ഞാനില്ല, സാഹിറിൻ്റെ മുമ്പിലേക്ക് ഞാനില്ല, ബീവിയെ കാണാൻ ഞാനില്ല, ദർഗയിലേക്ക് ഞാനില്ല, ഏലസ് കെട്ടാനും നൂല് കെട്ടാനും ഞാനില്ല, ദുർമന്ത്രവാദങ്ങൾക്ക് ഞാനില്ല, മന്ത്രവാദിയുടെ മുമ്പിലേക്ക് ഞാനില്ല. അത് ശൈത്താനെ ബോധ്യപ്പെടുത്തുക. കാരണം ശൈത്താൻ്റെ ആവശ്യം ഇവനെ നരകത്ത് കൊണ്ടുവരാം. അതില്ല എന്ന് ഉറപ്പും തൗഹീദ് ഉറപ്പിക്കുക, തവക്കുൽ ഉറപ്പിക്കുക, ഈമാൻ ഉറപ്പിക്കുക, റബ്ബിനോട് കാവലിനെ തേടുക. ആയത്തുൽ കുർസി ഓതാം, ഫാത്തിഹ ഓതാം, അതേപോലെ ആമന റസൂൽ ഓതാം, സൂത്തുൽ ഇഖ്ലാസ്, സൂത്തുൽ ഫലഖ്, സൂത്തുൽ നാസ് ഒക്കെ ഓതാം. ഹദീസിൽ വന്ന വ്യത്യസ്ത പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. സമാനമായ വ്യത്യസ്ത പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കാം. ഈ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ശൈത്താൻ അവൻ പ്രയാസപ്പെടും. അവനൊരിക്കലും ഇവൻ റബ്ബുമായി അടുക്കുമ്പോൾ അവന് സഹിക്കാൻ കഴിയില്ല. അവസാനം പരാജയപ്പെട്ട് അവൻ പിന്മാറിപ്പോകും. റബ്ബിലേക്ക് അഭയം തേടുമ്പോൾ പിശാച് പരാജയപ്പെട്ട് പിന്മാറിപ്പോകുന്നു. മറ്റൊരു ശൈത്താനിലേക്ക് പോകുമ്പോൾ പിശാചിനെ പ്രീതിപ്പെടുത്തി അവനെ തൽക്കാലം ഒഴിവാക്കുന്നു. നാട്ടിൽ നടക്കുന്നത് ആ വഴിയാണ്. എന്തെങ്കിലും ഉണ്ട് വന്നാൽ ഉടനെ പോവുക, അവിടെ ഒരു ബീവി, ഇവിടെ തങ്ങൾ, അവിടെ ഒരു മന്ത്രവാദി, അപ്പുറത്തെ സിദ്ധൻ, അവിടെ ചെല്ലാന്ന് പറയാം. അപ്പം ശൈത്താന് തൃപ്തിയായി, തൻ്റെ ഏജൻറ്റിൻ്റെ മുമ്പിലേക്ക് ഇവൻ എത്തി, ഇവൻ തൻ്റെ ലിങ്കിൽ മെമ്പറായി കിട്ടി, ഇനി അവനെ നരകത്തിലേക്ക് എത്തിക്കാം. അപ്പോൾ ശൈത്താനെ പ്രീതിപ്പെടുത്തി അവനെ ശല്യം ഒഴിപ്പിക്കുന്നു. അതാണ് നാട്ടിൽ നടക്കുന്നത്. അത് ശിർക്കാണ്. റബ്ബിനെ പ്രീതിപ്പെടുത്തി ശൈത്താനെ പ്രയാസപ്പെടുത്തി ശൈത്താൻ പരാജയപ്പെട്ട് പിന്മാറിപ്പോകണം. അതാണ് വേണ്ടത്. അതിനാണ് മുഅവ്വിദാത്ത്, അഭയം തേടലുകൾ. അതിന് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച എന്തൊക്കെ മാർഗമുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം. അതാർക്കും സ്വീകരിക്കാം. സംഭവിച്ച ആൾക്കും പറ്റും, അയാൾ ഉമ്മ, വാപ്പ, ജ്യേഷ്ഠന്മാർ, അയ്യന്മാർ, മക്കളാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ മന്ത്രങ്ങൾ ഉരുവിട്ട് കൊടുക്കാം. അതാണ് അതിൽ ചെയ്യേണ്ട മാർഗം. അല്ലാഹു ാണ് എൻ്റെ കസിനാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇതിനെ കണക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് ഇവരായിട്ട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഒന്ന് സംസാരിക്കാൻ അവസരം കൊടുക്കണം. ഓക്കെ. എൻ്റെ പേര് ഷാനവാസ്, ഞാൻ വടുതലുള്ളതാണ്. ഈ ഒരു മനുഷ്യന് ജിന്നി ഹാദറാത്താണത് എങ്ങനെയാണ്? അയാൾ ഷിർക്ക് എടുക്കുന്നത്, ഈ സിഹർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ. അതാ ഞാൻ പറഞ്ഞു, സിഹർ ബാത്തിലാക്കാൻ 3 മാർഗം. ഒന്ന്, മറ്റൊരു ശൈത്താനെ പ്രീതിപ്പെടുത്തുക, ചെയ്യാൻ പാടില്ല, ഷിർക്കാണ്. 2, റബ്ബിനോട് കാവലിനെ തേടുക. അപ്പം ഈ ജിന്ന് സഹിക്കവയ്യാതെ അവൻ ശല്യം ഒഴിവാക്കി പോകും. അതാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ പറഞ്ഞത് ജിന്നി ഹാദറാത്താണ് വിഷയം. എങ്ങനെയാ ഈ മനുഷ്യന് ജിന്നി ഹാദറാത്താവും? നിങ്ങൾ ഹാദറാത്ത് ഉദ്ദേശിച്ചത് എന്താണ്? ഹാദറാത്ത് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? ജിന്നി മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നോ? പ്രവേശിക്കും. അതെങ്ങനെ? അത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അതൊന്ന് പറഞ്ഞു. ശരി. വിശുദ്ധ ഖുർആനിൽ പലിശയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, അല്ലദീന യഅകുലുന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബത്തു ശൈത്വാനു മിനൽ മസ്. പലിശ ഭക്ഷിക്കുന്നവൻ, മറുപടി ശ്രദ്ധിക്കുക, പലിശ ഭക്ഷിക്കുന്നവൻ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുമ്പോൾ അവന് മര്യാദക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. അവൻ മറിഞ്ഞു വീണുകൊണ്ടിരിക്കും പരലോകത്ത്. ഏതുപോലെ? പിശാചു ബാധയേറ്റ് മറിഞ്ഞു വീഴുന്നവനെ പോലെ. ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബത്തുഹു ശൈത്വാനു മിനൽ മസ്. വിശുദ്ധ ഖുർആനിൽ ആയത്താണ്. പിശാചു ബാധയേറ്റ് മറിഞ്ഞു വീഴുന്നവനെ പോലെ അല്ലാതെ നാളെ പരലോകത്ത് ഇവിടെ പലിശ ഭക്ഷിച്ചവനെ എഴുന്നേൽക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ ഉപമയിലൂടെ പിശാചു ബാധ ഉണ്ടെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇല്ലാത്തൊരു ഉദാഹരണം ഖുർആൻ പറയില്ല. അതെന്നെ പറഞ്ഞു, പിശാച്ചാണ് ജിന്ന്. അതെന്നെ സുഹൃത്തെ പറയണത്. ജിന്നിൽപ്പെട്ടതാണ് ശൈത്വാൻ. അതെ, അതുണ്ടെന്നാ പറഞ്ഞത്. അതുണ്ട്. എങ്ങനെ ചോദിച്ചു? അപ്പോഴേ ആയത്ത് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ ചോദിച്ചല്ലോ, അതിനായി ആയത്ത് പറഞ്ഞത്. ജിന്നിൽപ്പെട്ടതാണ് പിശാച്ച്. ജിന്നിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്, വിശ്വാസിയുണ്ട്, അവിശ്വാസിയുണ്ട്, മുഅ്മിനുണ്ട്, മുനാഫിഖുണ്ട്. അതിൽ ദുഷിച്ചവൻ്റെ പേരാണ് പിശാച്ച്. ആ ദുഷിച്ചവനാണ് ഈ വക പണികൾക്ക് പോവുക.
നല്ല വിശ്വാസികളായ ജിന്നുകൾ ആ വക പണിക്ക് പോവില്ല. ഏതുപോലെ വിശ്വാസികളായ മനുഷ്യന്മാർ തെറ്റ് ചെയ്യാൻ പോവില്ല എന്നതുപോലെ അവർക്കും ഖുർആൻ ബാധകമാണ്, അവർക്കും ഹദീസ് ബാധകമാണ്, അവർക്കും ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ബാധകമാണ്, പിശാചുക്കൾക്കും ജിന്നുകൾക്കും നരക സ്വർഗവും ബാധകമാണ്. അതുകൊണ്ട് അതിൽപ്പെട്ട ദുഷിച്ചവരാണ് ഇപ്പണിക്ക് പോവുക, അവരാണ് പിശാചുക്കൾ. ആ പിശാചുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാം എന്നാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനർത്ഥം ഒരാൾ ഇളകുന്നതൊക്കെ ശൈത്താനാണെന്നല്ല. ഒരാൾ ഇളകി, ഒരാൾ കൂവി വിളിച്ചു, അതൊക്കെ ശൈത്താനായിക്കോളുന്നല്ല. അത് അന്ധവിശ്വാസമല്ല. എന്നാൽ അതിൻ്റെ മറവിൽ അന്ധവിശ്വാസങ്ങൾ എമ്പാടും സമൂഹത്തിലുണ്ട്. ജിന്നെന്ന പേരും പറഞ്ഞിട്ട് ഒരാൾ എന്ത് കണ്ടാലും ഒക്കെ ജിന്നാണ്, അയാൾ ശരീരത്തിൽ ജിന്ന് കയറിയതാണ്, ജിന്ന് ഇറക്കണം, ആ വക പണി അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതിന് ഒരാളും പോകേണ്ട കാര്യമില്ല. ജിന്ന് ഇറക്കാൻ പ്രത്യേക മനുഷ്യന്മാരും ഇല്ല, അങ്ങനെ ഒരാളെ ഏൽപ്പിച്ചിട്ടുമില്ല. ഈ ജിന്ന് ഹാദറാത്ത എൻ്റെ ശരീരത്തിൽ കയറിയിട്ട് എനിക്ക് ടൈലിൻ്റെ അടിയിൽ നിന്ന് കൂടോത്രം ചെയ്തെടുക്കാൻ പറ്റുമോ? അള്ളാഹു വഴി എനിക്ക് ആ ഭാഗം അറിയില്ല. ഞാൻ ജിന്നുമായി ബന്ധപ്പെട്ട ആളല്ല, എനിക്ക് വിഷയം അറിയില്ല. അല്ല, ഇത് ശരി, എനിക്ക് ആ വിഷയം അറിയാം. ജിന്നിനെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ജിന്നിനെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാർക്ക് അറിയുള്ളൂ. ജിന്നിനെ ഉപയോഗിച്ച് നിങ്ങളുടെ സഫ്വാൻ അങ്ങനെ പറഞ്ഞത്, ജിന്നിനെ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ജിന്നുമായി ബന്ധപ്പെട്ട മനുഷ്യന്മാർക്ക് അറിയാം. അത് വിശ്വസിക്കാട്ട് പറ്റൂല. കാരണം എന്താ? അത് ശിർക്കിൻ്റെ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയമില്ല. അപ്പൊ ജിന്ന് ശരീരത്തിൽ കയറിയിട്ട് നമുക്ക് ടൈലിൽ കൂടോത്രം എടുക്കാൻ പറ്റിയല്ല, ഇല്ലായിരിക്കാം. അപ്പൊ ആ എടുത്ത ആള് ആരാണ്? കാഫിറാണ്. ആ തല്ല ആവശ്യമുള്ളൂ. നിങ്ങളുടെ സൊഫാൻ ഉണ്ട്, സഫ്വാൻ കാഫിറാവും കേട്ടോ. സൊഫാൻ വേണ്ട ഓമണി പറഞ്ഞാലും ബാക്കി എന്താ എനിക്കറിയാം, നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം. സൊഫാൻ വേണ്ട, സൊഫാൻ ശുദ്ധ മുവാഹിദ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞ മാതിരി ജിന്നെ ഇറക്കിയിട്ടുമില്ല, സൊഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടുമില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടുമില്ല. ഈ നാട്ടിൽ കുറച്ച് ദിവസമായിട്ട് മുഖാമുഖത്തിൻ്റെ മുന്നോടിയായി നിങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് നാടകമുണ്ട്. കഴിഞ്ഞ ഞാൻ പറയട്ടെ, കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ, ബാക്കി സുഫാൻ പറഞ്ഞുതരും. കഴിഞ്ഞ 23-ാം തീയതി മുഖാമുഖം നടത്താൻ അതിൻ്റെ മുന്നോടിയായി ചില പണികൾ ഒപ്പിക്കണം. അപ്പം നാട് നീളെ അങ്ങനെ ചില സംഗതികൾ ഇവിടെ നിങ്ങൾ അടിച്ചു പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് സൊഫാനുമായി ഞാൻ പറഞ്ഞു കേട്ടെ സൊഫാനുമായി ബന്ധപ്പെടുത്തി ചില ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചാൽ എന്നാൽ പിന്നെ തൽക്കാലം നിങ്ങൾ ശ്രദ്ധിക്കുക, തൽക്കാലം ഈ ടീം ശരിയല്ലാന്ന് ഒരുത്തം വിശ്വസിച്ചാൽ അത് ലാഭം എന്ന നിലക്കാണ് ആ പണി. അവിടെ സൊഫാൻ ജിന്നിറക്കാനും പോയിട്ടില്ല, സൊഫാൻ ജിന്നിറക്കുന്ന ആളുമല്ല. നീ സൊഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല്ല. സൊഫാൻ ഇറക്കിയ ഒരു മനുഷ്യൻ പോലും ഇറങ്ങില്ല, പിന്നെ ജിന്നിറങ്ങൽ. സൊഫാൻ ഈ കാണുന്ന സൊഫാനത്തിൻ്റെ ആരോഗ്യം, ഞാനും സൊഫാനൊക്കെ ഇറക്കാൻ പോയാൽ മനുഷ്യൻ ഇറങ്ങും, പിന്നെ ജിന്നിറങ്ങുക. അപ്പം അങ്ങനത്തെ ഏർപ്പാടില്ല സുഹൃത്തെ, അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തെ ഒന്നുമില്ല. സൊഫാനെ കൊണ്ട് ജിന്നെ ഇറക്കാൻ കഴിയൂല. സൊഫ അത്ര വലിയൊരു ഒന്നും ശരീരമില്ല, അതിന് മാത്രം കഴിവുള്ള ആളൊന്നുമില്ല. അത് കഴിയുന്ന മനുഷ്യന്മാർ ചിലപ്പോൾ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം, ഇബ്നു തൈമിയ്യ പോലുള്ള ആളുകളൊക്കെ. അല്ല അത് കണ്ടിട്ട് നമ്മളൊക്കെ അവിടെ ജിന്നിറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തൗഹീദും കൊണ്ട് ജിന്നാണ്ട് പോകുന്നല്ല, നരകത്ത് കണ്ട് പോകേണ്ടി വരും, വേറൊന്നും ഉണ്ടാവില്ല. ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് സഫ്വാൻ വന്ന് സഫ്വാന് ജിന്ന് ഹാദറാത്തായി അവരുടെ ടൈലിന്റെ അകത്തുനിന്ന് തകിടെടുത്തെന്നാണ് പറഞ്ഞത്. അത് ഒന്നാം തരം ജിന്നു മുജാഹിദിന്റെ ആള്, അവരുടെ വണ്ടിയാണ് ജിന്നു മുജാഹിദിന് ഓടണത്. ഞാനൊന്ന് സുന്നിക്കാരനാണ് കേട്ടോ, ഞാൻ മുജാഹിദൊന്നുമില്ല. അവര് ജിന്നു മുജാഹിദിന്റെ പരിപാടിക്ക് പറഞ്ഞ വണ്ടി അവരതാണ്. ഈ ജിന്നു മുജാഹിദിന്റെ പേരെന്നെ പറയണമെങ്കിൽ മനസ്സിൽ വേറെ ചിലതുണ്ടാകണല്ലോ. ജിന്നു മുജാഹിദ് എന്ന മുജാഹിദ് ലോകത്തില്ല, ജിന്നു മുജാഹിദ് മുജാഹിദ് ഉണ്ടാവില്ല, അങ്ങനത്തെ മുജാഹിദും ഉണ്ടാവില്ല. ഇവിടെ ജിന്നേറ്റ് നടക്കണ ആകെ അവിടുത്തെ ഖുറാഫികളാണ്. മുജാഹിദിക്ക് എന്ത് ജിന്ന്? മുജാഹിദീങ്ങൾ ജിന്നുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല പഠിപ്പിച്ചോരാ. അപ്പം ഇവിടെ ജിന്നിനോട് തേടും, ജിന്നിൻ്റെ പിന്നാലെ പോകണം ഒക്കെ ഇവിടുത്തെ സമസ്തക്കാരാ. കുത്തുബിയത്ത് കാണാം, കുത്തുബിയത്തിൻ്റെ ആമുഖത്ത് അൽഫാത്തിഹ ഉണ്ട്. ആർക്കാന്നറിയോ? ഫസ്റ്റ് അൽഫാത്തിഹ റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ബദരീങ്ങൾ ഉഹദീങ്ങൾ തുടങ്ങിയ സുഹദാക്കന്മാർ, അമ്പിയ, പിന്നെ മഹാന്മാർ, പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ്, റിഫായ് ഷെയ്ഖ്, അങ്ങനെ പിന്നെ കാണാം ഷാജഹാൻ ഖാൻ സദ്ദിഖി, പിന്നെ കാണാം സുമ്മൈല അർവാഹി എന്ന് പറഞ്ഞിട്ട് 15 പേര് കാണാം. മദ്ഹബ് വതംറയാൻ വഹസ്തശ്ലഹ്കൂസ് മുതൽ മൈമൂൻ വസൗബ വകശ്കശ്ലഹ്കൂസ് തുടങ്ങി 15 പേര് കുത്തുബിയത്തിലുണ്ട്. ഈ 15 പേര് എന്താ അറിയോ? അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബിയോട് ബൈഅത്ത് ചെയ്ത് കരാർ ചെയ്ത ജിന്ന് ഔലിയാക്കന്മാരാണ് ഈ 15 ആള്. ആ 15 ജിന്ന ഔലിയാക്കന്മാർക്ക് അൽഫാത്തിഹ എന്ന് ഓതിയിട്ട് ആ കുത്തുബിയത്തിലുള്ളത്. 15 ജിന്ന ഔലിയാക്കന്മാർക്ക് അൽഫാത്തിഹ ഓതി പാഴ്സലാക്കിയിട്ട് ആ കുത്തുബിയത്ത് ചൊല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മുജാഹിദുകൾക്കും ജിന്നിൻ്റെ പിന്നാലെ പോകില്ല. ഒരുത്തൻ ജിന്നിൻ്റെ പിന്നാലെ പോയാൽ സോഫാനല്ല ഞാനാണെങ്കിലും മുജാഹിദും അല്ല. അത് നിങ്ങൾ ഉറപ്പിച്ചോളി. ഈ നിൽക്കുന്ന ഞാനും ഒരു ജിന്നിൻ്റെ പിന്നാലെ ജിന്നിനിട്ട് ഇടപാടെടുത്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഞാൻ ഖുറാഫിയാന്നുള്ളത്, സംശയിക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനും നിങ്ങൾ ഒരേപോലെ ആവും. അപ്പോൾ മുജാഹിദ് ആ പണിക്ക് പോകില്ല.
മുജാഹിദ് ഒരിക്കലും അപ്പണിക്ക് പോകില്ല. ജിന്ന് ഹാലിറാവുക, ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുക എന്നത് പ്രമാണം അംഗീകരിച്ച വിഷയമാണ്. ജിന്ന് മനുഷ്യശരീരത്തിൽ പ്രവേശിച്ചേക്കാം, അത് പ്രമാണം അംഗീകരിക്കുന്നു. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. പക്ഷെ ഒരാളുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ചോ ഇല്ലേ ആർക്ക് ഉറപ്പിക്കാൻ കഴിയുക? ഒരാൾക്കും സാധ്യമല്ല. വഹ്യ് പ്രകാരം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ കേസുണ്ട്. അത് വഹ്യിലൂടെ മാത്രമേ ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ, അല്ലാതെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല, ഒരാൾക്കും പറ്റില്ല. പിന്നെ ചിലപ്പോൾ ശൈത്താനുമായി ബന്ധമുള്ളവൻ പറഞ്ഞേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള കരാറ് പ്രകാരം പിശാച സേവ നടത്തുന്ന ആളുകൾ ഓർക്ക് ചിലപ്പോൾ പൈശാചികമായി ചില വിവരമൊക്കെ കിട്ടി, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാം. അത് നമുക്കിട്ട് വിശ്വസിക്കാൻ കഴിയുകയുമില്ല. പിന്നെ ലക്ഷണങ്ങൾ വെച്ച് ഊഹിക്കാനേ കഴിയൂ. ലക്ഷണങ്ങൾ വെച്ച് ഒരു പക്ഷെ ധരിക്കാൻ, വിചാരിക്കപ്പെടാൻ, അങ്ങനെ ആയിരിക്കാമെന്ന് ധരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. അതിന് ചെയ്യേണ്ട പണി എന്താ? ജിന്നിറക്കാൻ പോകാനല്ല നമ്മോട് പറഞ്ഞത്. ഏത് ശൈത്താൻ കയറിയാലും, ഏറ്റവും വലിയ ശൈത്താൻ ഇബ്ലീസാണ്, ഓനെക്കാളും വലുത് ഞാനും കയറാമല്ലോ. ഏത് ശൈത്താൻ കയറിയാലും റബ്ബിനോട് കാവലിനെ തേടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റുഖിയ ശറഇയ്യ, അതാണ് ശറഇയ്യായ മന്ത്രങ്ങൾ, അഭയങ്ങൾ, റബ്ബിനോടുള്ള അഭയത്തേട്ടങ്ങൾ, അതാണ് റുഖിയ ശറഇയ്യ. അത് ആർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കാം. താങ്കൾക്ക് എനിക്ക് വേണ്ടിയും ചെയ്യാം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യാം. അതിന് പ്രത്യേക ഒരാളാവശ്യമൊന്നുമില്ല, ആർക്കും ചെയ്യാം. ആർക്കും. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങളുടെ മക്കളോട് പറയാം, ഭാര്യയോട് പറയാം. ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ഓതി കൊടുക്കാം. അത് നമ്മുടെ ആയത്തുൽ കുർസി ഓതാം, ആമന റസൂൽ ഓതാം, മുഅവ്വിദത്തൈനി ഓതാം, സൂറത്തുൽ ഇഖ്ലാസ് ഓതാം. ഹദീസിൽ പഠിപ്പിക്കപ്പെടപ്പെട്ട പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥന നിർവഹിക്കാം. അള്ളാഹും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവിധിയായി എന്തൊക്കെ പഠിപ്പിച്ചുവോ അതൊക്കെ ചെയ്യാം. അതിന് ഒരാൾ വേഷം കെട്ടി അതിന് പ്രത്യേക ആളായി അങ്ങനെ അയാളെ വിളിച്ചുകൊണ്ടായി അയാൾ ചെയ്തു, അങ്ങനെ തീർപ്പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഒരാൾക്ക് വിഷയം അറിയില്ല, പഠിപ്പിക്കാൻ വേണ്ടി ഒരാളെ വിളിക്കാത്രേ ഉള്ളൂ. ഒരാൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല, അപ്പോൾ ഒരാൾ ചുമ്മാ പഠിപ്പിച്ചു തരും. എന്നാൽ ശരി, ഞാൻ വരാൻ പഠിപ്പിച്ചു തരാം. ഈ ഇൽമൊക്കെ പഠിപ്പിക്കണ പോലെ ആ ഇൽമും പഠിപ്പിച്ചു കൊടുക്കാം. അത് പഠിപ്പിച്ചു കൊടുത്ത് ഒരു പക്ഷേ അവന് മനസ്സിലാക്കി കൊടുത്താൽ ഇത്രയേ ഉള്ളൂ, എന്നാൽ ഞാൻ ചെയ്തോളാം, അവന് ചെയ്യാൻ പറ്റും. അതേ അതിലുള്ളൂ. അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ജിന്നിറക്കുക, അവിടെ സൊഫ്വാനും പോയിട്ടില്ല. സൊഫ്വാൻ വേണ്ടി പറഞ്ഞോളൂ. അത് നമ്മൾ സൊഫ്വാന് പോയാൽ ഒരു ഇൻസ് ഇറങ്ങൂല, പിന്നെ ജിന്നിറങ്ങല്. അത്രയല്ലേ ആലോചിക്കുക അവനുള്ളൂ. ഞാൻ പഠിപ്പിച്ച കുട്ടിയെ സൊഫൻ്റെ സെഷനാണ്, അപ്പോൾ അവന് അത്രയൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് ഓൻ പോയാൽ ജിന്ന് പോയിട്ട് ഇൻസ് വരെ ഇറങ്ങുന്ന പ്രശ്നമില്ല, ഓൻ അങ്ങോട്ട് കഴിയുന്ന ഒരാളുമല്ല. പക്ഷെ അതിൻ്റെ മറവിൽ ജിന്നുബാധ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കണം. ബാക്കി അല്ലാഹ് റബ്ബിലേക്ക് വിട, തെറ്റിദ്ധാരണ നമ്മൾ ഒഴിവാക്കുക, ആത്മാർത്ഥമായി വിഷയങ്ങൾ നമ്മൾ സമീപിക്കുക. നമ്മുടെ ഒരു വാശിയോ നമ്മുടെ മുൻധാരണയോ നമ്മുടെ പരലോകത്ത് നമുക്ക് നഷ്ടമായി മാറാൻ പാടില്ല. അതേ അതിലുള്ളൂ. നമ്മൾ മുൻധാരണ കൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് നഷ്ടം വരാൻ പാടില്ല. അത് നമ്മൾ ഗൗരവമായി കാണുക. നമ്മളെ ഈ വാശിയും ഈ ബഹളവും ഒച്ചപ്പാടും ഇതൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പം ഇതാണ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു വണ്ടി ഇടിച്ചാൽ നമ്മളത് കഴിഞ്ഞു, പിന്നെ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് പോവുക. അപ്പോൾ ഒരാളെ പറ്റി നമ്മളില്ലാത്തത് എവിടുന്നോ കേട്ട് നമ്മൾ പക്ഷേ വെറുതെ പറഞ്ഞതാവില്ല, ആരോ പറഞ്ഞു, നമ്മളങ്ങനെ വിശ്വസിച്ചു, അങ്ങനെയൊക്കെ ആയിരിക്കാം. അതിൽ പലതും കൂട്ടിയിട്ടുണ്ടാവാം. നിങ്ങളെ പറ്റിയല്ല പറഞ്ഞേ, നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞേ, ഞാൻ എന്നെ പറ്റിയാണ് പറഞ്ഞത്, എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ എവിടെയെങ്കിലും കേട്ടിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓൻ ജന്നൂരിയാണ്, ഓൻ ജന്നുപാതിയാണ്, ഓൻ ജന്നിനെ വിളിച്ച പ്രാർത്ഥികളാണ് എന്നൊക്കെ പലരെയും കുറിച്ച് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം അള്ളാഹിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത ഇബാദത്തെല്ലാം കൂടി എടുത്ത് മറ്റവന് കൊടുക്കുക, അവൻ്റെ എല്ലാ ദോഷവും ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു നഷ്ടമല്ലേ? അപ്പോൾ ആ വഴിക്ക് നമ്മൾ പോകരുതെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ചെയ്യാൻ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു ഉപദേശം നിലയ്ക്ക് സൂചിപ്പിക്കുകയാണ്. അതാണ് പറയാനുള്ളത്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ചോദിച്ചോളൂ. ഏകദേശം കാര്യങ്ങൾ ക്ലിയറായി. പിന്നെ ഇത് സഫ്വാനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എന്തായാലും കോമൺ സെൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ 23-ാമത്തെ സംവാദമായിട്ട് ഈ സംഭവത്തിന് യാതൊരു കണക്ഷനും ഇല്ല. അത് മൗലവി പിൻവലിക്കണം തീർച്ചയായും. കാരണം അത് തെറ്റായ ധാരണയാണ്. 23-ാമത്തെ സംവാദം എനിക്കും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അത് മൗലവി 100% മൗലവി പറഞ്ഞത് തെറ്റാണ്. അതിന് മൗലവി അല്ലെങ്കിൽ പരലോകത്തിന് അത് സമാധാനം പറയേണ്ടത്. ഞാൻ അതിന് സാക്ഷിയായി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. അതിനുശേഷം ഈ വിഷയം ഇവിടെ വിഷയമാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെടുത്തി നാട്ടിൽ മൊത്തം ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഞങ്ങളൊക്കെ നാട്ടിലേക്ക് വരെ ഇതിൻ്റെ അലയൊലി എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ വിഷയത്തിന് വരുന്നതിന് മുമ്പേ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഈ വിഷയം വരുന്നുള്ളത്. മുഖാമുഖത്തിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഈ വിഷയം ഇവിടെ ചോദ്യമായി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ എത്തിയതിനു ശേഷം സുഫാനുമായിരുന്ന് വിശദമായി ഞാൻ കാര്യം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നതിന് വസ്തു ചോദിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ വെറുതെ ഊഹം വെച്ച് പറഞ്ഞതല്ല. അപ്പോൾ താങ്കളെക്കുറിച്ചെല്ലാം പറഞ്ഞത് ഇവിടെ അത് ദുരുപയോഗം ചെയ്യാൻ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ചില ആളുകൾ അങ്ങനെ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല, നമ്മുടെ ജില്ലയും കടന്ന് അതിനപ്പുറത്തേക്ക് വരെ ഈ പ്രചാരണങ്ങൾ. അപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ പറയാം. താങ്കൾ അങ്ങനെ ഉദ്ദേശിച്ചു എന്നല്ല, താങ്കൾ എനിക്കത് പരിചയവുമില്ല, അങ്ങനെ താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ അത് ശരിയല്ല. നമ്മൾ അവസാനിപ്പിക്കല്ലേ? ഇനി സുഫാൻ ഇൻഷാ അല്ലാഹ് ഒരു സമാപനമായി ചില കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കും. ഏതായാലും സുഫാൻ്റെ പേര് പരാമർശിക്കപ്പെട്ട സ്ഥിതിക്ക് ഇവിടെ പറയണമല്ലോ. ഇനിയുണ്ടോ? ആ ശരി. നേരത്തെ ഫൈസൽ ഇപ്പം അദൃശ്യമാർഗങ്ങളിലൂടെ അള്ളാഹു അല്ലാത്ത ചില ശക്തികൾക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവിക്കാനും കഴിവുണ്ടെന്നാണ് ഇപ്പം ഈ സംസാരത്തിൻ്റെ ആകത്തുക. അല്ലേ? കഴിയില്ലാന്ന്. അദൃശ്യമാർഗം കഴിയില്ലാന്ന് ഞാൻ ചോദിക്കുന്നത്, സാഹിർ ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച് ആ ജിന്ന് മുഖേന അയാളെ ഉപദ്രവിക്കണം എന്നല്ലേ ഈ പറഞ്ഞു? അഭൗതികം എന്നല്ല, ഞാൻ അദൃശ്യം എന്നാ പറഞ്ഞത്. ജിന്നൊന്നും നമ്മളെ ഉപദ്രവിക്കണം കാണുന്നുണ്ടോ? ഇല്ലല്ല, കാണൂലെന്നാണ്. ഓക്കെ, അദൃശ്യം എന്ന് പറഞ്ഞാൽ കാണുക, ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യം ചിലപ്പോൾ മനുഷ്യന്മാർ ഉപദ്രവിച്ചേക്കാം. പിന്നെ എന്തിനാണ് ഫൈസൽ മുസ്ലിയാർ വൽ മലായികത്തു ബഅദ ലൊഹീർ എന്ന ഒരു ആയത്ത് ഉദ്ധരിച്ച് പണ്ടൊരു മുസ്ലിയാർ ഇതുപോലെ അദൃശ്യ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാതെ മനുഷ്യന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റുമോ എന്നൊരാൾ ചോദിച്ചപ്പോൾ ഈ മറുപടി പറഞ്ഞ മുസ്ലിയാരെ ഫൈസൽ മുസ്ലിയാർ കണ്ണിച്ചത് ആ ആയത്ത് അദൃശ്യ മാർഗങ്ങളിലൂടെ മലക്കളുടെ സഹായം നമ്മൾ കാണുന്നില്ല. അദൃശ്യ മാർഗത്തിലൂടെ മനസ്സിലായല്ലോ, കാണാത്തല്ല അദൃശ്യം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച് കാണാത്തല്ല, അതുകൊണ്ട് ഞാൻ അതല്ല എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരാണ് ആ പറഞ്ഞ മുസ്ലിയാർ. അത് 100% ഇപ്പോഴും ഗണ്ണിക്കുന്നു. അയാൾ ദുർവ്യാഖ്യാനിച്ച ശിർക്ക് സ്ഥാപിക്കാൻ ആ ആയത്തെ ദുർവ്യാഖ്യാനിച്ചു അയാൾ. അതുകൊണ്ടാണ് ഗണ്ണിച്ചത്. അത് ന്യായമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അദൃശ്യ മാർഗത്തിൽ ഞാൻ ഉടനെ ഇടപെട്ടത്. അദൃശ്യ മാർഗത്തിൽ പറ്റൂലായിരുന്നത്. കാരണം നിങ്ങൾ കൊണ്ടുപോകണം അദൃശ്യം അവിടുക്കാന്ന് എനിക്കറിയാം. കണ്ണ് കാണാത്ത മാർഗത്തിൽ ഒരാൾ എടുങ്ങാറാക്കോ സഹായിക്കുമോ എന്ന് ആരും സംശയിക്കുമല്ലോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയും എടുങ്ങാറാക്കാൻ പറ്റിയേക്കാം, എനിക്ക് നിങ്ങളും എടുങ്ങാറാക്കാൻ പറ്റിയേക്കാം. കണ്ണിൽ കാണാത്ത വഴിയെ നമ്മൾ പറയാമോ അയാൾ എന്നോട് അങ്ങനെ ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അയാൾ ഭയങ്കര മോശക്കാരനാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ തൗഹീദ് ശിർക്കിൽ പറഞ്ഞ അദൃശ്യമേതാ? അഭൗതികം. അതാ വ്യത്യാസം. തൗഹീദ് ശിർക്കിൽ പറയുന്ന അദൃശ്യ മാർഗം എന്നത് കണ്ണിൽ കാണാത്തത് എന്ന്. നമ്മളെ കണ്ണിൽ എന്ത് കാഴ്ച ഉള്ളത്? ഒരു പൂച്ചയുടെ കാഴ്ച പോലും നമ്മളെ കണ്ണിലില്ല. അപ്പം പിന്നെ നമ്മളെ കണ്ണ് കാണുക എന്നുള്ളത് ഒരു വലിയ ഘടകമൊന്നുമല്ല. അപ്പം ഈ കണ്ണ് കാണാത്ത ഒരാളോ അയാളെ സംബന്ധിച്ച എല്ലാം അദൃശ്യമാണ്. കണ്ണ് കാണാത്ത ഒരാളെ സംബന്ധിച്ച് ഒക്കെ അദൃശ്യമല്ലേ നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥത്തിലാണെങ്കിൽ. അദൃശ്യം എന്ന വാക്ക് തൗഹീദ് ശിർക്ക് പറയുമ്പോൾ നാം പറയാറുള്ളത് അഭൗതിക മാർഗം എന്ന അർത്ഥത്തിലാണ്, അഥവാ കാരണങ്ങൾക്കതീതമായ മാർഗം. അപ്പം കാരണങ്ങൾക്കതീതമായ മാർഗത്തിൽ, അഭൗതിക മാർഗത്തിൽ, അദൃശ്യ മാർഗത്തിൽ മലക്കും സഹായിക്കൂല, ജിന്നും സഹായിക്കൂല, മനുഷ്യനും സഹായിക്കൂല. റബ്ബിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി മലക്കൾ സഹായിക്കും എന്ന് സ്ഥാപിക്കാനാണ് ആ ആയത്ത് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഉദ്ധരിച്ചത്. وَإِنْ تَظَاهَرَ عَلَيْهِ فَإِنَّ اللَّهَ هُوَ مَوْلَاهُ وَجِبْرِيلُ وَصَالِحُ الْمُؤْمِنِينَ وَالْمَلَائِكَةُ بَعْدَ ذَلِكَ ظَهِيرٌ. സൂറത്ത് തഹ്രീമിൽ ആ ആയത്ത് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഉപയോഗിച്ചത് അഭൗതിക മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി. മൂപ്പര 3 വാക്ക് ഉപയോഗിച്ചു. മലക്കളെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമാണ് എന്ന നെല്ലിക്കുത്തിൻ്റെ പ്രയോഗം തന്നെ. പുളിക്കൽ മുഖാമുഖത്തിലാണ് അയാൾ അത് ഓതിയത്. അത് ശരിയല്ല, ദുർവ്യാഖ്യാനമാണ്. അവിടെ മലക്ക് ഒരാളെ സഹായിച്ചാൽ അതിനർത്ഥം അഭൗതികമായി സഹായിച്ചുവെന്നല്ല. അഭൗതികമായി അള്ളാഹു മാത്രമേ സഹായിക്കൂ, അദൃശ്യമായി അള്ളാഹു മാത്രമേ സഹായിക്കൂ. നമ്മൾ കണ്ണിൽ കാണാത്ത രൂപത്തിൽ ചിലപ്പോൾ മനുഷ്യന്മാരോ അല്ലാത്തോലോ മുസ്ലിമോ കാഫിറോ ഒക്കെ സഹായിച്ചേക്കാം, ചിലപ്പോൾ പക്ഷിയും മൃഗവും ഒക്കെ സഹായിച്ചേക്കാം. അത് വിഷയം വേറെ, അത് തർക്കമല്ലല്ലോ. കാരണങ്ങൾക്കതീതമായി, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അള്ളാഹു അല്ലാത്തവർ ഒരിക്കലും എന്ത് ചെയ്യൂല, സഹായിക്കൂല. മറ്റത് നമ്മൾ പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കറണ്ട് പോയി ഇരുട്ടത്താണ്, അയാളോട് പറഞ്ഞു എടാ ആ വെളിച്ചൊന്ന് പിന്നെ ഇൻവെർട്ടറിന്ന് ഓണാക്കി, അല്ലെങ്കിൽ വിളക്കൊന്ന് കത്തിക്ക്, ഓൻ സഹായിക്കുകയാണ്. നമ്മൾ കാണുന്നില്ല. അവിടെ അദൃശ്യമാർഗത്തിനിട്ട് ശിർക്കായി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ അദൃശ്യമല്ല ചർച്ച. അഭൗതിക മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി റബ്ബല്ലാത്ത ഒരു സൃഷ്ടിക്കും ഇവിടെ സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ ബദറിൽ മലക്കിറങ്ങിയില്ലേ? ഇറങ്ങി. അത് അഭൗതികമാണോ? അല്ല. അത് അഭൗതികമാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോഴാണ് ചില മനുഷ്യന്മാർ ബദറിൽ മലക്കിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. എന്നതുപോലെ സിഹിർ ചെയ്യുമ്പോൾ സാഹിറിനെ ശൈത്താൻ സഹായിക്കുന്നില്ലേ? ഉണ്ട്. അത് അഭൗതികമാണോ? അല്ല. നമ്മൾ കാണില്ല എന്നേ ഉള്ളൂ. ശൈത്താന് ചെയ്യാൻ പറ്റുന്ന പണി എന്തോ അതേവൻ ചെയ്യും. അവൻ്റെ കാരണങ്ങളെന്തോ, അവൻ്റെ വ്യവസ്ഥ എന്തോ, അവൻ്റെ ഭൗതികത എന്തോ അത് പ്രകാരം ചെയ്യും. അതിനപ്പുറത്തോ അവനും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മനസ്സിലാക്കിയാലോ സിഹിറിന് ശൈത്താൻ ഇടപെടുന്ന വിശ്വസിച്ചാൽ ശിർക്ക് വരുന്നു പറയേണ്ട ആവശ്യമില്ല. അതായത് ജിന്നുമലക്ക് അഭൗതിക എന്ന് പറയുമ്പോഴോ
സിഹ്ർ ശൈത്താൻ ഇടപെടുന്നു വിശ്വസിച്ചാൽ ഷിർക്കായി എന്ന് പറയേണ്ടി വരും. ബദറിൽ മലക്കിറങ്ങി യുദ്ധം ചെയ്ത് വിശ്വസിച്ചാൽ ഷിർക്കായി എന്ന് പറയേണ്ടി വരും. അതാണ് ചില മനുഷ്യന്മാർ ഇപ്പം പറഞ്ഞത്. അതുകൊണ്ട് അത് വസ്തുതയല്ല. അദൃശ്യമായി അള്ളാഹു മാത്രമേ സഹായിക്കൂ, അള്ളാഹു മാത്രമേ ദോഷം വരുത്തൂ. അഥവാ അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അസാധാരണമായി മറഞ്ഞ വഴിയിൽ റബ്ബല്ലാത്ത ഒരു സൃഷ്ടിയും സഹായിക്കില്ല, ഉപദ്രവിക്കില്ല. ഏത് സൃഷ്ടി സഹായിച്ചാലും ഏത് സൃഷ്ടി ഉപദ്രവിച്ചാലും അതൊക്കെ ആ സൃഷ്ടിക്ക് റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥയെന്തോ കാരണങ്ങളെന്തോ ആ കാരണങ്ങളുടെ ബേസിൽ അവർ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് അവർക്കും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കഴിവാണ് അഭൗതികമായ കഴിവ്, കാരണങ്ങൾക്കതീതമായ കഴിവ്. അത് ലവലേശം ഒരു സൃഷ്ടിക്കില്ല. മായം ലിക്കൂന മിൻ കിത്മീർ, കാരക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ അദൃശ്യമായി കാരക്കുരുവിൻ്റെ പാട പോലും ഒരു ജിന്നും ചെയ്യൂല, ഒരു മലക്കും ചെയ്യൂല, ഒരു മനുഷ്യനും ചെയ്യില്ല, ഒരു നബിയും ചെയ്യില്ല, ഒരു വലിയും ചെയ്യില്ല, ഒരു സൃഷ്ടിയും ചെയ്യില്ല. ലഹുൽ മുൽക്ക്, അള്ളാഹുവിനാണ് അധികാരമുള്ളത്, അവനാണ് കഴിവുള്ളത്, അവനാണ് ഖദീർ. അവൻ്റെ കുദ്റത്ത്, അവൻ്റെ ഇൽമ്, അവൻ്റെ ബസർ, അവൻ്റെ ഹിക്മത്ത് ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേയുള്ളൂ, സൃഷ്ടികൾക്കാർക്കുമില്ല. അതുകൊണ്ട് ജിന്ന് അഭൗതികമല്ല, മലക്ക് അഭൗതികമല്ല, അമ്പിയാക്കൾ അഭൗതിക കഴിവുള്ളവരല്ല, ഔലിയാക്കൾ അഭൗതിക കഴിവുള്ളവരല്ല. കറാമത്ത് മുഴുജത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ട കഴിവല്ല, അത് റബ്ബ് നേരിട്ട് നടപ്പാക്കുന്ന വിഷയമാണ്. അഭൗതികമായ കഴിവുകളുടെ ഉടമ അല്ലാഹു തആല മാത്രമാണ് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ പരാമർശം വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഏതാനും മിനിറ്റുകൾ ഇൻഷാ അല്ലാഹ് സുഫാൻ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കും. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ദീന് പഠിക്കാനുള്ള ഒരു വേദി എന്ന നിലക്കാണ് നമ്മളിത് സംഘടിപ്പിച്ചത്. കഴിവിൻ്റെ പരമാവധി മാന്യമായി തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാനുഷികമായി എവിടെയെങ്കിലും അധികമായി പോയെങ്കിൽ അല്ലാഹു തആല അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ രംഗത്ത് നമ്മൾ ചെലവഴിച്ച ഊർജ്ജവും സമയവും സമ്പത്തുമൊക്കെ നാളെ പരലോകത്ത് ലഭിക്കുന്നില്ലെങ്കിൽ ഇത് വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വലിയ ഭാരമേറിയ ഒരു അമലായി നന്മയുടെ തുലാസിലേക്ക് അല്ലാഹു തആല ഇതിനെ നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ഇനിയും വിശദമായി പഠിക്കുക. മുൻധാരണകൾ മാറ്റിവെച്ച് നമുക്കെല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസ ആദർശങ്ങളെ പഠനം നടത്തുകയും അതിൽ ശരി ഏത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടെങ്കിൽ ആ ശരിയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിൻ്റെ ഒരു സമാപനം കൂടി ആയിക്കൊണ്ട് ഏതാനും മിനിറ്റുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് മാത്രം, അല്ലെങ്കിൽ കൂടി പറയേണ്ട കാര്യമില്ല. ആളുകളുടെ ശ്രദ്ധയിലുള്ള തെറ്റിദ്ധാരണയുള്ള ഭാഗം വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നേരെ പേര് പറയപ്പെട്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് സുഫാൻ ഇവിടെ ഇത് അവസാനമായി സംസാരിക്കും. അതോടുകൂടി ഇൻഷാല്ലാ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിം അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വ അലാ ആലിഹി വ സ്വഹാബത്തി അജ്മഈൻ അമാ ബഅദ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഈ മുഖാമുഖത്തിൻ്റെ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചോദ്യവും ഇങ്ങനെ ഒരു സാഹചര്യവും പ്രതീക്ഷിച്ചതാണ്. അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ജയിലിലാണെന്നും ഞാൻ ഒളിവിലാണെന്നും എനിക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്നും ഏകദേശം കൊച്ചിയിലും പള്ളൂരുത്തിയിലും കുത്തിയതോടും ചന്ദരൂരും ഈ വടുതലയിലും മൊത്തം ജനങ്ങളുടെ ഇടയിൽ ഞാനുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകൾക്കിടയിൽ ഒരു കുപ്രചരണം നടന്നിട്ടുണ്ട്. ആ കുപ്രചരണം നടത്തിയത് ഇവിടെ സംസാരിച്ച ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ്? ഈ വടുതലയിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ കീഴിൽ QHLSൻ്റെ ക്ലാസ് എടുക്കാൻ എല്ലാ ഞായറാഴ്ചയും എത്തുന്നത് ഞാനാണ്. അന്ന് ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഫുഡ് ഈ പറയപ്പെട്ട വ്യക്തിയുടെ വീട്ടിലാണ്, ഈ ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ വീട്ടിലാണ്. ആ വ്യക്തിയുടെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അവരുടെ കുടുംബ ചർച്ചകളും അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവരൊരുപാട് കാര്യങ്ങൾ എന്നോട് പങ്കുവെച്ച കൂട്ടത്തിലൊരു കാര്യമായിട്ട് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം എന്നോട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേണ്ടി ഇവിടെ എൻ്റെ ബഹുമാന്യനായ ഗുരുനാഥന്മാർ
ഇവിടെ പറഞ്ഞ ആയത്തുകളും ദിക്റുകളും ഫദലുകുമരി ഇവിടെ ഉദ്ധരിച്ച ഹദീസുകളിൽ വന്ന ദിക്റുകൾ, വാരിദികളായി വന്ന ദിക്റുകളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ക്രോഡീകരിച്ച് ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ആ പ്രയാസം വരുമ്പോൾ നിങ്ങൾ ഓതുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓതിയാൽ മതി എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും ഞാൻ പോകാറുണ്ട്. ആ കൂട്ടത്തിൽ അവരെന്നോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ച കൂട്ടത്തിൽ ചില അവിടെ നടന്ന സംഭവങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ച എൻ്റെ സുഹൃത്ത് ലാജിദിക്ക കഴിഞ്ഞ 1-ാം തീയതിയാണ് ഈ വിഷയം അറിയുന്നതെങ്കിൽ ഞാൻ ഈ വിഷയം 7-8 മാസങ്ങളായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനും ആ കുടുംബവുമല്ലാതെ ആ മതിൽക്കെട്ടിന് പുറത്ത് വേറൊരാൾക്കും ആ വിഷയം അറിയില്ല. അതുകൊണ്ടാവാം നിങ്ങൾ ആ പ്രശ്നം അതിൻ്റെ ഘട്ടത്തിലെത്തിയപ്പോൾ എൻ്റെ പേര് പ്രതിപാദിച്ചത്. ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിയാനും തുറന്നു പറഞ്ഞിട്ടുള്ളതും എന്നോടാണ് കഴിഞ്ഞ 7-8 മാസങ്ങളായി. പക്ഷേ അത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ആദ്യം പറഞ്ഞത്, ഈ വിഷയം അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും നമുക്കത് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഒരാളോടും ഇതെന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം അവർ നിങ്ങളുടെ അയൽവക്കക്കാരാണ്. അങ്ങനെ 7-8 മാസത്തിലധികം അവരത് പുറത്തു പറയുകയോ അത് ചർച്ചയാക്കുകയോ അതൊരു അയൽവക്ക പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ അതെങ്ങനെയായി എനിക്കറിയില്ല, അല്ലാഹു ആലം. പക്ഷെ ആ കൂട്ടത്തിൽ അവരത് പറയാൻ ചില കാരണങ്ങളുണ്ട്. അവരവരുടെ കണ്ണുകൊണ്ട് കണ്ട ചില കാഴ്ചയാണ് അവരെന്നോട് പറഞ്ഞത്. അതിവിടെ 2 കുടുംബം തമ്മിലുള്ള പ്രശ്നമാണ്, അതിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജിന്നിറക്കിയെന്നും ജിന്നിനെ കയറ്റിയെന്നും ആ സിഹർ എടുത്തു എന്നുള്ളതിൽ വസ്തുതയുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഒരു വസ്തുതയുള്ളത്, അവർ ഈ പറയപ്പെട്ട ആള് കുഴിച്ചിടുന്നത് കണ്ടതും ആ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ആ സാധനം അവർ കണ്ടതുകൊണ്ട് അവരെടുക്കുകയും ചെയ്തു എന്നോട് എന്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിഹർ ചെയ്ത ആളെയും ചെയ്ത സ്ഥലത്തെയും കണ്ട് അത് അതിനുശേഷം അവരെടുത്ത് കളഞ്ഞത് കൊണ്ടാണ് സിഹർ എടുക്കപ്പെട്ടു എന്ന പ്രതിപാദ്യ വിഷയം ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അതെന്നോട് മാത്രമാണ് അവർ പുറത്തു പറഞ്ഞിട്ടുള്ളത്, വേറൊരാളോട് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചർച്ച വന്നപ്പോൾ പൂച്ചാക്കല സഫാനോട് പറയാം എന്ന് പറഞ്ഞത്. എന്നാൽ ഞാനുമായി ബന്ധപ്പെട്ട് ഈ വടുതലയിലും കഴിഞ്ഞ ദിവസം ഖുത്തുബക്ക് വേണ്ടി കൊച്ചിയിൽ പോയപ്പോൾ കൊച്ചിയിലെ ചില സുഹൃത്തുക്കളും ഈ ചന്ദരൂര് കുത്തിയോട് ഭാഗത്തുള്ള ചില സുഹൃത്തുക്കളും ചോദിച്ചു, നീ ഒളിവിലാണെന്നാണല്ലോ അറിഞ്ഞത്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. 1 മാസം മുമ്പ് വടുതല മധുരക്കുളം ഭാഗത്ത് ഞാനൊരാവശ്യത്തിന് പോയപ്പോൾ ഒരു സുഹൃത്തുമായി കൈകൊടുത്ത് സലാം പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോള് വരികയാണ് എൻ്റെ സുഹൃത്തിന്, സഫ്വാൻ എടുത്തില്ലേ? ഉണ്ടല്ലോ. അല്ല, അവൻ ജയിലിലാണ്, പോലീസ് പിടിച്ചു എന്നൊരു വാർത്ത പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ചാരാ പറഞ്ഞത്? ഇവിടെ അറിയപ്പെട്ട ഒരു KNM-കാരൻ, പേര് പറയുന്നില്ല. അതേ വ്യക്തി കഴിഞ്ഞ KNM-ന്റെ മുഖാമുഖം ഇവിടെ നടക്കുമ്പോൾ ദാ ഭാഗത്ത് കസേരയിട്ട് ഈ ഉള്ളവൻ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അതേ KNM-കാരൻ ഇവിടെ പറയുകയാണ്, സഫ്വാൻ ഒളിവിലാണ്, ഇതുവരെ വന്നിട്ടില്ല. ആരോടെ പറയണം? എൻ്റെ കൂട്ടുകാരനോട്. അപ്പോൾ ആ സുഹൃത്ത് കൂട്ടുകാരൻ്റെ വാപ്പ പറയാണ്, ദാ ആ കടയുടെ വാതിക്ക് നിൽക്കുന്ന ആളെ കണ്ടോ, അത് സഫ്വാനാണ്, ഇപ്പം കൈതന്ന് പോയതേ ഉള്ളൂ. ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുപ്രചരണം എൻ്റെ പേരിൽ ഇന്ന വീട്ടിൽ ഞാൻ ജിന്നിറക്കി, ജിന്ന് കേന്ദ്രം നടത്തി, അവിടെ ജിന്ന് ചികിത്സ നടത്തി, എനിക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒളിവിലാണ്, ഞാൻ ജയിലിലാണ് എന്നുവരെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രചരിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ചില KNM-ന്റെ വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്, പേര് പറയുന്നില്ല. ഇതാണ് ഞാനുമായി ഉണ്ടായ പ്രശ്നം. പക്ഷെ അത് അടിസ്ഥാനരഹിതമാണ്. നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞോട്ട് എൻ്റെ ശരീരം കണ്ടാൽ നിങ്ങൾക്കറിയാം, ജിന്ന് പോയിട്ട് ഇൻസ് പോലും ഇറങ്ങൂല. അപ്പോൾ ആ വിഷയങ്ങൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവർ പങ്കുവച്ച കാര്യം എനിക്ക് മാത്രമേ അതറിയൂ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സഫ്വാനുമായി ബന്ധപ്പെട്ട് അത് ചോദിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ വിഷയങ്ങൾ, ഈ ഒരു വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടതും പേര് പറയപ്പെട്ടതും എൻ്റെ പേരാണ്. എന്നാൽ ആ പേര് ഏറ്റവും കൂടുതൽ അവരെന്ത് ചെയ്തു, കണക്ക് നോക്കിയിട്ടുണ്ട്, സ്വാമിയെ കൊണ്ടുവന്നു. എത്രത്തോളം? ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സഫ്വാനെ ജെട്ടി പള്ളിയിൽ ചർച്ച വരുന്നുണ്ട്, സഫ്വാൻ സ്വാമിയെ കൊണ്ടുവന്നു, കണക്ക് നോക്കിയെന്നു. സുഹൃത്തുക്കളെ, ഇത് കുഫ്റിന്റെ ആരോപണമാണ്, ഇത് ശിർക്കിന്റെ ആരോപണമാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ. ആരെങ്കിലും ഒരു കാഹിനെ സമീപിച്ചാൽ, ആരെങ്കിലും ഒരു അറാഫിനെ സമീപിച്ചാൽ, ഒരു കണിയാനെയോ ഒരു കൈനോട്ടക്കാരനെയോ ഒരു ഭാവി പ്രവചിക്കുന്നവനെയോ കണക്കു നോക്കുന്നവനെയോ ആരെങ്കിലും ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ സമീപിച്ചാൽ
ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്നതിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചതിൽ അവൻ കാഫിറായി. ഈ കുഫ്റിന്റെ വാദമാണ് അല്ലയല്ലാത്ത ഒരാളെയും വിളിക്കാത്ത എൻ്റെ പേരിൽ എന്ത് ചെയ്തത് ആരോപിച്ച്. ഞാൻ കണക്ക് നോക്കി, ഞാൻ ആളെ കൊണ്ടുവന്നു. സുഹൃത്തുക്കളെ, ശുദ്ധ അസംബദ്ധമാണ്, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടായ ചില വാർത്തകൾ, അതിൽ ഹക്കുമുണ്ട് ഹക്കല്ലാത്തതും ഉണ്ടാകാം. അതവർ എന്നോട് പങ്കുവെച്ചു, പക്ഷെ അതൊരാളോടും പറഞ്ഞിട്ടില്ല. അത് കുടുംബപരമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്ത് അതിലെ ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും ദിവസങ്ങളിലെയും കാര്യങ്ങളെടുത്ത് ഇവിടെ ചർച്ച ചെയ്യാനും ഈ ഒരു വേദി അതിനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഈ വാർത്ത ഇവിടെ പ്രചരിച്ചപ്പോൾ, അത് കുപ്രചരണമായി പ്രചരിപ്പിച്ച ആളുകൾ ഞാനുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ തന്നെ, കണ്ട ചിരിച്ച് സലാം പറയണവരാ. പക്ഷെ അവരൊരിക്കലും വിളിച്ച് എന്നോട് എന്ത് ചെയ്തിട്ടില്ല, സഫ്വാനെ ഇങ്ങനൊരു വാർത്ത കേട്ടിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ ഒരു ആയത്തുണ്ട്, ഒരു ഫാസിക്ക് ഒരു ആരോപണവുമായി കടന്നു വന്നാൽ അതിൻ്റെ വസ്തുത എന്തെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഫതബയ്യനു, നിങ്ങൾ എന്ത് ചെയ്യണം, അത് വ്യക്തമായി നിങ്ങൾ പഠിക്കണം, പരിശോധിക്കണം, എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് പറയാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആന്റെ ആയത്തും പ്രവാചകന്റെ ഹദീസുകളും ഇങ്ങനെയായിരിക്കെ ഒരാൾക്കെതിരെ ഇവിടെ ആരോപണം നടക്കുക. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഓർത്തു അതവിടെ അങ്ങ് അവസാനിച്ചു എന്ന്. കഴിഞ്ഞ ആഴ്ച കൊച്ചി ചെല്ലുമ്പോൾ ചോദിക്കുക ഒരാൾ, ഇങ്ങനെയൊക്കെ ചെയ്തല്ലോടാന്ന്. അപ്പം നമ്മൾ വിശദീകരിച്ചു കൊടുത്തു, ആളുകൾക്ക് മനസ്സിലായി. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ പറയാനുള്ളത്, ഒരു കണക്കും നോക്കിയിട്ടില്ല, ഒരു പ്രശ്നം വെച്ചും നോക്കിയിട്ടില്ല. അതൊരു മുജാഹിദിനല്ല, ഒരു മുഅ്മിനിന്, ഒരു മുവഹിദിന് ഒരിക്കലും പാടുള്ളതല്ല. എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരത്ത് ജിന്ന് ബാധിക്കുമോ? ജിന്ന് ബാധിക്കും. ഇവിടെ ഫൈസൽ മൗലവി വിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ച് അതിവിടെ തെളിയിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ അങ്ങനെ ബാധിച്ചാൽ എന്ത് ചെയ്യണം, റുഖിയ്യത്തു ശർഇയ്യ ചെയ്യണമെന്നും കഴിഞ്ഞ മുഖാമുഖ വേദിയിൽ അനസ് മൗലവിയും അനീഫ് കായക്കുടിയും അതിവിടെ സമ്മതിച്ചതാണ്. അങ്ങനെ ചെയ്യാനുള്ള മാർഗം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സത്യമായി മനസ്സിലാക്കാനും ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനും അതിൽ മരിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മുഖാമുഖത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ ആ സത്യം അത് നിഷ്പക്ഷമായി നിസ്വാർത്ഥമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.